നമ്മളിതിൻ്റെ FB50 എന്നൊരു ടി കോഡ് നമ്മൾ കണ്ടു. അവിടെ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ ഞാനിവിടെ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻട്രി ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് റെഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റും. കുറച്ച് എക്സാമ്പിൾസ് ഞാനിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അത് വെച്ചിട്ട് നിങ്ങൾ കുറച്ച് ട്രാൻസാക്ഷൻസ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ GL അക്കൗണ്ട് ഇല്ല എങ്കിൽ നിങ്ങളത് ക്രിയേറ്റ് ചെയ്യണം. ഓൾറെഡി നമ്മൾ തന്ന GL അക്കൗണ്ട്സ് സ്ട്രക്ചർ വെച്ചിട്ട് തന്നെയാണ് ട്രാൻസാക്ഷനൊക്കെ ഞാൻ ഡമ്മിയായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി ഈ ട്രാൻസാക്ഷൻസ്. ഇതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ കുറേ ട്രാൻസാക്ഷൻ ഉപയോഗിച്ച് തന്നെയാണ് ഇനി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് SAP സിസ്റ്റത്തിലേക്ക് തന്നെ പോകാം. ഷെയർ ചെയ്യുന്നുണ്ട്. ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ ട്രാൻസാക്ഷൻ ലെവലിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം നമ്മുടെ SAP ഈസി ആക്സസ് ട്രെയിനിൽ അക്കൗണ്ടിങ്ങിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ GL നമ്മൾ GL ഡോക്യുമെൻറ്റ്സ് ആയതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. GL ഡോക്യുമെൻ്റ് എൻട്രി, അവിടെ FB50 GL ഡോക്യുമെൻ്റ് ഇവിടെയാണ് നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ അതിൻ്റെ കൂടെ തന്നെ അപ്പോൾ ഇവിടെ നമുക്ക് ഒരു എൻജോയ് സ്ക്രീൻ ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതൊരു ഡെബിറ്റ് ലൈൻ ക്രെഡിറ്റ് ലൈൻ അല്ലെങ്കിൽ ഒന്നിലധികം ഡെബിറ്റ് ലൈനുകൾ ഒന്നിലധികം ക്രെഡിറ്റ് ലൈനുകളൊക്കെ ചെയ്യുന്ന രീതിയാണെന്ന് പറഞ്ഞു. ബാക്കി ഇതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. എങ്ങനെയാണ് വെച്ച ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ഓൾറെഡി കംപ്ലീറ്റ് പോസ്റ്റർ ഡോക്യുമെൻ്റ് എങ്ങനെ റീകോൾ ചെയ്യാൻ വേണ്ടി പറ്റും നിങ്ങൾക്കറിയാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ കണ്ടതാണ്. ഓക്കെ, ഞാൻ ഇതിൽ തന്നെ നമ്മൾ പറഞ്ഞൊരു സെക്കൻഡറി ടൈപ്പ് ട്രാൻസാക്ഷൻ കൂടി ഉണ്ട്, മറ്റൊരു ട്രാൻസാക്ഷൻ ടൈപ്പ് കൂടി ഉണ്ട്. അതാണ് ജനറൽ പോസ്റ്റിംഗ് F.02. ഈ F.02ഉം FB50യും ഔട്ട്പുട്ട് വ്യത്യാസമില്ല, കിട്ടുന്ന റിസൾട്ട് ഒന്ന് തന്നെയാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇന്നലെ ചെയ്ത ഈ ഫസ്റ്റ് ട്രാൻസാക്ഷൻ തന്നെ ഈ ട്രാൻസാക്ഷൻ തന്നെ ഇത് നമ്മൾ FB50ക്ക് പകരം F.02 ചെയ്യുവാണെങ്കിൽ അത് ഡേറ്റ് നമ്മൾ കൊടുത്തിട്ടുള്ളത് 15/6 ആണ്. ഞാൻ ആ ഡേറ്റ് ഇവിടെ എടുക്കാം. അപ്പം ഇവിടെ ഇത് മൾട്ടി ഡിസ്പ്ലേയിലാണ്, മീൻസ് മൾട്ടി സ്ക്രീനിലാണ് ഈ ട്രാൻസാക്ഷൻ കിടക്കുന്നത്. അതാണ് വ്യത്യാസം. അപ്പോൾ കുറച്ച് ഓപ്ഷൻസ് ഇവിടെ താഴെ ഉണ്ടാവും, ബാക്കി ഹെഡർ ഇൻഫർമേഷൻ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് ടൈപ്പ് കാണാൻ പറ്റും, കമ്പനി കോഡ് ഇവിടെ ഇങ്ങനെ ഈ നമ്മുടെ ഫീൽഡിൽ തന്നിട്ടുണ്ടാവും. നമുക്കിവിടെ മുകളിൽ നമ്മളത് സെലക്ട് ചെയ്യുന്ന രീതിയല്ല, ഇവിടെ കമ്പനി കോഡ് ഇവിടെ തന്നിട്ടുണ്ടാവും. അതിൻ്റെ പീരീഡ് ഇവിടെ കാണിച്ചിട്ടുണ്ട് സിസ്റ്റം. ഡോക്യുമെൻ്റ് കറൻസി റേറ്റ് തന്നിട്ടുണ്ട്, ഡോക്യുമെൻ്റ് നമ്പർ, റെഫറൻസ്, അതുപോലെ തന്നെ ഹെഡർ ടെക്സ്റ്റ്, ട്രാൻസ്ലേഷൻ ഡേറ്റ്, പിന്നെ കമ്പനി കോഡ് നമ്പർ, ബിസിനസ് പാർട്ട്ണർ റെഫറൻസ്, ഇങ്ങനെ കുറേ ഇൻഫർമേഷൻ. പിന്നെ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ഇവിടെ ഫസ്റ്റ് ലൈൻ ഐറ്റത്തിൻ്റെ പോസ്റ്റ് കീ, അക്കൗണ്ട്, സ്പെഷ്യൽ GL ഇൻഡിക്കേറ്റഡ്, ട്രാൻസാക്ഷൻ ടൈപ്പ്, ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഫീൽഡായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഒരു നോർമൽ ഡോക്യുമെൻ്റ് എൻ്റർ ചെയ്യാൻ വേണ്ടി പോകുന്നു. നോർമൽ ഡോക്യുമെൻ്റ് എടുത്തിട്ട് ഞാനിവിടെ ഡോക്യുമെൻ്റ് ടൈപ്പ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഡേറ്റ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഡേറ്റ് തന്നിട്ടുള്ളത് നമുക്ക് 15/6 ആണ് തന്നിട്ടുള്ളത്. ഞാൻ 15/6 എടുക്കുന്നുണ്ട്. ജൂൺ 15. ടാബ് കൊടുത്ത് ഡോക്യുമെൻ്റ് ടൈപ്പ് SA ആണെന്ന് കണ്ടു, കമ്പനി കോഡ് TT01 ആണെന്ന് കണ്ടു. പോസ്റ്റിംഗ് ഡേറ്റ് ഞാൻ ആ ഡോക്യുമെൻ്റ് നോക്കിയിട്ട് ഇവിടെ 7th ജൂലൈ 1 പോസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ജൂലൈ 1 എടുക്കുന്നു. ജൂലൈ 1. പീരീഡ് ഓട്ടോമാറ്റിക്കായിട്ട് 4 എന്ന് വരും, കാരണം അത് നമ്മുടെ കറണ്ട് മന്ത് ഏതാണോ അല്ലെങ്കിൽ കറണ്ട് പീരീഡ് ഏതാണോ അത് സിസ്റ്റം കാണിക്കും. കറൻസി റേറ്റ് INR എന്ന് വന്നിട്ടുണ്ടാവും, മീൻസ് അത് നമ്മുടെ കമ്പനി കോഡ് കറൻസി, ഇതൊക്കെ ഡിഫോൾട്ട് വാല്യൂ ആണ്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് വരും. ഈ ഡോക്യുമെൻ്റ് നമ്പറിൻ്റെ കോൺസെപ്റ്റ് നമുക്ക് ഓൾറെഡി അറിയുന്നത് പോലെ ഡോക്യുമെൻ്റ് നമ്പർ നമ്മളല്ല കൊടുക്കുന്നത്, സിസ്റ്റമാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. പിന്നെ ഇവിടെ എന്തിനാ അത് ചോദിച്ചതെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ഡോക്യുമെൻ്റ് നമ്പർ പറഞ്ഞ സമയത്ത് നിങ്ങളൊരു കോൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ടായി, ഡോക്യുമെൻ്റ് നമ്പർ ക്യാൻ ബി ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേണൽ. അപ്പോൾ
ഇൻറ്റേർണലി ചെയ്യുന്ന രീതി ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഓൾറെഡി ചെയ്തപ്പോൾ ഡോക്യുമെൻറ്റ് നമ്പർ, ഇപ്പോൾ ഞാൻ ഇന്നലെ ചെയ്ത 2 ഡോക്യുമെൻറ്റിക്ക് നമ്പർ സിസ്റ്റം ഇൻറ്റേർണലി ജനറേറ്റ് ചെയ്ത് തന്നു, അതുകൊണ്ടാണ് ഇൻറ്റേർണലി നമ്പർ വന്നത്. ഇവിടെ ഇൻ കേസ് നിങ്ങൾക്കത് എക്സ്റ്റേണലി ഉപയോഗിക്കേണ്ടി വരുവാണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് ഡോക്യുമെൻറ്റും സെക്കൻഡ് ഡോക്യുമെൻറ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു, ഇനി തേർഡ് ഡോക്യുമെൻറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് നമ്പർ അവിടെ മാനുവലി ഇൻസേർട്ട് ചെയ്യണം. റീസൺ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും, ഞാൻ സെക്കൻഡ് ഡോക്യുമെൻറ്റ് ഞാൻ ഡിലീറ്റ് ചെയ്തു, മീൻസ് അത് പോസ്റ്റഡ് ആയിരുന്നില്ല, അത് മറ്റൊരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ട്. അത് ഇപ്പോൾ ചെയ്ത രീതിയല്ല, മറ്റൊരു രീതിയാണ്. അപ്പോൾ അങ്ങനെ ഡിലീറ്റ് ചെയ്ത ആ നമ്പർ എനിക്ക് റീയൂസ് ചെയ്യണമെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നമ്പർ ഇവിടെ പറയുന്നത്. അപ്പോൾ നോർമൽ യൂസേജിൽ ഈ നമ്പർ ആവശ്യമില്ല, അത് ബ്ലാങ്ക് ആയിട്ട് തന്നെ വിട്ടാൽ മതി. അത് റീയൂസ് ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്, ആ സമയത്ത് മാത്രമേ നമ്മളത് ചെയ്യുള്ളൂ. അതായത് നമ്മൾ ആ ഒരു കോൺസെപ്റ്റിലേക്ക് വരുന്നുണ്ട്, പിന്നീട് വരുന്നൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ ആ സമയത്ത് ഞാനതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പം ഈ റെഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി അറിയുന്ന പോലെ തന്നെ അതിൻ്റെ ഡോക്യുമെൻ്റ് റെഫറൻസ് ആണ്. അപ്പം നിങ്ങൾക്ക് കിട്ടിയ ഡോക്യുമെൻ്റ് റെഫർ ചെയ്തിട്ട് ആ റെഫറൻസ് എടുക്കുക. അപ്പോൾ ഞാനിവിടെ തന്നിരിക്കുന്ന TMCAP 001 എന്ന റെഫറൻസ് ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരം ഡോക്യുമെൻറ്റിൽ റെഫറൻസ് റിപ്പീറ്റ് ചെയ്താലും സിസ്റ്റം വാൺ ചെയ്യില്ല. പർച്ചേസ് ഇൻവോയ്സുകളിൽ മാത്രമേ നമ്പറുകൾ സെയിം വെൻഡർക്ക് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇൻവോയ്സ് റെഫറൻസ് സെയിം വെൻഡർക്ക് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാണിംഗ് ഉണ്ടാവും. ഈ നോർമൽ GL ഡോക്യുമെൻറ്റിൽ റെഫറൻസ് സിസ്റ്റം ചെക്ക് ചെയ്യുന്നില്ല. അവിടെ ഡ്യൂപ്ലിക്കേറ്റ് ഡോക്യുമെൻറ്റ് വന്നാലും സിസ്റ്റം ചെക്ക് ചെയ്യില്ല. അത് നമ്മൾ തന്നെ അലേർട്ട് ആയിരിക്കണം. നമുക്ക് ആ അലേർട്ട് കിട്ടില്ല, വാണിംഗ് കിട്ടില്ല. കാരണം ഇവിടെ ഇപ്പോൾ ഞാൻ ഇന്നലെ ഇതേ ഡോക്യുമെൻറ്റ് ഞാൻ ഒന്ന് ഓൾറെഡി പോസ്റ്റ് ചെയ്തതാണ്. ഞാൻ അതേ ഡോക്യുമെൻറ്റ് തന്നെയാണ് ഇവിടെ മറ്റൊരു ഡോക്യുമെൻറ്റ് ടൈപ്പിൽ അല്ലെങ്കിൽ മറ്റൊരു സ്ക്രീനിൽ ഞാൻ ചെയ്യുന്നത്. പക്ഷേ സിസ്റ്റം എനിക്ക് വാണിംഗ് തരില്ല. അത് സിസ്റ്റം ആ ഒരു ഇതില്ല, SAPക്കകത്ത് ആ ഒരു രീതിയിൽ കോൺഫിഗർ ചെയ്തിട്ടില്ല. പിന്നെ അതിൻ്റെ ഹെഡർ ടെക്സ്റ്റ് ഇവിടെ നമുക്ക് ബ്രീഫായിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഹെഡർ ടെക്സ്റ്റിൽ ഞാൻ എടുത്തേക്കുന്ന ആ ഒരു അതിനെ ബ്രീഫായിട്ട് കൊടുത്താൽ മതി. അപ്പം അവിടെ എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടോ, അപ്പോൾ ക്യാപിറ്റൽ ഇൻഫർമേഷൻ വഴി അപ്പോൾ ക്യാപിറ്റൽ ടാറ്റാ സൺസ് എന്ന് ഞാൻ കൊടുക്കുന്നുണ്ട്. ക്യാപിറ്റൽ ടാറ്റാ സൺസ്, മന്ത് ഇയറോ അങ്ങനെ എന്തെങ്കിലും റെഫറൻസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ഇത്രയും ഇൻഫർമേഷൻ മതി. ട്രാൻസ്ലേഷൻ ഡേറ്റ് നമുക്ക് ആവശ്യമില്ല, ക്രോസ് കമ്പനി കോഡ് നമ്പർ ആവശ്യമില്ല, ട്രേഡിംഗ് പാർട്ണർ ഡീറ്റെയിൽസ് നമുക്ക് ആവശ്യമില്ല. ഫസ്റ്റ് ലൈനായിട്ട് തന്നെ ഡീറ്റെയിൽസ് സ്ക്രോൾ ഡൗൺ ചെയ്യുക. ഇത്രയും ചെയ്തതിന് ശേഷം സ്ക്രോൾ ഡൗൺ ചെയ്യുക. കാരണം ഇവിടെ കുറേ സ്പേസുകൾ ഇങ്ങനെ എംപ്റ്റി ആയിട്ടുണ്ടാകും. ഇപ്പോൾ ഇത് നിങ്ങളുടെ കസ്റ്റമൈസേഷൻ കഴിയുമ്പോൾ ഓരോ സ്പേസ് റെഡ്യൂസ് ചെയ്ത് തരും നിങ്ങൾക്ക്. നോർമലി ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഡിസ്പ്ലേൻ്റെ ഇതാണ്, ഞാനിപ്പോൾ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇത്രയും സ്പേസ്. ഡെസ്ക്ടോപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് താഴെ അത് കാണാൻ പറ്റും. കാരണം ഡെസ്ക്ടോപ്പിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് SAP ആ രീതിയിലാണ് ഇതിൻ്റെ റെസൊല്യൂഷൻ സെറ്റ് ചെയ്തത്. നമ്മൾ ഡെസ്ക്ടോപ്പിൽ 22 ഇഞ്ച് സ്ക്രീൻ ആണെങ്കിൽ നിങ്ങൾക്ക് താഴത്തെ ലൈൻ ഐറ്റം സ്ക്രോൾ ഡൗൺ ചെയ്യാതെ തന്നെ കാണാൻ പറ്റും. ഇവിടെ ഫസ്റ്റ് ലൈൻ ഐറ്റത്തിൻ്റെ പോസ്റ്റ് കീ ഓൾറെഡി 40 കൊടുത്തിട്ടുണ്ട്. സിസ്റ്റം അത് ബൈ ഡിഫോൾട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 40 ആയതുകൊണ്ട് സിസ്റ്റം അക്കൗണ്ടാണ് ചോദിക്കുന്നത്. സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കാണാൻ പറ്റും. കമ്പനി കോഡ് വന്നിട്ടുണ്ട്. ഞാൻ സ്റ്റാർട്ട് സെർച്ച് കൊടുത്തു. ഡെബിറ്റ് ചെയ്യേണ്ടത് ക്യാഷ് അക്കൗണ്ടാണ്. ഞാൻ ക്യാഷ് ഇൻ ഹാൻഡ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ രണ്ട് ഇൻഫർമേഷൻ, അതായത് സ്പെഷ്യൽ GL ഇൻഡിക്കേറ്ററും ട്രാൻസാക്ഷൻ ടൈപ്പും, അത് നോർമൽ ട്രാൻസാക്ഷനിൽ ആവശ്യമുള്ള അത് വരുന്ന കേസുണ്ട്, നമുക്ക് ആ സമയത്ത് നോക്കാം. SGL മീൻസ് സ്പെഷ്യൽ GL ഇൻഡിക്കേറ്റർ എന്നാണ് പറയുക. T ടൈപ്പ് മീൻസ് ട്രാൻസാക്ഷൻ ടൈപ്പ്. ഇത് രണ്ടും നോർമൽ ട്രാൻസാക്ഷനുകൾക്ക് ആവശ്യമില്ല. അതൊക്കെ ബൈപ്പാസിങ്ങിന് വേണ്ടി ചെയ്യുന്നതാണ്. മീൻസ് ട്രാൻസാക്ഷനെ നോർമൽ പ്രോസസ്സിൽ നിന്ന് ബൈപ്പാസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് വരുന്നുണ്ട്, പിന്നീട് വരുന്നുണ്ട്. സ്പെഷ്യൽ GL ട്രാൻസാക്ഷൻസ് ഒക്കെ നമുക്ക് ആ സമയത്ത് നോക്കാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അടുത്ത സ്ക്രീനിലേക്ക് പോകണം. കാരണം ഞാനിവിടെ ബേസിക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തിട്ടുള്ളൂ. ഈ ഡോക്യുമെൻറ്റിനെ സംബന്ധിച്ചിട്ട് ഞാൻ ഒരു അഡ്വാൻസ് ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടില്ല. ഇവിടെ ഡേറ്റ്, അതുപോലെ തന്നെ അതിൻ്റെ ടൈപ്പ്, പിന്നെ അതിൻ്റെ റെഫറൻസ് മാത്രമേ കൊടുത്തുള്ളൂ. ഇതിൻ്റെ എമൗണ്ട് പോലും ഞാൻ എൻ്റർ ചെയ്തിട്ടില്ല. അപ്പം അതൊക്കെ നെക്സ്റ്റ് സ്ക്രീനിലാണ് ചെയ്യുക. അപ്പോൾ ഇത്രയും കൊടുത്തതിന് ശേഷം നിങ്ങളൊന്ന് എൻ്റർ കീ കൊടുക്കുമ്പോൾ സിസ്റ്റം നിങ്ങളെ അടുത്ത സ്ക്രീനിലേക്ക് കൊണ്ടുപോയി, സെക്കൻഡ് സ്ക്രീനിലേക്ക് പോയി. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി ചെയ്ത GL അക്കൗണ്ട് ഡീറ്റെയിൽസും കമ്പനി കോഡും വന്നിട്ടുണ്ട്. ലൈൻ ഐറ്റം 1 ഡെബിറ്റ് എൻട്രി 40, അതിൻ്റെ എമൗണ്ട്. അപ്പോൾ എമൗണ്ട് നിങ്ങളിവിടെ നോക്കിയിട്ട് എമൗണ്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എമൗണ്ട് ഞാനിവിടെ എടുത്ത് ടൈപ്പ് ചെയ്യുന്നുണ്ട്. എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തു. പിന്നെ ഇവിടെ ബിസിനസ്, പ്ലേസ്, സെഗ്മെൻറ്റ്, പ്രോഫിറ്റ് സെൻറ്റേഴ്സ്, പാർട്ട്ണർ സെഗ്മെൻറ്റ്, പാർട്ട്ണർ പ്രോഫിറ്റ് സെൻറ്റർ, അതുപോലെ കാൽക്കുലേറ്റ് ടാക്സ്, പർച്ചേസിങ് ഡോക്യുമെൻറ്റ്, അസൈൻമെൻറ്റ്, ടെക്സ്റ്റ്. ഇതിൽ ടെക്സ്റ്റ് കോളം മാത്രം ഇവിടെ കണ്ടു സ്റ്റാർ വീണിട്ടുണ്ട്. കാരണം ഇന്നലെ ഞാൻ ചെയ്തപ്പോൾ ടെക്സ്റ്റ് കോളത്തിന് ഞാൻ റിക്വേർഡ് എന്ന ഓപ്ഷൻ കൺവേർട്ട് ചെയ്തുകൊണ്ട് ടെക്സ്റ്റ് റിക്വേർഡ് ആണെന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ടെക്സ്റ്റ് ഞാൻ ഇവിടെ നിന്ന് ഈ ഡോക്യുമെൻറ്റിൽ നിന്ന് ടെക്സ്റ്റ് എടുത്ത് അവിടെ കോപ്പി ചെയ്ത് കൊടുക്കുന്നു. ടെക്സ്റ്റ് നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് റെഫർ ചെയ്തിട്ട് കൊടുത്താൽ മതി. തൽക്കാലം ഇപ്പോൾ ആ ടെക്സ്റ്റ് അതുപോലെ തന്നെ
അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻഫ്യൂഷൻ ബൈ പ്രൊമോട്ടർ പ്രൊമോട്ടർ അങ്ങനെ ആയാലും മതി. ഓക്കെ, അതിൻ്റെ ക്യാപിറ്റൽ എത്രയാണത്തെ ഇൻസ്റ്റാൾമെൻ്റ് ആണോ മീൻസ് ആ ഷെയറിൻ്റെ ഡോക്യുമെൻ്റ് ഉണ്ടല്ലോ അത് നോക്കിയിട്ടാണ് നമ്മൾ സാറിന് എൻ്റർ ചെയ്യേണ്ടത്. ഇപ്പോൾ എക്സാമ്പിൾ ആണെങ്കിൽ നമുക്കിത് പറയാം ക്യാപിറ്റൽ ഫസ്റ്റ് കോൾ അല്ലെങ്കിൽ ക്യാപിറ്റൽ ആപ്ലിക്കേഷൻ മണി. എന്താണോ അതിൻ്റെ നറേഷൻ, അപ്പോൾ അതിൻ്റെ വേണമെങ്കിൽ അതിൻ്റെ ഡേറ്റ് പീരീഡ് നമുക്ക് കൊടുക്കാം. ജൂൺ ആണെങ്കിൽ ജൂൺ 25 ആണ് ഇത് നടന്നത്. ഓക്കെ, ആ ഒരു നറേഷൻ ഇവിടെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയായപ്പോൾ ഫസ്റ്റ് ലൈൻ ഐറ്റത്തിൻ്റെ ഇൻഫർമേഷൻ കംപ്ലീറ്റ് ആയി. ഫസ്റ്റ് ലൈൻ ഡെബിറ്റ് ലൈൻ ഐറ്റം ആയിരുന്നു, എമൗണ്ട് നമ്മൾ കൊടുത്തു. പിന്നെ വേണ്ട ഇൻഫർമേഷൻ ടെക്സ്റ്റ് ഇൻഫർമേഷനാണ്, അതുകൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അസൈൻമെൻറ്റ് കോളം ബ്ലാങ്ക് ആണ്. അസൈൻമെൻറ്റ് കോളം ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റം എടുക്കും, കാരണം ഇവിടെ കൊടുത്ത അതിൻ്റെ ഫീൽഡ് സ്റ്റാറ്റസ് അതിൻ്റെ സോർട്ട് കീക്ക് അനുസരിച്ച് സിസ്റ്റം അത് ഓട്ടോമാറ്റിക് എടുത്തോളും. നെക്സ്റ്റ് ലൈൻ ഐറ്റം, അപ്പോൾ ഓൾറെഡി ഡെബിറ്റ് ലൈൻ ഐറ്റം കഴിഞ്ഞാൽ എനിക്കിനി ക്രെഡിറ്റ് ലൈൻ ഐറ്റം മതി. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? 50 എൻ്റർ ചെയ്യണം. ഇവിടെ ക്രെഡിറ്റ് എന്ന് പറയില്ല, അതിന് പകരം 50 നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. 50 എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾ സെർച്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് GL അക്കൗണ്ട് ലിസ്റ്റ് കിട്ടും. അപ്പോൾ ആ GL അക്കൗണ്ട് ലിസ്റ്റിൽ നിന്ന് എടുത്താൽ മതി. GL അക്കൗണ്ട് എടുത്തിട്ട് എനിക്ക് വേണ്ടത് കോമൺ സ്റ്റോക്ക് അക്കൗണ്ട് ആണ്. ഏത് അക്കൗണ്ടാണോ ക്രെഡിറ്റ് ചെയ്യേണ്ടത് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. ഇവിടെയും സ്പെഷ്യൽ GL ഇൻഡിക്കേറ്റർ ചോദിച്ചിട്ടുണ്ട്, ട്രാൻസാക്ഷൻ ടൈപ്പ് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ലൈനിൽ ന്യൂ കമ്പനി കോഡും ചോദിച്ചിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇൻ്റർ കമ്പനി ട്രാൻസാക്ഷൻ ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റും. അത് നമുക്കൊരു എക്സാമ്പിളായിട്ട് പിന്നീട് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. അങ്ങനെ അപ്പോൾ ഈ 3 കോളങ്ങൾ നിങ്ങൾ ബ്ലാങ്ക് ആയിട്ട് തന്നെ കൊടുക്കുക. ഇവിടെ നിന്ന് ഇനി എഗെയിൻ എൻ്റർ കീ കൊടുക്കുക, കാരണം എനിക്ക് ആ ലൈനായിട്ട് ഇൻഫർമേഷനിലേക്ക് പോകണം. അപ്പോൾ അവിടെ പോയി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കിത് എൻ്റെ ഫൈനൽ ലൈനാണ്, മീൻസ് എനിക്ക് വേറെ ഇൻഫർമേഷൻ ഒന്നും ഇല്ലെങ്കിൽ എന്ത് കൊടുത്താൽ മതി? ജസ്റ്റ് സാറെന്ന് കൊടുത്താൽ മതി. ടെക്സ്റ്റ് കോളത്തിൽ +1 കൊടുത്താൽ സിസ്റ്റം അത് ഫില്ല് ചെയ്യും. ഞാൻ ജസ്റ്റ് ഈ 2 ഇൻഫർമേഷനിൽ സ്റ്റാറും +ഉം കൊടുത്ത് എൻ്റർ കീ കൊടുത്തപ്പോൾ എമൗണ്ടും ടെക്സ്റ്റും ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ഡോക്യുമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പം ഇവിടെ ഈ ഒരു ട്രാൻസാക്ഷൻ്റെ ഒരു പ്രത്യേകത ഇത് മൾട്ടി സ്ക്രീനിലാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. മൾട്ടി ഡിസ്പ്ലേ ആണ്. നിങ്ങൾ 10 ലൈനായിട്ടുള്ള ട്രാൻസാക്ഷൻ 11 സ്ക്രീൻ വെച്ച് ചെയ്യണം. കാരണം ആദ്യം ബേസിക് ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്തു, നെക്സ്റ്റ് സ്ക്രീനിൽ പോയിട്ട് എമൗണ്ട് കൊടുത്തു, അടുത്ത സ്ക്രീനിൽ ഇൻഫർമേഷൻ കൊടുത്തു, ഇങ്ങനെ ഓരോ സ്ക്രീൻ മാറി 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 പോയി ചെയ്യേണ്ട ഒരു ട്രാൻസാക്ഷൻ ആണ്. അതാണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. ഈ ഡോക്യുമെൻ്റ് കസ്റ്റമൈസബിൾ ആണ്. അപ്പം നോർമലി നിങ്ങളുടെ ഓർഗനൈസേഷനിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നോർമലി ഉപയോഗിക്കുന്ന ഈ ട്രാൻസാക്ഷൻ ആയിരിക്കും. അതായത് നോർമൽ നമ്മുടെ FB50 എന്ന ഡോക്യുമെൻ്റ് നോർമലി നിങ്ങൾക്ക് സ്പെഷ്യൽ GL ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഒരു കോളം ഇല്ല. അപ്പം അതുകൊണ്ട് നോർമലി നിങ്ങളുടെ ഓർഗനൈസേഷൻ ഇൻറ്റേർണലി കസ്റ്റമൈസ് ചെയ്ത ഡോക്യുമെൻ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നോർമലി ഈ ഒരു ഫോർമാറ്റിലായിരിക്കും ഇത് ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലായി. ഇതിങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? മൾട്ടി സ്ക്രീനിൽ ചെയ്യണം. അല്ലാത്തൊരു രീതി കൂടി ഉണ്ട്, നമുക്കത് കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യേണ്ട രീതിയുണ്ട്. പക്ഷേ അവിടെയും നിങ്ങൾക്ക് എഫേർട്ട് കൂടുതലാണ്. മറ്റൊരു പ്രശ്നം, ഈ കസ്റ്റമൈസ്ഡ് ഡോക്യുമെൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡോക്യുമെൻറ്റിൽ പോസ്റ്റിംഗ് ഓപ്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഈ ഒരു കേസിൽ നിങ്ങൾക്ക് പാർക്ക് ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ ഡോക്യുമെൻ്റ് തന്നെ നിങ്ങൾക്ക് നോർമലി പാർക്ക് ഓപ്ഷൻ കാണാൻ പറ്റും. പാർക്ക് മീൻസ് ടെമ്പററി സേവിങ് ആണ്. നോർമലി ഇപ്പോൾ ഞാനതിൻ്റെ റിയൽ എക്സാമ്പിളിൽ ഞാൻ വർക്ക് ചെയ്ത കമ്പനിയിൽ അവിടെ നമുക്ക് ഈ ടൈപ്പ് ഡോക്യുമെൻ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ഈ F.02 അല്ല, അവിടെ അതിന് പകരം ഒരു കസ്റ്റമൈസ്ഡ് ഡോക്യുമെൻ്റ് ആയിരുന്നു. ആ ഡോക്യുമെൻ്റ് ഉപയോഗിക്കുമ്പോൾ അങ്ങനെ കസ്റ്റമൈസ്ഡ് ഡോക്യുമെൻ്റ് ആണെങ്കിലും സെഡ് ആണ് സ്റ്റാർട്ട് ചെയ്യുക. സെഡ് എന്ന് പറഞ്ഞിട്ടൊരു ഫസ്റ്റ് ഡിജിറ്റ് കൊടുത്തിട്ടാണ് എടുക്കുക. അപ്പോൾ അവിടെയും ഈ പാർക്ക് ഓപ്ഷൻ അവൈലബിൾ ആയിരുന്നില്ല. പോസ്റ്റ് മാത്രമേ ഉള്ളൂ. പോസ്റ്റ് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ എങ്കിൽ എന്താ ബുദ്ധിമുട്ട് വെച്ചാൽ നമുക്ക് ഒരു 25 അല്ലെങ്കിൽ 30 50 ലൈനുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഈ ഡോക്യുമെൻ്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ നമുക്ക് ലീവ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമുക്കറിയാം സിസ്റ്റം നമുക്ക് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് പോകാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഹാഫ് ഡേ ബ്രേക്കിൻ്റെ സമയത്താണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ചലഞ്ച് ഇതാണ്, ഈ ഡോക്യുമെൻ്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ നമുക്ക് നമ്മുടെ കമ്പനി വിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനൊരു ബുദ്ധിമുട്ടുണ്ട്. അതാണ് ഈ ടൈപ്പ് ഡോക്യുമെൻ്റ് ഒരു പ്രാക്ടിക്കൽ സൈഡിൽ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് കസ്റ്റമൈസ്ഡ് ആണെങ്കിൽ. കാരണം കസ്റ്റമൈസേഷൻ ഇവിടെയാണ് നോർമലി ചെയ്യാറ്. ഇനി ഇത്രയും ചെയ്ത ഡോക്യുമെൻ്റ് എനിക്ക് അതിൻ്റെ പ്രിവ്യൂ കാണണമെങ്കിൽ, അല്ലെങ്കിൽ ഇന്നലെ ഞാൻ പറഞ്ഞ സിമുലേഷൻ എന്നൊരു ഓപ്ഷൻ, സിമുലേഷൻ നിർബന്ധമല്ല, നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് പ്രിവ്യൂ കാണാൻ വേണ്ട. കാരണം ഇവിടെ എന്തായാലും നിങ്ങൾക്കത് കാണണം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ നിങ്ങൾ ഡോക്യുമെൻ്റ് അവിടെ സിമുലേറ്റ് എന്ന ഓപ്ഷനുണ്ട്. ഇത് കൊടുത്താൽ നിങ്ങൾക്കിങ്ങനെ അതിൻ്റെ ബ്രീഫ് ഇൻഫർമേഷൻ കാണും. അപ്പോൾ ഇവിടെ നിങ്ങൾക്കിവിടെ കാണാം
ലൈൻ ഐറ്റം 1 നമ്മൾ നേരത്തെ കൊടുത്ത ഹെഡർ ഇൻഫർമേഷനൊക്കെ ഇവിടെയുണ്ട്. ഇവിടെ ലൈൻ ഐറ്റം 1ൽ 40 ആണ് ലൈൻ ഐറ്റത്തിൻ്റെ, അതിൻ്റെ എത്രയാണ് എമൗണ്ട് എന്നുള്ളതും. നെക്സ്റ്റ് ലൈൻ ഐറ്റം 50 ആണ്, ക്രെഡിറ്റ് ലൈൻ ഐറ്റം ആണ് പോസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ്, അത് ഏത് അക്കൗണ്ടാണ്, ആ നറേഷൻ, ടോട്ടൽ ഡെബിറ്റ് വാല്യൂ എത്രയാണ്, ടോട്ടൽ ക്രെഡിറ്റ് വാല്യൂ എത്രയാണ്, ലൈൻ ഐറ്റം എത്ര ലൈൻ ഐറ്റങ്ങളുണ്ട്, ബാലൻസ് എത്രയാണ്, ഇങ്ങനെയുള്ള ഇൻഫർമേഷനൊക്കെ കാണാം. ഇനി ഇൻ കേസ് ചിലപ്പോൾ ഈ ലൈൻ ഐറ്റം ഇപ്പോൾ നമ്മൾ എമൗണ്ട് കാണുന്ന ഈ ഒരു കളറിലേക്ക്, ബ്ലൂ കളറിലേക്ക് ചിലപ്പോൾ ടേൺ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ അങ്ങനെ ബ്ലൂ കളറിൽ വന്നിട്ടുണ്ടാവും. അങ്ങനെ ബ്ലൂ കളർ ലൈൻ ഐറ്റം വന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ലൈൻ ഐറ്റത്തിൽ സംതിങ് എന്തോ എറർ ഉണ്ടെന്നാണ്. അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് കളറായിട്ടുള്ള ഈ ഒരു ഗ്രേ ബ്ലാക്ക്, കംപ്ലീറ്റ് ബ്ലാക്ക് ആയിരിക്കും, ഒരു ഗ്രേഷ് ബ്ലാക്കിലാണ് നോർമലി ടെക്സ്റ്റ്. അത് ആ ഗ്രേഷ് ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഈ തീമിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന തീം ഡാർക്ക് തീമാണെങ്കിൽ മറ്റൊരു കളറിലാണ് ഉണ്ടാവുക. കാരണം അത് ഡിഫറെൻറ്റ് തീം ഉണ്ടല്ലോ, നമുക്കത് നമ്മുടെ യൂസർ ലെവലിൽ നിങ്ങൾക്ക് തീമുകൾ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ആ തീം അനുസരിച്ച് മാറി വരും. പക്ഷേ ഇതാണ് SAPയുടെ ക്ലാസിക് ഡിസ്പ്ലേ ആണ് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പം ക്ലാസിക് ഡിസ്പ്ലേ ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ നോർമൽ എറർ ഇല്ലാത്ത ലൈൻ ഐറ്റങ്ങളാണെങ്കിൽ അത് ബ്ലാക്ക് കളറിലും, എറർ ഉള്ളതാണെങ്കിൽ അത് ബ്ലൂ കളറിലേക്ക് മാറും. ബ്ലൂ കളർ മീൻസ് ഈ ഒരു ബ്ലൂ കളറാണ്, ഈ ടെക്സ്റ്റ് താഴെ വന്നിരിക്കുന്ന എമൗണ്ടിൻ്റെ ബ്ലൂ കളറിലാണ്. ബ്ലൂ കളറിൽ വന്നു എന്നർത്ഥം അത് എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്നാണ്. മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവിടെ ടെക്സ്റ്റ് എന്തെങ്കിലും സംതിങ് ഇൻഫർമേഷൻ മിസ്സിങ് ആയിരിക്കും, അതുകൊണ്ടായിരിക്കും ബ്ലൂ കളറിൽ വരുന്നത്. അപ്പം ഞാനത് കാണിച്ചത് ജസ്റ്റ് ഒന്ന് പുറകോട്ട് പോകും നോക്കട്ടെ. ഇല്ല, ഞാൻ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അത് സിസ്റ്റം ഓട്ടോമാറ്റിക് അത് ഫില്ല് ചെയ്തു. ഓട്ടോമാറ്റിക് അത് ഫില്ല് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ലൈൻ ഐറ്റം ക്ലിക്ക് ചെയ്യുമ്പോൾ അത് എവിടെയാണ് മിസ്റ്റേക്ക് ഉള്ളത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നോർമലി ചിലപ്പോൾ ടെക്സ്റ്റ് മിസ്സിങ് ആയിരിക്കും. ടെക്സ്റ്റ് മിസ്സിങ് ആകാൻ കാരണം ഇതാണ്. ചിലപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ലൈൻ ജനറേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ചെയ്ത ഡെബിറ്റ് ലൈനും ക്രെഡിറ്റ് ലൈനും കറസ്പോണ്ടിങ് ആയിട്ട് മറ്റൊരു അഡീഷണൽ ലൈനൊക്കെ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ അഡീഷണൽ ലൈനുകളൊന്നും ടെക്സ്റ്റ് ഉണ്ടാകില്ല. കാരണം അവിടെ സിസ്റ്റം ബേസിക്കായ ഇൻഫർമേഷൻ മാത്രമേ ചെയ്യുള്ളൂ. എമൗണ്ടും GL അക്കൗണ്ടും മാത്രമേ ഉണ്ടാവുള്ളൂ, പോസ്റ്റ് കീ. ബാക്കി ഇൻഫർമേഷൻ നിങ്ങൾ തന്നെ കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഇൻഫർമേഷൻ മിസ്സാകുമ്പോൾ സിസ്റ്റം അതിന് ബ്ലൂ കളറിൽ കാണിക്കും. അപ്പോൾ ആ ലൈൻ ഐറ്റം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അത് ആ റിക്വയർഡ് ഇൻഫർമേഷൻ എന്താണോ, ടെക്സ്റ്റ് ആണോ, അല്ലെങ്കിൽ അസൈൻമെൻറ്റ് ആണോ, അല്ലെങ്കിൽ കോഴ്സ് സെൻറ്റർ ആണോ, പ്രോഫിറ്റ് സെൻറ്റർ ആണോ, എന്താണോ കൊടുക്കാൻ സിസ്റ്റം ആവശ്യപ്പെടുന്നത് ആ ഒരു ഫീൽഡ് ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അതിനെ സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. സേവ് ചെയ്യാൻ വേണ്ടി ഇവിടെ പോസ്റ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. തിരിച്ച് വരാൻ വേണ്ടി ഇപ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീനിലേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ച് വരാൻ വേണ്ടി ഗോ ടു എന്നുള്ള ബാക്ക് എന്ന ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് തിരിച്ച് ഡിസ്പ്ലേയിലേക്ക് വരാം, ഈ പ്രിവ്യൂ ഡിസ്പ്ലേയിലേക്ക് വരാം. അവിടെ വന്നതിന് ശേഷം ഡോക്യുമെൻറ്റിൽ പോസ്റ്റ് അല്ലെങ്കിൽ Ctrl+S കൊടുത്താൽ നിങ്ങൾക്ക് ഈ ഡോക്യുമെൻറ്റ് സേവ് ചെയ്യാൻ പറ്റും. അപ്പം എന്താ ഡോക്യുമെൻറ്റ് സെയിം സീരീസ് തന്നെ ഡോക്യുമെൻറ്റ് സേവ് ആയിട്ടുണ്ട്. ഡോക്യുമെൻറ്റ് ഇന്നലെ എടുത്ത പോലെ ഡിസ്പ്ലേ എടുത്ത് നോക്കിയാലോ, നിങ്ങൾ FB50 ചെയ്ത അതേ ഡോക്യുമെൻറ്റ് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഡോക്യുമെൻറ്റ് നിങ്ങൾ F.02 ചെയ്താലും FB50 ചെയ്താലും വ്യത്യാസമൊന്നുമില്ല. അത് രണ്ട് തരത്തിലുള്ള ഡോക്യുമെൻറ്റ് സ്ക്രീനാണെന്ന് മാത്രമേ ഉള്ളൂ. ചെയ്യുന്നതിൽ വ്യത്യാസമൊന്നുമില്ല. ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്, നിങ്ങൾ മൾട്ടി സ്ക്രീനിലൊക്കെ ചെയ്യണം. മറ്റേതാണെങ്കിൽ ഒറ്റ സ്ക്രീനിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് രണ്ട് തരത്തിലുള്ള ഡോക്യുമെൻ്റ് ടൈപ്പുകളുള്ളത്. ഒന്ന് ഡോക്യുമെൻ്റ് ടൈപ്പ് എന്ന് പറയാൻ പറ്റില്ല, രണ്ട് തരം സ്ക്രീനുകൾ അല്ലെങ്കിൽ രണ്ട് തരം ട്രാൻസാക്ഷൻ കോഡുകൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഒന്ന് F.02, മറ്റൊന്ന് FB50. ഈ FB50 നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ സ്മൂത്തായിട്ട് എൻ്റർ ചെയ്യും. അപ്പോൾ ഇങ്ങനെ എൻ്റർ ചെയ്യുന്നതിന് പകരം കുറച്ചുകൂടെ എളുപ്പത്തിൽ ഇത് എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് ഇവിടെ ഫാസ്റ്റ് എൻട്രി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, ഫാസ്റ്റ് എൻട്രി. ഈ ഫാസ്റ്റ് എൻട്രി എന്ന് പറയുമ്പോൾ ബേസിക് ഇൻഫർമേഷൻ നിങ്ങൾ ഫില്ല് ചെയ്യണം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ നമുക്ക് ടൈപ്പ്, കമ്പനി കോഡ്, പോസ്റ്റിംഗ് ഡേറ്റ്, ഈ ബേസിക് ഇൻഫർമേഷനൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് ഇത്രയും കാര്യങ്ങൾ ഞാൻ ഫില്ല് ചെയ്തു. അതിനുശേഷം ഫാസ്റ്റ് എൻട്രി ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ എനിക്കതിനെ ഏകദേശം നമ്മുടെ ആ സ്ക്രീന് സിമിലർ ആയിട്ടുള്ള സ്ക്രീൻ കിട്ടും. പക്ഷേ ഇവിടെ ഇത് കുറവാണ്, എന്താ പറയുക, അവിടെ ഡീറ്റെയിൽസ് കുറവാണ്. നമുക്ക് FB50 ആയപ്പോൾ ഒരുപാട് ലൈൻ, എനിക്ക് ഒരു ഏകദേശം 60 ഫീൽഡുകൾ ഉണ്ടായിരുന്നു. ഇവിടെ ആകെ 1, 2, 3, 4, 5, 6, 7, 8 ഫീൽഡേ ഉള്ളൂ. അതായത് പോസ്റ്റ് കീ ഉണ്ട്, അക്കൗണ്ട് ഉണ്ട്, എമൗണ്ട് ഉണ്ട്, പിന്നെ ടാക്സ് കോഡ്, ബിസിനസ് ഏരിയ, കോസ്റ്റ് സെൻറ്റർ, ഓർഡർ, കമ്പനി കോഡ്, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പം ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് പ്രോസസ്. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ നേരത്തെ ചെയ്ത അതേ ഡോക്യുമെൻറ്റ് 40 കൊടുത്തിട്ടുണ്ട്. പോസ്റ്റ് കീ 40 കൊടുത്തു, 100. പിന്നെ വേറൊരു കാര്യം, ഇത് നമുക്കിത് കുറച്ചുകൂടെ വേണമെങ്കിൽ പെട്ടെന്ന് എൻ്റർ ചെയ്ത് പോകാൻ മറ്റൊരു കാര്യം കൂടെ ഞാൻ കാണിക്കാം. നമുക്കൊന്ന് എക്സൽ ഒന്ന് എൻ്റർ ചെയ്യാം. ഇതൊക്കെ പണ്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന രീതിയായിരുന്നു. അപ്പോൾ എനിക്കിവിടെ 3 ഇൻഫർമേഷൻ കൊടുക്കാനേ ഉള്ളൂ. അപ്പം എനിക്ക് 40 എന്നുള്ള GL അക്കൗണ്ടും 40 എന്നുള്ള പോസ്റ്റ് കീയും
100,000 എമൗണ്ട് ഞാൻ തൽക്കാലം ഒരു കുറച്ച് എമൗണ്ട് ഫില്ല് ചെയ്യുന്നുണ്ട്. ഇവിടെ 50,300,000 ഈ എമൗണ്ടാണ്. അപ്പോൾ ഇത്രയും ലൈനായിട്ട് ഇങ്ങ് കോപ്പി എടുത്തിട്ട് മീൻസ് നമ്മൾ ഇതുപോലൊരു എക്സൽ ഷീറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. മെയിൻറ്റെയിൻ ചെയ്ത് കോപ്പി എടുത്തിട്ട് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്താൽ മതി. ഇതെന്താ പറ്റിയെന്ന് വെച്ചാൽ ഇവിടെ 2 കോളങ്ങളാണ് ഉള്ളത്, അതുകൊണ്ട് പറ്റിയത്. ഇത് മാത്രം എടുത്തിട്ട് നമുക്കവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമുക്കിങ്ങനെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിങ്ങനെ ഡീറ്റെയിൽസ് ഒരു എക്സലിലുണ്ടെങ്കിൽ, കാരണം നമ്മൾ ഏത് ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ അതിന് മുമ്പ് ഒരു എക്സൽ ഷീറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ ബേസിലാണുള്ള ഈ ട്രാൻസാക്ഷൻ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ എക്സലിൽ നിന്ന് നമുക്ക് ട്രാൻസാക്ഷൻ ഫിഗേഴ്സ് കോപ്പി എടുത്ത് പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ അതുകൊണ്ട് ഈ 2 ലൈനായിട്ടും ബ്ലൂ കളറിൽ നിൽക്കുന്നുണ്ട്. ഈ 2 ലൈനായിട്ടും ബ്ലൂ കളറിൽ നിൽക്കാനുള്ള കാരണം ഇതാണ്, ഈ 2 ലൈനൈറ്റത്തിലും ടെക്സ്റ്റ് മിസ്സിംഗ് ആണ്. അപ്പോൾ ടെക്സ്റ്റ് കൂടെ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അടുത്ത ലൈനൈറ്റത്തിലേക്ക് പോകുന്ന ഇവിടെ തന്നെ നെക്സ്റ്റ് ലൈനൈറ്റ് എന്നൊക്കെ ഓപ്ഷൻ ഇവിടെ തന്നെ കാണാൻ പറ്റും നിങ്ങൾക്ക് ഈ ടോപ്പിൽ തന്നെ. 2 ലൈനായിട്ടും കൊടുത്തതിന് ശേഷം നിങ്ങൾ ഗോ ടൂൽ ബാക്ക് എടുത്തു കഴിഞ്ഞാൽ അതിന് നോർമൽ കളറിലേക്ക് ടേൺ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അതിനെ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഈ പഴയ സ്ക്രീനിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഈ രീതിയിലൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. എന്താ പറയുക, നമുക്ക് ഒന്നുകിൽ മൾട്ടി സ്ക്രീൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സിംഗിൾ സ്ക്രീനിൽ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് പോസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എക്സലിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ എടുത്ത് കോപ്പി എടുത്ത് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണ ഈ ഡോക്യുമെൻറ്റിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇവിടെ സിസ്റ്റം ചെക്ക് ചെയ്യുന്ന ഒറ്റ കാര്യം ഇത് മാത്രമേ ഉള്ളൂ, ഈ ഡെബിറ്റ് ലൈനും ക്രെഡിറ്റ് ലൈനും ഈക്വൽ ആണോ എന്ന് മാത്രമേ ചെക്ക് ചെയ്യുള്ളൂ. നിങ്ങൾ ഇവിടെ ഏത് GL അക്കൗണ്ട് കൊടുത്തതുകൊണ്ട് സിസ്റ്റത്തിൻ്റെ ഒരു മാറ്റർ അല്ല. അവിടെ നോർമലി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏത് GL അക്കൗണ്ട് ഉപയോഗിച്ചാലും സിസ്റ്റം അത് ആക്സെപ്റ്റ് ചെയ്യും. അവിടെ ആ GL അക്കൗണ്ടിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഫീൽഡുകളെല്ലാം നിങ്ങൾ ഫില്ല് ചെയ്തതെന്ന് മാത്രമേ സിസ്റ്റം ചെക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ബാക്കിയുള്ള ഒരു അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിൻ്റെ ഒരു ഓപ്ഷൻസ് ഒന്നും SAP ചെക്ക് ചെയ്യാനില്ല. കാരണം SAP നമ്മൾ ഈ ബേസിക് ഫംഗ്ഷൻ ലെവലിൽ SAP ഒരു ഡാറ്റ എൻട്രിയെ പ്രതീക്ഷിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒട്ടുമിക്ക കമ്പനികൾ ഈ ഡാറ്റ എൻട്രി ഔട്ട്സോഴ്സ് ചെയ്യുന്നത്. കാരണം അത് കറക്റ്റായിട്ട് ചെയ്യാൻ ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി സ്കില്ല് ആവശ്യമില്ല, അക്കൗണ്ടിങ് സ്കില്ലൊന്നും ആവശ്യമില്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് എന്ത് ചെയ്ത് കൊടുത്താൽ മതി, ആ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും ചെയ്യാൻ പറ്റുന്ന സ്കില്ലേ ഉള്ളൂ ഈ ഡാറ്റ എൻട്രി ലെവലിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ചെക്കിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം നമുക്ക് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അവർ ഡോക്യുമെൻറ്റിനെ പാർക്ക് എന്ന കോൺസെപ്റ്റിലേ ചെയ്ത് വെക്കുകയുള്ളൂ, പോസ്റ്റ് ചെയ്യില്ല, പാർക്കേ ചെയ്യുള്ളൂ. അത് നമുക്ക് അതിലേക്ക് വരാം. അപ്പം ഇതാണ് ഈ ട്രാൻസാക്ഷൻ നോർമലി എൻറ്റർ ചെയ്യുന്ന ഒരു രീതി SAPയിൽ. അത് നമുക്ക് 2 രീതി ചെയ്യാം, ഫാസ്റ്റ് എൻട്രിയും ചെയ്യാം, അതുപോലെ തന്നെ നോർമൽ എൻട്രിയും ചെയ്യാം. 2 ലൈനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നോർമൽ എൻട്രി ചെയ്താൽ മതി. ഒരുപാട് ലൈൻ ഐറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഫാസ്റ്റ് എൻട്രി ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഫാസ്റ്റ് എൻട്രി ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനെ എളുപ്പത്തിൽ 3 ഇൻഫർമേഷൻ മാത്രം കൊടുത്ത് സേവ് ചെയ്യാം. അതായത് പോസ്റ്റ് കീയും, അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പറും, പിന്നെ നമ്മുടെ എമൗണ്ടുകൾ മാത്രം കൊടുത്ത് നിങ്ങൾക്ക് സേവ് ചെയ്തതിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് ബാക്കി ഇൻഫർമേഷൻ എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഞാനിത് സേവ് ചെയ്യുന്നില്ല, ഓൾറെഡി 2 എൻട്രി സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നോർമൽ GL അക്കൗണ്ടിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഡോക്യുമെൻ്റ് ടൈപ്പ്. ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത്, ഇതൊക്കെ നമുക്കിനി കണക്ട് ചെയ്ത് പോകുന്ന കാര്യം തന്നെയാണ്. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞു ഓൾറെഡി നമുക്ക് ഡോക്യുമെൻ്റ് പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കവിടെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പെർമിഷൻ കുറവാണെന്ന് പറഞ്ഞു. അപ്പം എഡിറ്റ് ചെയ്യാൻ വേണ്ടി പെർമിഷൻ കുറവാണെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത ഡോക്യുമെൻറ്റിൽ ഒരു ക്രിട്ടിക്കൽ മിസ്റ്റേക്ക് വന്നാൽ നമുക്ക് അത്രയും പെർമിഷൻസ് ഇല്ല എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഡോക്യുമെൻ്റ് എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഞാനിപ്പോൾ ഓൾറെഡി ചെയ്ത 3 ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എനിക്ക് എമൗണ്ടുകൾ എഡിറ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് അതിൻ്റെ അക്കൗണ്ട് കറൻസി മാറ്റാൻ പറ്റുമോ, അക്കൗണ്ട് മാറ്റാൻ പറ്റുമോ, ഇതൊക്കെ ഒന്ന് നോക്കണം. അപ്പോൾ അതിന് നമ്മൾ ഇന്നലെ നോക്കിയ അതേ ഫോൾഡറുണ്ട്, അതായത് അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, GL, ജനറൽ ലെഡ്ജർ, അതിൽ ഡോക്യുമെൻ്റ് എന്ന് പറയുന്ന ഫോൾഡർ, ഡോക്യുമെൻ്റ് എൻട്രിക്ക് തൊട്ടടുത്ത ഫോൾഡർ ഡോക്യുമെൻ്റ്. അതിൽ ഡിസ്പ്ലേ എന്ന ഓപ്ഷൻ നമ്മൾ ഇന്നലെ ഓൾറെഡി നോക്കി, അത് ഡോക്യുമെൻ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. ഇനി FB02 ചേഞ്ച്, ഇതും ഡിസ്പ്ലേയും ചേഞ്ചും എടുക്കുന്ന രീതി ഒന്ന് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല, സെയിം മെത്തേഡ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക്
ഓൾറെഡി നമ്പർ അറിയാമെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് എടുക്കാം, ഇല്ലെങ്കിൽ ഡോക്യുമെൻറ്റ് ലിസ്റ്റിൻ്റെ ഹെൽപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഞാനിപ്പം സെക്കൻഡ് ഡോക്യുമെൻ്റ് എനിക്ക് ചെയ്യേണ്ടത് 2025-ൻ്റെയാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ കറണ്ട് ഇയറിൽ 2025 മാത്രമേ നിങ്ങൾ എൻട്രി കൊടുത്താൽ ബൈ ഡിഫോൾട്ട് കറണ്ട് ഇയറിലേക്ക് പോയിക്കോളൂ. പ്രീവിയസ് ഇയറിലേക്ക് പോകണമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നമ്പർ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ സിസ്റ്റം കറണ്ട് ഇയർ എടുക്കും. ബാങ്ക് ആണെങ്കിൽ കറണ്ട് ഇയർ എടുക്കും. അപ്പോൾ ഇങ്ങനെ ഡോക്യുമെൻ്റ് കാണിച്ചു. ഈ ഡോക്യുമെൻ്റ് കാണിച്ചു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു 2 ലെവൽ ഓഫ് ഇൻഫർമേഷൻ ഉണ്ടോ എന്ന് ഞാൻ പറഞ്ഞു. 2 തരം വ്യൂ ഉണ്ട്. അത് ഡോക്യുമെൻറ്റ് എൻട്രി വ്യൂവും GL വ്യൂ ആണ്. 2 തരം ഇൻഫർമേഷൻ ഉണ്ടോ എന്ന് പറഞ്ഞു. ഒന്ന് ഹെഡർ ഇൻഫർമേഷനും അതുപോലെ തന്നെ ലൈൻ ഐറ്റം ഇൻഫർമേഷനും. ഹെഡർ ഇൻഫർമേഷൻ കാണാൻ വേണ്ടി ഡിസ്പ്ലേ ഡോക്യുമെൻ്റ് ഹെഡർ ക്ലിക്ക് ചെയ്താൽ മതി. ഈ ഡോക്യുമെൻ്റ് ഹെഡർ ക്ലിക്ക് ചെയ്ത സമയത്ത് ഇവിടെ നിങ്ങൾക്ക് 2 ഇൻഫർമേഷൻ കാണാൻ പറ്റും. ഒന്ന് ഡോക്യുമെൻ്റ് ഹെഡർ ടെക്സ്റ്റ്, മറ്റൊന്ന് റെഫറൻസ്. ഈ 2 കോളങ്ങൾ മാത്രം റെഡ് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ട് കാണാൻ പറ്റും. ഈ റെഡിൽ ഹൈലൈറ്റ് ചെയ്ത് വെച്ചു എന്ന് പറയുന്നത് ആ 2 കോളങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. അതാണ് ആ റെഡിൽ ഹൈലൈറ്റ് ചെയ്തത്. അപ്പം അതിനകത്ത് കറൻസിയോ അല്ലെങ്കിൽ ഡേറ്റോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ബേസിക് ആയ ഡീറ്റെയിൽസ് മാത്രമേ ഉള്ളൂ. ഹെഡർ ടെക്സ്റ്റ് മീൻസ് ഒരു നറേഷനാണ്, റെഫറൻസ് ഒരു നറേഷനാണ്. അപ്പോൾ ഈ ഡോക്യുമെൻ്റ് ഹെഡർ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത് 2 കാര്യങ്ങളേ ഉള്ളൂ. ഈ ഡോക്യുമെൻറ്റിൻ്റെ ഹെഡർ ടെക്സ്റ്റും റെഫറൻസും മാത്രം. ഇതും ചില കമ്പനിയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അതവർ ചിലപ്പോൾ അത് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് ബ്ലോക്ക് ചെയ്യുന്നത് സിമ്പിളായ സെറ്റിങ്സ് ആണ്. അതും കൂടെ ബ്ലോക്ക് ചെയ്യുന്നത് ഒരു സിമ്പിൾ സെറ്റിങ്സ് ആണ്. ജസ്റ്റ് പറഞ്ഞ കൂടെ അതും കൂടെ പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഈ ഡോക്യുമെൻ്റ് ടൈപ്പ് എന്നൊരു ഓപ്ഷൻ നമ്മൾ ഓൾറെഡി കണ്ടല്ലോ. ഡോക്യുമെൻ്റ് ടൈപ്പിൽ നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന വർക്ക് ചെയ്യുന്ന ഡോക്യുമെൻ്റ് എസ് എ ഡോക്യുമെൻ്റാണ്. ഈ എസ് എ ഡോക്യുമെൻ്റ് നിങ്ങളൊന്ന് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഏറ്റവും താഴെ ഈ 2 ഓപ്ഷൻ കണ്ടോ. ഈ 2 ഓപ്ഷൻ റിക്വേർഡ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ, ഈ 2 ഓപ്ഷൻ റിക്വേർഡ് ഡ്യൂറിങ് എൻട്രി ആയി കഴിഞ്ഞാൽ പിന്നെ ഈ ഓപ്ഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ചില കമ്പനികൾ എന്ത് ചെയ്യും, അത് റിക്വേർഡാക്കി മാറ്റും. മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കതും എഡിറ്റബിൾ ആയിരിക്കില്ല. അപ്പം ഹെഡർ ഇൻഫർമേഷനിൽ പൊതുവേ നമുക്ക് കോമൺ ആയിട്ട് പറയുമ്പോൾ നോർമൽ സിനാരിയോയിൽ നമുക്ക് ഹെഡർ ടെക്സ്റ്റും അതുപോലെ തന്നെ റെഫറൻസും മാത്രമേ എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇപ്പോൾ എക്സാമ്പിൾ പറയാം, ഞാനിവിടെ ഹെഡർ ടെക്സ്റ്റിൽ ചെറിയൊരു കറക്ഷൻ വരെ പറ്റും. ഞാൻ ക്യാപിറ്റൽ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ അതിന് പറയാം ഞാൻ ക്യാപിറ്റൽ ആപ്ലിക്കേഷൻ മണി എന്ന് കൊടുത്തിട്ടുണ്ട്. ഫുള്ള് കൊടുക്കാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ആപ്പ് ഇത്രയും ടെക്സ്റ്റ് കൊടുത്തത് ആപ്പ് മുന്നിൽ കൊടുത്തിട്ടുണ്ട്. ഇത്രയും ടെക്സ്റ്റ് സപ്പോർട്ട് ചെയ്യുള്ളൂ. ബാക്കി ഇവിടെ റെഫറൻസിൽ മാറ്റമൊന്നും വരുത്തില്ല. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അത് കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുത്താൽ മതി. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ ആ ഇത് ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, ഇനി ഞാനത് സേവ് ചെയ്യുമ്പോൾ ആ ഡീറ്റെയിൽസ് സേവ് ആയിട്ടുണ്ടാവും. ഇനി അടുത്തത് ലൈൻ ഐറ്റത്തിൽ ഓരോ ലൈൻ ഐറ്റം ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ലൈൻ ഐറ്റത്തിൽ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ വരുത്താം. ഇപ്പം അസൈൻമെൻറ്റ് നമ്പർ ഓൾറെഡി വന്നിട്ടുണ്ട്, അതും എനേബിൾ ആണ്. അതുപോലെ തന്നെ ടെക്സ്റ്റും എനേബിൾ ആണ്. അപ്പോൾ ഇവിടെ ടെക്സ്റ്റിന് ഈ 2 കോളങ്ങളെ ഇവിടെ നമുക്ക് മാറ്റം വരുത്താൻ പറ്റുള്ളൂ. അതായത് ടെക്സ്റ്റ് കോളം അസൈൻമെൻറ്റ് കോളം മാത്രമേ എനേബിൾ ആയിട്ടുള്ളൂ. ഈ 2 കോളങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്താണ്ട് വരും. അപ്പോൾ ഇവിടെ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ 25 പകരം 2025 എന്ന് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും മാറ്റം വരുത്താണെങ്കിൽ നമുക്ക് മാറ്റം വരുത്താം. അതിനുശേഷം അത് സേവ് ചെയ്യാം. നെക്സ്റ്റ് ലൈൻ ഐറ്റം മാറ്റം വരുത്താൻ നെക്സ്റ്റിലും ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ലൈൻ ഐറ്റം മാത്രമല്ലേ മാറ്റുള്ളൂ. അടുത്ത ലൈൻ ഐറ്റം മാറ്റണമെങ്കിൽ അതുപോലെ അതും ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെയും മാറ്റം വരുത്താൻ വേണ്ടി പറ്റും. 2025. അപ്പോൾ ഇങ്ങനെ നമുക്ക് കറക്ഷൻ വരുത്താം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇപ്പോൾ ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് പറയുമ്പോൾ നമുക്ക് ലിമിറ്റഡായ ഏരിയകൾ മാത്രമേ നമുക്ക് കറക്ഷൻസ് പെർമിഷൻ ഉള്ളൂ. അതായത് ടെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താ പറയുക, ക്രിട്ടിക്കലായിട്ടുള്ളൊരു ഏരിയ അല്ലല്ലോ. നറേഷനിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഓർത്തിരിക്കുക. അപ്പോൾ അതിൻ്റെ T കോഡ് ഞാൻ പറഞ്ഞു F.02 ആണ് എന്ന് പറഞ്ഞു.
ഡോക്യുമെൻറ്റ് ചേഞ്ച് ലൈൻ ഐറ്റം മീൻസ് ലൈൻ ഐറ്റം വൈസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് ഫസ്റ്റ് ലൈൻ ഐറ്റം ചേഞ്ച് ചെയ്യണം, സെക്കൻഡ് ലൈൻ ഐറ്റം ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് ലൈൻ ഐറ്റം സെലക്ട് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഈ ലൈൻ ഐറ്റം എന്ന് പറയുന്നത്. അതത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം, ഇവിടെ തന്നെ FB04 ഉണ്ട്. FB04 എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ ഈ ഡോക്യുമെൻ്റ് ചേഞ്ച് ചെയ്തു, ഞാൻ അല്ലെങ്കിൽ ആരോ ചേഞ്ച് ചെയ്തു, ഈ ചേഞ്ചസ് എന്താണ് വരുത്തിയെന്ന് വേണമെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം എക്സാമ്പിൾ പറയാം, ഈ ഒരു ഡോക്യുമെൻ്റ് ഞാൻ എൻ്റർ കൊടുത്തു. അപ്പോൾ എൻ്റർ കൊടുത്ത സമയത്ത് ഇവിടെ കാണിക്കുന്നത് ചേഞ്ച്ഡ് ഹെഡർ ടെക്സ്റ്റിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്, ടെക്സ്റ്റുകളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഞാൻ ഹെഡർ ടെക്സ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. ഹെഡർ ടെക്സ്റ്റ് എടുത്ത സമയത്ത് ഇവിടെ കാണിക്കുന്നുണ്ട് ഈ ദിവസമാണ്, മീൻസ് 31/1/7 ചേഞ്ച് ചെയ്തേക്കുന്നത്. ഹെഡർ ടെക്സ്റ്റിൽ ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, അതിങ്ങനെ ഈ ഒരു ഇതിലേക്ക് മാറ്റി. ഇനി ആ വാല്യൂ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഇൻഫർമേഷൻ കാണാൻ പറ്റും. അത് ഏത് യൂസറാണത് മാറ്റിയത്, ഏത് സമയത്താണ് മാറ്റിയത്, അതിൻ്റെ വാല്യൂ ഏത് വാല്യൂ നിന്ന് എങ്ങോട്ടാണ് മാറ്റിയത്, ഏത് ട്രാൻസാക്ഷനാണ് അതിന് വേണ്ടി ഉപയോഗിച്ചത്, അതിൻ്റെ ഒബ്ജക്റ്റ് വാല്യൂ എന്താണ്, ചേഞ്ച് നമ്പർ, ഇങ്ങനെ മീൻസ് അതിൻ്റെ അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ ബാക്ക് എൻഡിൽ ഓഡിറ്റ് ട്രയലിൽ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇൻഫർമേഷൻ നിങ്ങൾക്കത് കാണാൻ പറ്റും, ഈ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഈ കോളങ്ങൾക്കെല്ലാം ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് ഡോക്യുമെൻ്റ് ഹെഡർ എന്ന് പറയുന്ന ഫീൽഡുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു കൺസൾട്ടൻറ്റ് ലെവലിലേക്ക് പോകുമ്പം ഈ ഫീൽഡുകൾ ടേബിളിൽ വായിക്കുമ്പം ഈ ഡോക്യുമെൻ്റ് ഇതൊന്നും ആയിരിക്കില്ല. അപ്പോൾ അതാണ് ഈ ടെക്നിക്കൽ നെയിം എന്ന് പറയുന്നത്. ഇത് കണ്ടോ, BKPF BKTXT എന്നൊക്കെ പറയുന്നത്, ഇങ്ങനെയാണ് ഫീൽഡുകളെ ഇത് ചെയ്യുക. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ അബാപ്പ് ലെവൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ലെവലിൽ നമുക്ക് ഈ ഫീൽഡുകളെ അല്ലെങ്കിൽ ബാക്ക് എൻഡിൽ പോകുമ്പോൾ ഈ ഫീൽഡുകൾ ഈ രീതിയിലേ കാണുകയുള്ളൂ. അതുകൂടെ ഒന്ന് ഓർത്തിരിക്കുക. അത് നിങ്ങൾക്ക് നോർമലി യൂസർ ലെവൽ ആവശ്യമുള്ള ജസ്റ്റ് ഇത് കണ്ടപ്പോൾ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം എല്ലാ കോളങ്ങൾക്കും ഇതുപോലെ ഒരു കറസ്പോണ്ടിങ് നെയിമുണ്ട്. അത് കിട്ടാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടില്ല. നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്ത സമയത്ത് അവിടെ ഹെൽപ്പ് എടുത്ത് ചെയ്താൽ മതി. ഹെൽപ്പ് എടുക്കുമ്പോൾ ആ ഒരു ഓപ്ഷൻ വരും. ഹെൽപ്പിലൂടെ ഒരു ടെക്നിക്കൽ നെയിമുണ്ട്. ആ ടെക്നിക്കൽ നെയിം എടുത്തു കഴിഞ്ഞാൽ ആ നെയിം കാണിക്കും. നിങ്ങൾക്ക് ഏതിൻ്റെയും വാല്യൂ കാണാൻ പറ്റും. ടേബിൾ നെയിം ഇതാണ്, ഫീൽഡ് നെയിം ഇതാണ്, അങ്ങനെ എല്ലാത്തിനെയും കാണാൻ പറ്റും. അത് ആ ഹെൽപ്പ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. അത് പക്ഷേ നിങ്ങൾക്ക് അത്ര യൂസ്ഫുൾ ആയിരിക്കില്ല. നിങ്ങളത് പിന്നീട് കൺസൾട്ടൻറ്റ് ലെവലിലേക്ക് പോകുന്ന സമയത്ത് വേണമെങ്കിൽ ആ ടേബിളുകളിലാണല്ലോ നിങ്ങൾക്ക് കുറച്ചുകൂടെ കറക്ഷൻസ് ഒക്കെ വരുത്താനുള്ളൂ. അപ്പോൾ ആ സമയത്ത് വേണമെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓർത്തിരിക്കുക, നമ്മൾ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ ചേഞ്ചസ് അത്രയും ഡീപ്പായിട്ട് സിസ്റ്റം ട്രാക്ക് ചെയ്യുന്നുണ്ട് എന്ന് ഓർത്തിരിക്കും. അപ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ടൊരു ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യുന്നതും ആ പ്രിപ്പയർ ചെയ്ത ഡോക്യുമെൻറ്റുകൾ നിങ്ങൾ എങ്ങനെ കാണാൻ പറ്റും, അതിനുവേണ്ടി നിങ്ങൾക്ക് ഏതൊക്കെ റിപ്പോർട്ടുകൾ കാണാൻ പറ്റും, ഇനി എങ്ങനെ നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റും, ചേഞ്ചസ് വരുത്തുമ്പോൾ നിങ്ങൾക്ക് ഏത് എക്സ്റ്റെൻറ്റ് വരെ ചേഞ്ച് ചെയ്യാൻ പറ്റും, ഇനി ചേഞ്ചസ് ഇൻ കേസ് ആരെങ്കിലും ചേഞ്ച് ചെയ്താൽ അത് എന്തായിരുന്നു ചേഞ്ചസ് വരുത്തിയത് എന്ന് അത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അതിന് റീഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ നമ്മൾ ഓൾറെഡി കണ്ടു. ഡോക്യുമെൻ്റ് ചെയ്തപ്പോൾ നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു പോസ്റ്റ് ചെയ്ത ഡോക്യുമെൻ്റ് നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആകുമ്പം നമുക്കൊരു പ്രശ്നമുണ്ട്. നമുക്ക് എല്ലാ ഡോക്യുമെൻറ്റും ഇമ്മീഡിയറ്റ് ചിലപ്പോൾ സേവ് ചെയ്ത് വെക്കാൻ പറ്റില്ലല്ലോ, കാരണം ചിലപ്പോൾ ഇൻഫർമേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടാകില്ല. ഇനി അങ്ങനെയല്ല, ഇൻഫർമേഷൻ ഉണ്ടെങ്കിലും നമ്മളിപ്പോൾ ഡോക്യുമെൻ്റ് പ്രോസസ്സ് ചെയ്യുന്ന ഒരു സമയത്ത് നമുക്കതിൻ്റെ കംപ്ലീറ്റ് കോൺസെപ്റ്റ് ഒന്നും ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. മീൻസ് അത് എക്സാക്ട്ലി എല്ലാ എമൗണ്ട് ആണോ, അല്ലെങ്കിൽ അങ്ങനെയല്ല, ചിലപ്പോൾ നമുക്ക് ഇനി വേണമെങ്കിൽ നമ്മളെത്തുള്ള അത്ര ഒരു പ്രസൻസ് ഓഫ് മൈൻഡിലായിരിക്കും നമുക്ക് ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഡോക്യുമെൻ്റ് പ്രോസസ്സ് ചെയ്യണം, പക്ഷേ അതിന് ഒന്നും കൂടി ഒന്ന് വെരിഫൈ ചെയ്യണം. കാരണം ഡോക്യുമെൻ്റ് നമ്മുടെ ആ ലോഡ് അങ്ങ് കംപ്ലീറ്റ് ചെയ്താൽ പിന്നെ നമുക്ക് സമയമെടുത്ത് തന്നെ ഒന്ന് വെരിഫൈ ചെയ്യണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ഓപ്ഷൻ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനാണ് ഈ ഡോക്യുമെൻ്റ് പാർക്കിംഗ് എന്ന് പറയുന്നത്. അത് ജനറൽ പ്രാക്ടിക്കൽ യൂസേജ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഈ ഡോക്യുമെൻ്റ് പാർക്കിംഗ് SAP ആക്ച്വലി പറയുന്നത് അതിനൊരു മേക്കർ ചെക്കർ കോൺസെപ്റ്റ് എന്നാണ് പറയുക. മേക്കർ ചെക്കർ, ഇതാണ് SAP ഇതിന് പറയുന്ന ആപ്ലിക്കബിലിറ്റി. ഇതാണ് മേക്കർ ചെക്കർ. മേക്കർ ചെക്കർ എന്ന് പറയുന്നത് ഇപ്പോൾ യൂസർ 1 ആണ് മേക്കർ, യൂസർ 2 ആണ് ചെക്കർ. അപ്പം മേക്കറുടെ റെസ്പോൺസിബിലിറ്റി ഡോക്യുമെൻ്റ് പ്രിപ്പയർ അല്ലെങ്കിൽ ഡാറ്റ എൻട്രി. ചെക്കറുടെ റെസ്പോൺസിബിലിറ്റി അതിനെ പ്രോസസ്സ് ചെയ്യുക അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുക.
അല്ലെങ്കിൽ അപ്രൂവ് ചെയ്യാം. ഇത് നമ്മുടെ എഫ് ഐയിലാണ് ഈ ഒരു കോൺസെപ്റ്റ് ഉള്ളത്. എഫ് ഐയിലാണ് നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് ഉള്ളത്. എം എം മോഡ്യൂളിലൊക്കെ ഇവിടെ റിലീസ് സ്ട്രാറ്റജി എന്ന് പറയുന്ന സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കുന്നത്. റിലീസ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു പർച്ചേസ് ഓർഡർ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് പറയാം കമ്പനി തന്നെ ഫിക്സ് ചെയ്യുന്ന 10,000 വരെയുള്ള ഓർഡേഴ്സ് ആണെങ്കിൽ അതിൻ്റെ ക്ലർക്കിന് തന്നെ അത് എന്ത് ചെയ്യാം, ഫൈനൽ ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ അതിനെ പ്രോസസ്സ് ചെയ്യാം. പ്രിൻ്റ് ഔട്ട് എടുക്കണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ അതിനെ എന്ത് ചെയ്യാം, ഫൈനലി സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഒരു 50,000 ഒക്കെ വരെയാണെങ്കിൽ അതിൻ്റെ സ്റ്റോർ കീപ്പർ അല്ലെങ്കിൽ സ്റ്റോർ മാനേജർ. ഇനി ഒരു 2 lakh വരെയാണെങ്കിൽ പ്രൊജക്റ്റ് മാനേജർ, PM. അതിന് മുകളിലേക്കാണെങ്കിൽ CM, കൺട്രി മാനേജർ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇവിടെ ഒരു 9 സ്റ്റേജ് വരെയൊക്കെ നിങ്ങൾക്ക് റിലീസ് സ്ട്രാറ്റജി സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. 9 സ്റ്റേജ് ഓഫ് അപ്രൂവൽ സ്റ്റേജുകൾ സെറ്റ് ചെയ്ത് വെക്കാനുള്ള പ്രൊവിഷൻ നമുക്ക് MMലുണ്ട്. ഇങ്ങനെ ചെയ്യാനുള്ള പ്രൊവിഷൻ MMലേ ഉള്ളൂ. നമുക്ക് ഇവിടെ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല ഇവിടെ. കാരണം ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു എമൗണ്ട് വെച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. കാരണം നമുക്ക് അങ്ങനെ ഒരു മൾട്ടിപ്പിൾ സ്റ്റേജിൻ്റെ ആവശ്യമില്ല. ഇവിടെ നമ്മൾ ഓൾറെഡി കണ്ടൊരു കാര്യമുണ്ട്. നമുക്ക് യൂസർ ലെവലിൽ ഒരു ടോളറൻസ് ഉണ്ടായിരുന്നു അല്ലേ, നമ്മൾ ഓൾറെഡി ചെയ്തു. അപ്പോൾ നമ്മൾ ഇപ്പോൾ അവിടെ കൊടുത്തേക്കുന്ന ഒരു ലാർജ് എമൗണ്ടാണ് കൊടുത്തേക്കുന്നത്, 999 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങനെ ഒരു എമൗണ്ട് ഇല്ലയെന്ന് വിചാരിക്കുക. നിങ്ങൾ പറയാം നിങ്ങളുടെ ഡാറ്റ എൻട്രിക്ക് നിങ്ങൾ കൊടുക്കുന്ന പെർമിഷൻ എന്ന് പറയുന്നത് 10,000 വരെ നിങ്ങൾ ഡാറ്റ എൻട്രിക്ക് പെർമിഷൻ കൊടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ 1,000 വരെ കൊടുക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുക ഡാറ്റ എൻട്രിക്ക്. അപ്പോൾ 1,000 വരെ പെർമിഷൻ കൊടുത്തു എന്ന് പറയുമ്പം 2 കാര്യങ്ങളാണ് ഉള്ളത്. അയാൾക്ക് പ്രോസസ്സ് ചെയ്യാൻ വരുന്ന ഡോക്യുമെൻറ്റിൻ്റെ കാര്യങ്ങളാണ് 10,000 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 1,000 എന്ന് പറയുന്നത്. ഈ പ്രോസസ്സ് ചെയ്യാന്ന് പറയുമ്പം ഇതാണ് ആക്ടിവിറ്റി. അയാൾക്ക് ആ ഡോക്യുമെൻറ്റിനെ അപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾക്ക് കിട്ടുന്ന പെർമിഷനാണ് 10,000 എന്ന് പറഞ്ഞാൽ. 1,000 രൂപ വരെയുള്ള ഡോക്യുമെൻ്റ് ആണെങ്കിൽ 1,000 രൂപയാണ് അതിൻ്റെ ടോട്ടൽ വാല്യൂ എങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം, ആ ഡോക്യുമെൻറ്റിനെ അയാൾക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സേവ് ചെയ്യാൻ പറ്റും. അതിന് മുകളിലേക്ക് വന്നാലോ അയാൾക്ക് അതിനെ ജസ്റ്റ് പാർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ. അതാണ് പ്രോസസ്സ്. കാരണം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി, അത് ഫൈനലി സേവ് ആയി. അപ്പോൾ അതുകൊണ്ട് യൂസറോട് പറയും നിങ്ങളത് പോസ്റ്റ് ചെയ്യരുത്, അത് പാർക്ക് ചെയ്യുക മാത്രമേ ചെയ്യാവുള്ളൂ. പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്കില്ലായ ഒരാൾ എന്ത് ചെയ്യും, അയാളെ ചെക്ക് ചെയ്യും. ഇപ്പോൾ അത് ചിലപ്പോൾ സീനിയർ അക്കൗണ്ടൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ചീഫ് അക്കൗണ്ടൻ്റ് ആയിരിക്കാം. അയാൾ അത് വെരിഫൈ ചെയ്ത് നമ്മളുടെ റെക്കോർഡായ കാര്യങ്ങൾ തന്നെയാണോ ഡെബിറ്റ് ചെയ്തേക്കുന്നത്, റെക്കോർഡായ കാര്യങ്ങൾ തന്നെയാണോ ക്രെഡിറ്റ് ചെയ്തേക്കുന്നത്, GL അക്കൗണ്ടുകൾ കറക്റ്റാണോ, അതുപോലെ തന്നെ അതിൻ്റെ ചാർജ് ചെയ്തേക്കുന്ന അതർ എലമെൻസുകൾ കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് ഡോക്യുമെൻ്റ് ഓക്കെ ആണെങ്കിൽ അയാളത് ഫൈനലി അപ്രൂവ് ചെയ്യും. അപ്പോൾ ഈ നമ്മൾ തേർഡ് പാർട്ടി ഡാറ്റ എന്താ പറയുക, ഡാറ്റ എൻട്രിക്ക് വേണ്ടി നമ്മൾ തേർഡ് പാർട്ടീസിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ഈ രീതിയിൽ അത് ചെയ്യും. ഈ മേക്കേഴ്സാണ് ഡാറ്റ എൻട്രി ചെയ്യുന്നത്. ചെക്കേഴ്സ് നമ്മുടെ ഓൺ കമ്പനിയുടെ അതോറിറ്റി അവരത് വെരിഫൈ ചെയ്തതിന് ശേഷം അത് പ്രോസസ്സ് ചെയ്യുന്ന രീതി. അപ്പം ഇതാണ് ഈ കോൺസെപ്റ്റ്. ഈ പാർക്കിംഗ് എന്ന കോൺസെപ്റ്റ് കൊണ്ട് ഉപയോഗിക്കുന്നത് മേക്കർ ചെക്കർ എന്നാണ്. പക്ഷേ നമുക്കവിടെ മേക്കർ ചെക്കറിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് വേണമെങ്കിൽ നമുക്ക് തന്നെ ഒരു സെക്കൻഡ് വെരിഫിക്കേഷന് വേണ്ടി നമുക്ക് തന്നെ ഉപയോഗിക്കാം. കാരണം നമുക്ക് തന്നെ അപ്രൂവൽ ഓൾറെഡി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം അതിനൊന്ന് പാർക്ക് ചെയ്ത് വെച്ച് പിന്നീട് അതിനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ പാർക്ക് ഡോക്യുമെൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഫസ്റ്റ് അതൊരു നോൺ അക്കൗണ്ടിങ് ഡോക്യുമെൻ്റ് ആയിരിക്കും. നോൺ അക്കൗണ്ടിങ് ഡോക്യുമെൻ്റ് ആയിരിക്കും. രണ്ടാമത്തെ കേസ് ബാലൻസ് നോട്ട് റിഫ്ലക്ട്സ് ഇൻ റിപ്പോർട്ട്സ്. അത് എഡിറ്റബിൾ ആയിരിക്കും. ഡിലീറ്റബിൾ ആയിരിക്കും. ഫിഫ്ത്ത് അതിൽ നമ്പർ അസൈൻ ചെയ്യും. ഇന്റേണലി
ഇത്രയും കാര്യങ്ങളാണ് ഒരു ഡോക്യുമെൻ്റ് പാർക്കിങ്ങിൻ്റെ കേസിൽ പാർക്ക് ഡോക്യുമെൻ്റ് കേസിൽ നടക്കുക. അതായത് ഒരു നോൺ അക്കൗണ്ടിങ് ഡോക്യുമെൻ്റ് ആണെന്ന് പറയുമ്പം അതിൻ്റെ കാരണം അത് കൺഫേം ആയിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്തിൽ എടുക്കില്ല, അതിനുള്ള ബുക്സിൽ കൺസിഡർ ചെയ്യില്ല. അതുകൊണ്ടാണ് നോൺ അക്കൗണ്ടിങ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. ബുക്സിൽ അത് കൺസിഡർ ചെയ്യില്ല. ഈ നോൺ അക്കൗണ്ടിങ് ഡോക്യുമെൻ്റ് ആയതുകൊണ്ട് തന്നെ ഡെബിറ്റ് ക്രെഡിറ്റ് മാച്ച് ചെയ്യണം എന്നൊരു നിർബന്ധവുമില്ല. ഇപ്പോൾ ഡെബിറ്റിൽ 1000ഉം ക്രെഡിറ്റിൽ 2000 ആണെങ്കിൽ സിസ്റ്റം എന്ത് ചെയ്യാൻ പെർമിറ്റ് ചെയ്യും. അപ്പോൾ ഈ ഡെബിറ്റ് ക്രെഡിറ്റും മാച്ചിങ് സിസ്റ്റം ചെക്ക് ചെയ്യില്ല. അതാണ് ഈ നോൺ അക്കൗണ്ടിങ് ഡോക്യുമെൻ്റ് എന്ന് പറയുമ്പോൾ. അക്കൗണ്ടിങ് ഡോക്യുമെൻ്റ് ആകുമ്പോൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യേണ്ടത്, ഡെബിറ്റ് ക്രെഡിറ്റ് മാച്ച് ചെയ്യണം എന്നുള്ള ആ പ്രിൻസിപ്പിളൊക്കെ ബേസിക്കായി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്താ പറയുക, ഫില്ലായി കഴിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ 2 ലൈൻ എൻട്രി വേണം. ഇവിടെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സിസ്റ്റം എന്ത് ചെയ്യില്ല, ചെക്ക് ചെയ്യില്ല. നോൺ അക്കൗണ്ടിങ് ഡോക്യുമെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ സിസ്റ്റം അതിൻ്റെ ബാലൻസ് അവിടെ റിപ്പോർട്ടുകളിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യില്ല. അതിൻ്റെ പ്രത്യേകത അത് എഡിറ്റബിൾ ആയിരിക്കും, ഡിലീറ്റബിൾ ആയിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, അതിൻ്റെ നമ്പർ നോർമലി അസൈൻ ചെയ്യും, ഇൻറ്റേർണൽ നമ്പർ റേഞ്ച് അസൈൻ ചെയ്യും. ഇത്രയും കാര്യങ്ങൾ ആ ഡോക്യുമെൻ്റ് നിങ്ങൾ പാർക്ക് ചെയ്യുമ്പോൾ നടക്കും. നമുക്കൊന്നൊരു ഡോക്യുമെൻ്റ് പാർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ പാർക്ക് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ ചെയ്ത ഇവിടെ തന്നെ പാർക്കിംഗ് എന്ന ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ ചെയ്ത എല്ലാ ഡോക്യുമെൻറ്റിലും പാർക്കിംഗ് ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഡോക്യുമെൻ്റ് എൻട്രിക്കകത്ത് FB50 തന്നെ നിങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇതിൻ്റെ മുകളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പോസ്റ്റ് ഓപ്ഷൻ നോർമലി താഴെ ഉണ്ടാവും, ഇവിടെ താഴെ ഉണ്ടാവും. ഇവിടെ ഹോൾഡ്, സിമുലേറ്റ്, പാർക്ക്, ഇവിടെ തന്നെ നിങ്ങൾക്കത് കാണാൻ പറ്റും. അപ്പോൾ പാർക്ക് ഓപ്ഷൻ നോർമലി നമ്മൾ ചെയ്യുന്ന എല്ലാ അക്കൗണ്ടിങ് ഡോക്യുമെൻറ്റിൻ്റെയും ഭാഗമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ നിങ്ങൾ നോർമലി പാർക്കിംഗ് എന്ന കോൺസെപ്റ്റ് ഉപയോഗിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സിസ്റ്റം മറ്റൊരു ഡോക്യുമെൻ്റ് ടൈപ്പ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഡോക്യുമെൻ്റ് ഇവിടെ ഡോക്യുമെൻറ്റിനകത്ത് പാർക്ക് ഡോക്യുമെൻ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ FV50 നേരത്തെ നമ്മൾ നോക്കിയത് FB50 ആണ്, ഇവിടെ FV50 എടുത്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഓപ്ഷനിൽ കാണാം പാർക്ക് GL ഡോക്യുമെൻ്റ് എന്നുള്ള കോൺസെപ്റ്റ്. മറ്റേത് പോസ്റ്റ് GL ഡോക്യുമെൻ്റ് എന്ന കോൺസെപ്റ്റ്, അവിടെ പാർക്ക് GL ഡോക്യുമെൻ്റ് എന്ന കോൺസെപ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡോക്യുമെൻറ്റിൽ ഒരു വ്യത്യാസവും. നിങ്ങൾ നേരത്തെ ചെയ്ത സെയിം ഡോക്യുമെൻ്റ് തന്നെയാണ്, പക്ഷേ അതിൻ്റെ കോൺസെപ്റ്റ് അത് പാർക്കിംഗ് ആണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമുക്കൊരു ഡോക്യുമെൻ്റ് ഒന്ന് പാർക്ക് ചെയ്ത് നോക്കാം, എന്താ വ്യത്യാസം നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ആ ട്രാൻസാക്ഷൻ്റെ റെഫറൻസിലേക്ക് നമുക്ക് പോയിട്ട് സെക്കൻഡ് ഡോക്യുമെൻ്റാണ് നമ്മൾ എടുക്കുന്നത്. സെക്കൻഡ് ഡോക്യുമെൻറ്റിനകത്ത് നമുക്ക് എനിക്കൊന്ന് രണ്ടാമത്തെ ഡോക്യുമെൻ്റ് പോസ്റ്റ് ചെയ്ത് ഞാൻ മൂന്നാമത്തെ ഈ ഡോക്യുമെൻ്റാണ് ചെയ്യുന്നത്. അപ്പോൾ മൂന്നാമത്തെ ഡോക്യുമെൻ്റ് റെഫറൻസ് ഞാൻ ഈ ഒരു നമ്പർ എടുത്തിട്ടുണ്ട്, റെഫറൻസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഡോക്യുമെൻ്റ് ഡേറ്റ് തന്നിരിക്കുന്നത് നമുക്ക് 16/6 ആണ് ഡോക്യുമെൻ്റ് ഡേറ്റ്. അപ്പോൾ ഞാനിവിടെ 16/6 എടുത്തു. June 16. കറൻസി INR തന്നെ കൊടുത്തിട്ടുണ്ട്. പോസ്റ്റിംഗ് ഡേറ്റ് July 1 ചെയ്യാനാണ് പറയുന്നത്. അപ്പം July 1 എടുക്കുന്നുണ്ട്. റഫറൻസ് ഹെഡ് ടെക്സ്റ്റിൽ പറയുന്നത് ഡെപ്പോസിറ്റ് ആണ്, SBI കോർപ്പറേറ്റ് അക്കൗണ്ട്. അതിലൊക്കെ ഞാൻ ക്യാഷ് ഡെപ്പോസിറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, GL അക്കൗണ്ടിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ക്യാഷും ബാങ്കുമാണ്. ക്യാഷ് 100 അല്ലേ, 100 GL അക്കൗണ്ട്. ഡെബിറ്റും ക്രെഡിറ്റും. എമൗണ്ട് നമ്മുടെ ഫസ്റ്റ് കൊണ്ടുവന്ന ക്യാപിറ്റൽ എമൗണ്ട് ആണ്. അപ്പോൾ ഞാൻ എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. ബാങ്ക് ആയതുകൊണ്ട് വാല്യൂ ഡേറ്റ് കൂടെ കൊടുക്കണം എന്നറിയാലോ. വാല്യൂ ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ റെഫറൻസ് ചെയ്ത് എടുക്കാം. വാല്യൂ ഡേറ്റ് 16/6 ആണ് കൊടുത്തിട്ടുള്ളത്. 16/6. ബാങ്കിൻ്റെ നേരെ വാല്യൂ ഡേറ്റ് കൊടുക്കണം. ടെക്സ്റ്റ് ഷോറൂം എന്നുള്ള ക്യാഷ് കളക്ഷനാണെന്ന് പറയുന്നത്.
ചെക്ക് നമ്പർ കൊടുക്കാം, ഡെപ്പോസിറ്റ് നമ്പർ കൂടെ കൊടുത്തേക്കാം. ഓക്കെ, ഞാൻ ഈ ഡോക്യുമെൻ്റ് പ്രോസസ്സ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ പ്ലസ് കൊടുത്തിട്ടുണ്ട്, എൻ്റർ കീ കൊടുത്തു. ഡോക്യുമെൻ്റ് ഓക്കെയാണ്, സിസ്റ്റം ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സിമുലേറ്റ് ഓവർവ്യൂ കിട്ടാൻ വേണ്ടി നേരത്തെ ചെയ്ത പോലെ സിമുലേറ്റ് ചെയ്യാം. അതിനുശേഷം ഞാനിവിടെ ഡോക്യുമെൻറ്റിൽ തന്നെ ഒന്നുകിൽ ഡോക്യുമെൻറ്റിനകത്ത് ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെയാണെങ്കിലും നമുക്കിതിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ കാണുന്ന മെസ്സേജ് ഡോക്യുമെൻ്റ് 1 സീരീസ് 3rd ഡോക്യുമെൻ്റ് TT01 വാസ് പാർക്ക്ഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. നേരത്തെ അത് പോസ്റ്റഡ് എന്നാണ്, ഇപ്പോൾ അത് പാർക്ക്ഡ് എന്ന് കാണിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ എടുക്കുന്ന ഡിസ്പ്ലേ ഒന്ന് എടുത്ത് നോക്കാം. ഡോക്യുമെൻ്റ് ഡിസ്പ്ലേ കണ്ടോ, ഇത് നമ്മുടെ നോർമൽ ഡോക്യുമെൻ്റ് ആയിട്ട് തന്നെയല്ല നിൽക്കുന്നത്. അതായത് നമ്മൾ നോർമലി ഡോക്യുമെൻ്റ് എൻ്റർ ചെയ്യുന്നതായിട്ട് തന്നെ നിൽക്കുന്നത് ഡിസ്പ്ലേ എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഇൻഫർമേഷനും ഫീൽഡിൽ അതുപോലെ ആസ് ഇറ്റ് ഈസ് എനേബിൾ ആയിട്ടാണ് ഉള്ളത്. നിങ്ങൾ അല്ലെങ്കിൽ നേരത്തെ നമ്മൾ FB03 എടുക്കുവായിരുന്നെങ്കിലോ, അതുകൊണ്ട് നമുക്കൊന്ന് എടുക്കാം. FB03 സെക്കൻഡ് ഡോക്യുമെൻ്റ്. ഇത് ഓൾറെഡി പോസ്റ്റ് ചെയ്ത ഡോക്യുമെൻ്റാണ്. ഇതും നമ്മൾ വ്യത്യാസം കണ്ടോ. പോസ്റ്റ് ചെയ്ത ഡോക്യുമെൻ്റ് ആകുമ്പോൾ അത് ജസ്റ്റ് നമുക്കൊരു ടേബിളായിട്ടേ തരുള്ളൂ. മീൻസ് അത് ഓൾറെഡി നമുക്ക് ലൈൻ ഐറ്റം ഇൻഫർമേഷൻ ഇങ്ങനെ തരുള്ളൂ. ഇതൊന്നും എഡിറ്റബിളും അല്ല, നമുക്കിതൊന്നും എഡിറ്റ് ചെയ്യാനും പറ്റില്ല, ഓൾറെഡി നമുക്കറിയാം. പക്ഷേ ഇവിടെ നിങ്ങൾ പാർക്ക് ചെയ്ത ഡോക്യുമെൻറ്റിൻ്റെ കേസിൽ നിങ്ങൾ ചെയ്ത അതേ ഡോക്യുമെൻ്റ് തന്നെ അത് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഡിസ്പ്ലേ എടുത്തതുകൊണ്ട് അത് ഫ്രോസണായി നിൽക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. എനിക്കത് വേണമെങ്കിൽ അവിടെ തന്നെ വെച്ച് എനിക്കത് എഡിറ്റ് ചെയ്യാം. ചേഞ്ച് കൊടുത്താൽ അത് എഡിറ്റബിളായി മാറും. കണ്ടോ, ഇപ്പോൾ ഈ ഫീൽഡെല്ലാം എഡിറ്റബിളായി മാറി. ഈ ഡോക്യുമെൻറ്റ് നമ്പർ ഒഴിച്ച് കറൻസി ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും സിസ്റ്റം എന്ത് ചെയ്തിട്ടുണ്ട്, എഡിറ്റബിളാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പം ഇതാണ് ഈ പാർക്കിംഗ് എന്ന കോൺസെപ്റ്റിൻ്റെ പ്രത്യേകത. പാർക്കിംഗ് എന്ന കോൺസെപ്റ്റ് നിങ്ങൾ അതിനെ എപ്പോൾ അതിനെ ഫൈനലൈസ് ചെയ്യുന്നു ആ സമയം വരെ അത് എഡിറ്റബിൾ ആയിരിക്കും. പക്ഷേ അതിനൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ അതിന് ഡോക്യുമെൻറ്റ് നമ്പർ ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ നേരത്തെ സിമുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഡോക്യുമെൻറ്റ് നമ്പർ ഉണ്ടാവില്ല, പക്ഷേ ഇവിടെ ഡോക്യുമെൻറ്റ് നമ്പർ ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ് നമ്പർ ജനറേറ്റ് ചെയ്തത് കൊണ്ട് തന്നെ അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ വന്നിട്ടുണ്ടാവും. മീൻസ് നമുക്ക് ഇതിനെ ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റും. ഏത് ഡോക്യുമെൻ്റാണ് എവിടെയാണ് കീപ്പ് ചെയ്തേക്കുന്നത് നമുക്ക് ട്രേസ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് അതിൻ്റെ എല്ലാം ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് അതിൻ്റെ ഗുണം. പക്ഷേ ഞാൻ ഓൾറെഡി ഇത് കണ്ടു. നിങ്ങൾ GL അക്കൗണ്ടിൻ്റെ കോളം എഡിറ്റബിൾ ആണ്, ഡെബിറ്റ് ക്രെഡിറ്റ് വാല്യൂ എഡിറ്റബിൾ ആണ്, എമൗണ്ട് കോളം എഡിറ്റബിൾ ആണ്, ടെക്സ്റ്റ് കോളം, വാല്യൂ ഡേറ്റും ഡോക്യുമെൻ്റ് ഡേറ്റ് ഇതെല്ലാം എഡിറ്റബിൾ ആണ്. 2 കാര്യങ്ങൾ മാത്രമേ എഡിറ്റബിൾ ആകാതെ ഉള്ളൂ. ഒന്ന് കറൻസിയാണ്, മറ്റൊന്ന് ഡോക്യുമെൻ്റ് നമ്പറാണ്. ഈ കോമൺ ആയിട്ട് SAPയുടെ ഈ ക്വസ്റ്റ്യൻസിലൊക്കെ നോർമലി വരുന്ന SAPയുടെ നിങ്ങളുടെ ഈ സർട്ടിഫിക്കേഷൻ എക്സാമിനൊക്കെ നിങ്ങളുടെ ലെവലിൽ വരുന്നതിന് യൂസർ ലെവലിൽ വരുമ്പോൾ എപ്പോഴും അവർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഈ കറൻസി എഡിറ്റ് ചെയ്യാൻ പറ്റുമോ പാർക്ക് ഡോക്യുമെൻറ്റ്സിൽ. ഇതിന് പാർക്ക് ഡോക്യുമെൻറ്റ്സ് എന്നാണ് വിളിക്കുക, പാർക്ക്ഡ് ഡോക്യുമെൻറ്റ്സ്. ഈ പാർക്ക്ഡ് ഡോക്യുമെൻറ്റ്സിൻ്റെ കറൻസി എഡിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അവർ അതിന് ആൻസറായിട്ട് തരുന്നത് ഇല്ല എന്നാണ് ആൻസർ തരാറ് നോർമലി. കാരണം നമുക്ക് നോക്കിയാൽ കറൻസി കോളം എഡിറ്റബിൾ അല്ല നിങ്ങൾക്ക് കാണാൻ പറ്റും, എഡിറ്റബിൾ ആയിരിക്കില്ല. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ കറൻസി എഡിറ്റ് ചെയ്യണമെങ്കിൽ സിമ്പിളായിട്ടൊരു കാര്യം ചെയ്താൽ മതി. ഇതൊക്കെ ഞങ്ങൾ പ്രാക്ടിക്കലി ചെയ്ത് ശീലിച്ചുകൊണ്ട് പറയുന്നതാണ്. കാരണം ഞങ്ങൾക്കൊക്കെ അതൊന്ന് ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് മൾട്ടി കറൻസി ഹാൻഡിൽ ചെയ്യുന്നുണ്ട് നമ്മുടെ കമ്പനിയിൽ. അപ്പോൾ ആ സമയത്ത് പല കറൻസികളും മാറി ഉണ്ട്. ബേസ് കറൻസി സൗദി റിയൽ ആയിരുന്നു. നമ്മൾ ചിലപ്പോൾ ആക്സിഡൻ്റലി അത് പെട്ടെന്ന് ശ്രദ്ധിക്കാതെ കറൻസി അങ്ങ് പോസ്റ്റ് ചെയ്ത് പോകും. പക്ഷേ ചെയ്യേണ്ടത് ചിലപ്പോൾ USDയോ GBP ഒക്കെ ആയിരിക്കും. അപ്പം പിന്നീട് ഡോക്യുമെൻറ്റ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ കറൻസി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ലൈൻ ഐറ്റം അല്ലെങ്കിൽ ഈ ഡോക്യുമെൻറ്റ് മാറ്റി പുതിയ ചെയ്യാമെന്ന് പറയുന്നതിന് ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന രീതി ഇതായിരുന്നു. ഈ ലൈൻ ഐറ്റം ഒക്കെ ഡിലീറ്റ് ചെയ്യും. ഫസ്റ്റ് ലൈൻ ഐറ്റം സെക്കൻഡ് ലൈൻ ഐറ്റം ഞാൻ സെലക്ട് ചെയ്ത് തന്നെ ഡിലീറ്റ് ചെയ്തിട്ട് എൻ്റർ കീ കൊടുത്തു കഴിയുമ്പോൾ കറൻസി എനേബിൾ ആവും. അപ്പോൾ കറൻസി പിന്നീട് ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് മാറ്റാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, കറൻസി എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഡോക്യുമെൻറ്റ് നമ്പർ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് സിസ്റ്റം അത് ജനറേറ്റ് ചെയ്താണ്, അതിന് നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഈ ഡോക്യുമെൻറ്റ്. അപ്പം ഇതാണ് ഈ ഡോക്യുമെൻ്റ് പാർക്കിംഗ് എന്ന കോൺസെപ്റ്റിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഡോക്യുമെൻ്റ് പാർക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ ആ ഡോക്യുമെൻറ്റിന് നിങ്ങൾക്ക് എഡിറ്റബിൾ ആയിട്ട് ചെയ്യുന്ന ടെമ്പററി ആയിട്ട് സേവ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയാണ് ഡോക്യുമെൻ്റ് പാർക്കിംഗ്. പക്ഷേ ഇത് ഫോർ എവർ അല്ല, ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ അല്ലെങ്കിൽ ഫോർ 1 വീക്കോ ഒക്കെയാണ് ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ പറയുന്നത്. കാരണം ഒന്ന് മേക്കർ ചെക്കർ എന്ന കോൺസെപ്റ്റിൽ അതിൻ്റെ അപ്രൂവർ അത് എന്നാണോ അത് അപ്രൂവ് ചെയ്യുന്നത് ആ ദിവസം വരെ, ഇല്ലെങ്കിൽ
ഇപ്പം നിങ്ങളൊരു ഒരു സെക്കൻഡ് വെരിഫിക്കേഷൻ നിങ്ങൾ വയ്ക്കുക, നിങ്ങൾക്ക് കിട്ടിയ ഡോക്യുമെൻ്റ് ഫൈനലല്ല, ഒരു പ്രൊഫോമ ഇൻവോയ്സ് ആണ് നിങ്ങൾ കയ്യിലുള്ളത്. അതിൻ്റെ ഒരു ഒറിജിനൽ ഇൻവോയ്സ് വരുന്ന ആ എമൗണ്ടിൻ്റെയോ ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്ന അന്ന് വരെ നിങ്ങൾക്ക് അതിനെ പാർക്ക് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം നിങ്ങൾ നിർബന്ധമായി ഈ ഡോക്യുമെൻ്റ് നിങ്ങൾ പോസ്റ്റ് ചെയ്യും. അപ്പം ഒരു ടെമ്പററി പ്രോസസ്സാണ് ഈ പാർക്കിംഗ് എന്ന് പറയുന്നത്. അതിനുശേഷം ഈ ഡോക്യുമെൻ്റ് നിങ്ങൾ എന്തായാലും പോസ്റ്റ് ചെയ്യണം. പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗുണം, നിങ്ങൾക്ക് ഈ ഡോക്യുമെൻ്റ് നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, നിങ്ങൾക്ക് ഇതിനെ പോസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ഡിലീറ്റ് ചെയ്യാം. രണ്ട് കാര്യങ്ങളിലൂടെയുണ്ട്. നിങ്ങൾക്ക് പോസ്റ്റും ചെയ്യാം, ഡിലീറ്റും ചെയ്യാം. അപ്പം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡോക്യുമെൻ്റ് പിന്നെ ഫൈനലി സേവായി. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡോക്യുമെൻ്റ് ഡിലീറ്റ് ആയി എന്ന് പറയുമ്പം ഈ നമ്പർ വേക്കൻ്റ് ആയിപ്പോവും, അത് ഡിലീറ്റഡ് ഡോക്യുമെൻ്റായിട്ട് മാറും. അപ്പോൾ സാധാരണഗതിയിൽ ഓഡിറ്റിങ്ങിന് അതൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഓഡിറ്റ് വരുന്ന സമയത്ത് പിന്നെ അതൊരു കൊറിയാവും, എന്തുകൊണ്ടാണ് ഡോക്യുമെൻ്റ് ഡിലീറ്റ് ചെയ്തു എന്നുള്ളൊരു കൊറിയാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഈ നമ്പർ എടുത്ത് നിങ്ങൾക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. കാരണം അവിടെ ഇത് ഡിലീറ്റ് ആയി എന്ന് പറയുമ്പോൾ ആ നമ്പർ ടേബിളിൽ ഉണ്ടാകില്ല. അപ്പോൾ നിങ്ങൾക്കത് വേണമെങ്കിൽ റീയൂസ് ചെയ്യാം. അത് ഞാൻ ആദ്യമേ പറഞ്ഞ റീയൂസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞത്. റീയൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ F.02 പോയിട്ട് നിങ്ങൾക്ക് ആ നമ്പർ മാനുവലി ഇൻസേർട്ട് ചെയ്തിട്ട് റീയൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ അന്നേരം ആ F.0 ഈ സീരീസ്, അതായത് 01 എന്ന് പറയുന്ന സീരീസ്, നമ്പർ സീരീസ് എക്സ്റ്റേണൽ കൂടി ആയിരിക്കണം, എങ്കിലേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അത് ഒരു പ്രാക്ടിക്കൽ സൈഡ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഡോക്യുമെൻ്റ് പാർക്കിങ്ങിൻ്റെ കോൺസെപ്റ്റ്. ഈ ഡോക്യുമെൻ്റ് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്ത ഡോക്യുമെൻ്റ് FV50 ആണ്. അവിടെ തന്നെ ഈ പാർക്ക്ഡ് ഡോക്യുമെൻ്റ് അവിടെ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻ കാണാൻ പറ്റും. ഒന്ന് FBV0 പോസ്റ്റ് ഡിലീറ്റ്, പിന്നെ FBV2 ചേഞ്ച്, പിന്നെയുള്ളത് FBV3 ഡിസ്പ്ലേ, നെക്സ്റ്റ് ചേഞ്ച് ഹെഡർ ഉണ്ട്, ചേഞ്ച് ഡിസ്പ്ലേ ചേഞ്ചസ് ഉണ്ട്, റിജക്റ്റ് ഉണ്ട്. ഇങ്ങനെ പല ഡോക്യുമെൻറ്റ്സ് കാണാം. ഇപ്പോൾ നിങ്ങൾക്കതിനെ വേണ്ട, മീൻസ് ഡിലീറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് റിജക്റ്റ് ചെയ്താൽ മതിയെങ്കിൽ റിജക്റ്റ് കൊടുത്താൽ മതി. മീൻസ് ഡോക്യുമെൻ്റ് വിൽ ബി റിജക്റ്റഡ്, മീൻസ് അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്ന് പറയും, റിജക്റ്റ് ചെയ്യും. ഇനി പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ FBV0 പോകാം. ചേഞ്ചസ് എടുത്താണെങ്കിൽ FBV2 പോകണം. കാണാനാണെങ്കിൽ FBV3 പോകണം. നമുക്ക് ഓരോന്നാലും എടുത്ത് നോക്കാം. FBV3 ഡോക്യുമെൻ്റ് എടുത്ത് എൻ്റർ കൊടുത്താൽ നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് കാണാൻ പറ്റും, ഡിസ്പ്ലേ ആണ്. ചേഞ്ചസ് ആണെങ്കിലോ FBV2 എഡിറ്റബിൾ ആയിട്ട് മാറും, മീൻസ് കോളങ്ങൾ എനേബിൾ ആവും. അതിനോട് തന്നെ സിമിലർ ആണ് ഈ FBV0 എന്ന് പറയുന്ന ടീക്കോഡ്. FBV0 സിമിലർ തന്നെയാണ്, പക്ഷേ ഇവിടെ നിങ്ങൾക്ക് അതിനെ പോസ്റ്റ് ചെയ്യാനോ ഡോക്യുമെൻ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോസ്റ്റും എനേബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ഈ മെനുവിൽ പോയി കഴിഞ്ഞാൽ ഡിലീറ്റും എനേബിൾ ആയിരിക്കും. നിങ്ങൾക്കത് വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. മറ്റൊരു ഓപ്ഷൻ ഉള്ളത് റിജക്റ്റ് ആണ്. നിങ്ങൾക്ക് ആ ഡോക്യുമെൻ്റ് വേണ്ട എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന് നിങ്ങൾക്ക് റിജക്റ്റും ചെയ്യാം. ഡോക്യുമെൻ്റ് നോട്ട് റെലവൻറ്റ് ഫോർ റിലീസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ വേണമെങ്കിൽ നമുക്കതിനെ റിവേഴ്സും ചെയ്യാം. അതിനെ നമുക്ക് റിജക്റ്റും ചെയ്യാം. അപ്പം ഇത്രയും കാര്യങ്ങൾ ഈ പാർക്ക് ഡോക്യുമെൻ്റായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ട്. ഒന്നും കൂടെ ചേഞ്ച് കൊടുക്കട്ടെ. അതിപ്പോൾ ഓൾറെഡി അത് റിജക്റ്റ് ആയിട്ടുണ്ട്. ചേഞ്ച് ഓക്കെ, പാർക്ക് ഓക്കെ. ഇനി ഇത് ഇപ്പോൾ ഓൾറെഡി ഇത് പാർക്ക് സ്റ്റാറ്റസിലാണ് ഉള്ളത് ഈ ഡോക്യുമെൻ്റ്. ഞാൻ നമ്മുടെ റിപ്പോർട്ട് ഒന്ന് ചെക്ക് ചെയ്യാം, FBL3 ആണെന്ന് ചെക്ക് ചെയ്യാം. ഈ ഡോക്യുമെൻ്റ് നമ്പർ 3 ആണ്. ഈ 3 ആ ലിസ്റ്റിലുണ്ടോ നമുക്ക് നോക്കാം. ക്യാഷും ബാങ്കും ആണ് ഇവിടെ ഉള്ളത്. ക്യാഷിൻ്റെ ബാങ്കിൻ്റെ മൂവ്മെൻറ്റ് എടുത്താൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1000000 എന്ന മൂവ്മെൻറ്റ് എടുക്കുമ്പോൾ ഈ ഡോക്യുമെൻ്റ് അവിടെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. കമ്പനി കോഡിൽ 0യും 2 ഉണ്ട്, 3 ലിസ്റ്റിൽ വന്നിട്ടില്ല. ഇനി ബാങ്കിൻ്റെ മൂവ്മെൻറ്റും കൂടെ നോക്കാം. 100 ഇവിടെ 1 മാത്രമേ ഉള്ളൂ.
അപ്പോൾ ഇത് ഡോക്യുമെൻ്റ് നമ്മൾ ഓൾറെഡി പ്രോസസ്സ് ചെയ്തെങ്കിൽ നമ്മുടെ റിപ്പോർട്ടിൽ നോർമൽ റിപ്പോർട്ടിൽ അല്ലെങ്കിൽ നോർമൽ ബാലൻസ് എടുക്കുന്ന റിപ്പോർട്ടുകളിൽ ഈ ഐറ്റം വന്നിട്ടില്ല. ഇത് വരണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഉൾപ്പെടുത്താം ഈ ഡോക്യുമെൻറ്റിനെ. അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ റിപ്പോർട്ട് എടുക്കുന്ന ഈ ഒരു സ്ക്രീനിൽ ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് താഴേക്ക് കൊണ്ടുവരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, പാർക്ക്ഡ് ഐറ്റംസ്. ഓൾറെഡി നോർമൽ ഐറ്റം ചെക്ക് ചെയ്യണം, അതിൻ്റെ കൂടെ പാർക്ക്ഡ് ഐറ്റം കൂടെ ചെക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളത് എക്സിക്യൂട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കതിനെ സെപ്പറേറ്റ് ഐക്കണായിട്ട് നിങ്ങൾക്കത് കാണാം. അപ്പം ഇവിടെ നിങ്ങൾ ഈ ലിസ്റ്റ് നോക്കുവാണെങ്കിൽ ഇവിടെ ഓൾറെഡി ടിക്ക് കൊടുത്തിട്ടുണ്ട്, പോസ്റ്റർ ഐറ്റം ടിക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇവിടെ പാർക്ക് ഡോക്യുമെൻ്റ് കൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ സ്റ്റാറ്റസ് പാർക്ക്ഡ് എന്ന് കാണിച്ചിട്ടുണ്ടാവും. പാർക്ക് ഡോക്യുമെൻ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ റിപ്പോർട്ട് ഉൾപ്പെടുത്താം. നോർമൽ കേസിൽ ഇത് വരില്ല. നിങ്ങൾക്കത് സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉൾപ്പെടുത്തി എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഉൾപ്പെടുത്തുമ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് പാർക്ക്ഡ് ആയിരിക്കും. അതുപോലെ മറ്റൊരു അനുസരിച്ച് അതിന് അസൈൻമെൻറ്റ് വാല്യൂ വന്നിട്ടുണ്ടല്ലോ. കാരണം അസൈൻമെൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ പോസ്റ്റിംഗ് ഡേറ്റ് കൊടുത്തുള്ളൂ. അത് പോസ്റ്റ് ചെയ്യുന്ന ആ ദിവസം കഴിയുമ്പോൾ മാത്രമേ അതിൻ്റെയൊക്കെ വരുള്ളൂ. ഓൺലി പോസ്റ്റിംഗ് നടക്കാത്തതുകൊണ്ട് എന്തെങ്കിലും അസൈൻമെൻറ്റ് കോളം ബ്ലാങ്ക് ആയിരിക്കും. പക്ഷെ നമുക്ക് ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി റിപ്പോർട്ടുകൾ ഉൾപ്പെടുത്തണമെങ്കിൽ ഉൾപ്പെടുത്താനും പറ്റും. അപ്പോൾ ഇതാണ് പാർക്കിംഗ് എന്ന കോൺസെപ്റ്റ്. നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് ഡോക്യുമെൻ്റ് ചെയ്യണമെങ്കിൽ അത് ഡോക്യുമെൻ്റ് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് വെക്കാം. ഇനി അത് ഫൈനലി പോസ്റ്റ് ചെയ്യണമെങ്കിലോ ഡോക്യുമെൻ്റ് എടുക്കുക, സെലക്ട് ചെയ്യുക ഡോക്യുമെൻ്റ്, അല്ലെങ്കിൽ ഇവിടെ തന്നെ പോസ്റ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്യുമെൻ്റ് വാസ് പോസ്റ്റഡ് ഇൻ കമ്പനി കോഡ് എന്ന് ചെറിയൊരു നമുക്ക് മെസ്സേജ് കിട്ടും. കണ്ടിന്യൂ കൊടുക്കുക. ഇനി ആ ഡോക്യുമെൻ്റ് ലിസ്റ്റ് ഞാൻ എടുക്കുകയാണെങ്കിൽ ഡിസ്പ്ലേ ചേഞ്ച് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ഡോക്യുമെൻ്റ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് ഒരു ഫൈനൽ ഡോക്യുമെൻ്റായിട്ട് മാറിയതായിട്ട് കാണാൻ പറ്റും. ഡോക്യുമെൻ്റ് ഈസ് എൻ അക്കൗണ്ടഡ് ഡോക്യുമെൻ്റ് നോട്ട് എ പ്രൈമറി വൺ. ഇവിടെ തന്നെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഇവിടെ താഴെ തന്നെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഡോക്യുമെൻ്റ് അക്കൗണ്ടഡ് ഡോക്യുമെൻ്റ് ആണ്, പ്രൈമറി ഡോക്യുമെൻ്റ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു കോൺസെപ്റ്റാണ് നമ്മൾ പാർക്കിംഗ് എന്ന കോൺസെപ്റ്റ് ഉപയോഗിക്കുന്നത്. നമ്മൾ നോർമലി ചെയ്യുന്നത് ഡോക്യുമെൻ്റ് ഫസ്റ്റ് ഫേസിൽ നമ്മൾ പാർക്കാ ചെയ്യാറ്, പോസ്റ്റ് ചെയ്യാറില്ല. പോസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഒന്നും കൂടെ സെക്കൻഡ് റൗണ്ട് വെരിഫൈ ചെയ്തിട്ട് മാത്രമേ നമ്മൾ പോസ്റ്റ് ചെയ്യുള്ളൂ. അപ്പം ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ കൂടെ കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിന് പാർക്ക് ചെയ്യണമെങ്കിലോ അതിനെ എഡിറ്റ് ചെയ്യണമെങ്കിലോ ഡിലീറ്റ് ചെയ്യണമെങ്കിലോ നിങ്ങൾക്ക് ആ കീസ് ഉപയോഗിച്ചാൽ മതി. അപ്പം സെപ്പറേറ്റ് ആയിട്ടൊരു കീ ഉണ്ട്. അതുപോലെ നിങ്ങൾ ചെയ്യുന്ന FB50ലും F.02ലും തന്നെ പാർക്കിങ്ങും പോസ്റ്റിങ്ങും ഉണ്ട്. നിങ്ങൾക്ക് അവിടെ വെച്ചത് ചെയ്യാം, അല്ലെങ്കിൽ അതിന് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ടി കോഡും ഉപയോഗിക്കാം. നോർമലി നിങ്ങൾ യൂസർ ലെവലിൽ പെർമിഷൻ കൊടുക്കുമ്പോൾ ഈ FB50 മാത്രമേ യൂസർ ലെവൽ പെർമിഷൻ കൊടുക്കുകയുള്ളൂ. ഈ ഡാറ്റ എൻട്രി ലെവലിലോട്ട് FB50 കൊടുക്കുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവർക്ക് നോർമൽ പാർക്കിംഗ് എന്ന ഫംഗ്ഷൻ ആയിരിക്കും അവർക്ക് കിട്ടുക. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ. ഇനി ഇവിടെ തന്നെ ഈ പാർക്കിങ്ങിൻ്റെ കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള എമൗണ്ട് ലിമിറ്റ് ചെക്ക് ചെയ്യുമോ നമുക്ക് നോക്കാം. അതായത് FB50 ഡെബിറ്റ് ലൈൻ എമൗണ്ട് ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്, എൻ്റർ കീ കൊടുത്തു. ഇതിപ്പോൾ ഈ ഡോക്യുമെൻ്റ് നിങ്ങൾ നോക്കി ഞാൻ വൺ സൈഡേ ചെയ്തിട്ടുള്ളൂ, ഡെബിറ്റ് സൈഡ് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ആ ഡോക്യുമെൻ്റ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി, പാർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇവിടെ ഒരു റൂളും സിസ്റ്റം ചെക്ക് ചെയ്യില്ല. അതായത് ഡെബിറ്റ് ലൈൻ ആണോ ക്രെഡിറ്റ് ലൈൻ ആണോ വന്നേക്കുന്നത്, അല്ല ഡെബിറ്റ് ലൈൻ മാത്രമേ ഉള്ളൂ ക്രെഡിറ്റ് ലൈൻ മാത്രമേ ഉള്ളൂ, ഇതൊന്നും സിസ്റ്റം ചെക്ക് ചെയ്യില്ല. നിങ്ങൾക്ക് പാർക്ക് ചെയ്യുമ്പോൾ സിസ്റ്റത്തിന് ഒരു റൂളും ഇല്ല. അതായത് നിങ്ങൾ ഈ ഡോക്യുമെൻ്റ് പ്രോസസ്സ് ഞാനിപ്പോൾ ചെയ്തത് FB50 ആയിരുന്നു സിസ്റ്റം, അതിൻ്റെ ഡെബിറ്റ് വാല്യൂ ക്രെഡിറ്റ് വാല്യൂ മാച്ചിങ് എല്ലാം സിസ്റ്റം പറഞ്ഞേനെ. ഇവിടെ നിങ്ങൾ ഈ പാർക്ക് എന്ന ഡോക്യുമെൻ്റ് ചെയ്യുമ്പോൾ നിങ്ങളൊരു ഡോക്യുമെൻ്റ് മെമ്മറൈസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. സിസ്റ്റം ആ ഒരു കോൺസെപ്റ്റിലേ എടുക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സിസ്റ്റം എന്ത് ചെയ്യില്ല, അതിൻ്റെ ഡെബിറ്റ് ക്രെഡിറ്റ് വാല്യൂ എത്രയാണ് സിസ്റ്റം ചെക്ക് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഈ ഡോക്യുമെൻ്റ് ഓൾറെഡി പാർക്ക് ചെയ്യാൻ പറ്റിയത്. ഇവിടെ സിംഗിൾ സൈഡേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ ഒരു ഗുണം ഇതാണ്, നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് പകുതിക്ക് വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡോക്യുമെൻ്റ് പാർക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്യൂട്ടി ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റും. ചില എൻട്രികളൊക്കെ 100ഉം 200ഉം ലൈനൊക്കെയുള്ള എൻട്രികളൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ നിങ്ങൾക്ക് പകുതിക്ക് വെച്ചൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും ഈ ടൈപ്പ് ഡോക്യുമെൻ്റ് ചെയ്യുമ്പോൾ. പാർക്ക് ചെയ്ത് പോയാൽ മതി. പാർക്ക് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് നെക്സ്റ്റ് ഡേയിൽ വരുമ്പോൾ നിങ്ങൾക്ക് ബാക്കി അവിടെ വെച്ച് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അതിനൊക്കെയാണ് പാർക്കിംഗ് എന്ന കോൺസെപ്റ്റ് നോർമലി ഉപയോഗിക്കുക. പക്ഷേ നിങ്ങൾക്ക് തിയററ്റിക്കലി പറയുമ്പോൾ അത് മേക്കർ ചെക്കർ എന്ന കോൺസെപ്റ്റാണ് ഉപയോഗിക്കുക. നിങ്ങൾക്കത് വേണ്ട, ഈ ഡോക്യുമെൻ്റ് വേണ്ട എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എടുത്തിട്ട് നിങ്ങൾക്ക് ഇതിനെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റും ചെയ്യാം. ഡിലീറ്റ് പാർക്ക് ഡോക്യുമെൻ്റ്, ഡോക്യുമെൻ്റ് ഡിലീറ്റ്, ആ ഡോക്യുമെൻ്റ് ഡിലീറ്റ് ആയെന്ന് കാണിച്ചിട്ടുണ്ടാവും. ഇനി നമ്മളിനി ഡോക്യുമെൻ്റ് ലിസ്റ്റ് ഒന്ന് പോയി നോക്കുവാണെങ്കിലോ നമുക്കിവിടെ ഡിസ്പ്ലേ ഒന്ന് എടുത്ത് നോക്കാം. അവിടെ ആ നമ്പർ എങ്ങനെയാണ് കാണിക്കുന്നത് എന്നുള്ളത്. ഡോക്യുമെൻ്റ് ലിസ്റ്റ്
ഫോർത്ത് ഡോക്യുമെൻ്റ് ആയിരുന്നില്ല, ഫോർത്ത് ഡോക്യുമെൻറ്റ് ലിസ്റ്റിൽ വന്നിട്ടില്ല. അത് ഓൾറെഡി കാരണം അത് ഡിലീറ്റഡ് ഡോക്യുമെൻ്റ് ആണ്. ഈ നമ്പർ റേഞ്ച് സ്റ്റാറ്റസിൽ പോകുവാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ പുതിയ ഡോക്യുമെൻറ്റ് ജനറേറ്റ് ചെയ്യുകയാണെങ്കിലോ അത് നെക്സ്റ്റ് ഡോക്യുമെൻ്റ് ആയിട്ടാണ് വരിക. അപ്പോൾ 3 ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി, അല്ല 4 ഞാൻ ഓൾറെഡി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ അടുത്ത ഡോക്യുമെൻ്റ് ചെയ്യുവാണെങ്കിൽ ജസ്റ്റ് ഒരു ഡോക്യുമെൻ്റ് കൂടെ പ്രോസസ്സ് ചെയ്ത് നോക്കാം. ഡെബിറ്റ് ഡോക്യുമെൻ്റ് 5th ഡോക്യുമെൻ്റാണ് ജനറേറ്റ് ആവുക. ആ 4th ഡോക്യുമെൻ്റ് ഇപ്പോൾ നമ്പർ സീരീസിൽ മിസ്സിംഗ് ആയിരിക്കും. കാരണം സിസ്റ്റം നെക്സ്റ്റ് നമ്പറേ എടുക്കുകയുള്ളൂ. അപ്പം ഞാനത് നേരത്തെ പറഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മാനുവലി പോയിട്ട് ആ നമ്പർ റേഞ്ച് സെറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ നമ്പർ റേഞ്ച് എക്സ്റ്റേണൽ ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് പാർക്കിങ്ങിൻ്റെ കോൺസെപ്റ്റ് യൂസർ ലെവലിൽ മനസ്സിലാക്കാനുള്ളത്. ഒരു കാര്യം, പാർക്ക് ചെയ്ത ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ എഡിറ്റബിൾ ആണ്, ഡിലീറ്റബിൾ ആണ്, അത് നോൺ അക്കൗണ്ടിങ് ഡോക്യുമെൻ്റ് ആണ്. മറ്റൊരു കാര്യം, അതിന് നമ്പർ റേഞ്ച് അസൈൻ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ആ ഡോക്യുമെൻ്റ് ഡിലീറ്റ് ചെയ്യാം, എഡിറ്റ് ചെയ്യാം. ഇനി അത് റിപ്പോർട്ടുകളിലേക്ക് നോർമലി എഫക്റ്റ് ചെയ്യില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ റിപ്പോർട്ട് എടുക്കുന്ന സമയത്ത് ഇൻക്ലൂഡ് പാർക്ക് ഡോക്യുമെൻറ്റ്സ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റിപ്പോർട്ടിലേക്ക് നിങ്ങൾക്ക് അതിനെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് പാർക്കിംഗ് എന്ന കോൺസെപ്റ്റ് പറയുന്നത്. പാർക്കിംഗ് ഡോക്യുമെൻ്റ് തന്നെ അത് സെപ്പറേറ്റ് ടി കോഡാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ടി കോഡുകളാണ് ഇതിനെല്ലാത്തിനും. പാർക്ക് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനും ചേഞ്ച് ചെയ്യാനും ഒക്കെ നമുക്ക് സെപ്പറേറ്റ് ടി കോഡുകളുണ്ട്. അതുകൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് പറയാനുള്ളത് ഹോൾഡിംഗ് എന്നൊരു ഫംഗ്ഷൻ കൂടിയുണ്ട്. ഇതിൽ തന്നെ വരുന്നൊരു ഫംഗ്ഷനാണ് ഹോൾഡിംഗ്. പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോസ്റ്റ് എന്ന ഓപ്ഷൻ എടുത്താൽ മതി. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതേ ഡോക്യുമെൻ്റ് തന്നെ പാർക്ക് ചെയ്ത് വെച്ചു. ഈ 5th ഡോക്യുമെൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഈ ഡോക്യുമെൻ്റ് സെലക്ട് ചെയ്തു. അപ്പോൾ സെലക്ട് ചെയ്ത സമയത്ത് ഇതിൻ്റെ വൺ സൈഡേ കണ്ടുള്ളൂ. അപ്പോൾ അടുത്ത സൈഡ് കൂടെ ഞാൻ എൻ്റർ ചെയ്തു. നോർമലിയുള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തു, ക്രെഡിറ്റ് കൊടുത്തു, ഇവിടെ ബാക്കി ഇൻഫർമേഷൻ കൊടുത്തു, ടെക്സ്റ്റ് കൊടുക്കാനുണ്ട്, ടെക്സ്റ്റ് ഫില്ല് ചെയ്ത് കൊടുത്തു, റിക്വയർഡ് ഇൻഫർമേഷൻ എല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തു. ഞാൻ ഇൻഫർമേഷൻ കൊടുത്തു, ഡോക്യുമെൻ്റ് ചെക്ക്, ഡോക്യുമെൻ്റ് ഓക്കെയാണ്. ഇവിടെ ഡോക്യുമെൻറ്റിൽ പോസ്റ്റ്, ഇവിടെ ഈ എമൗണ്ട് കിട്ടിയിട്ടില്ല. ഡോക്യുമെൻ്റ് അല്ല, ഇവിടെ മുകളിൽ പോസ്റ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. പോസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡോക്യുമെൻ്റ് പോസ്റ്റ് ആവും. ഇത് പോസ്റ്റായി. ഇനി ഈ ഡോക്യുമെൻ്റ് എടുത്ത് കഴിയുമ്പോൾ അത് കംപ്ലീറ്റഡ് ആയി. ഇനിയിപ്പോൾ എനിക്കിത് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ ആ നേരത്തെ നമ്മൾ നോക്കിയ പോലെ ആ ചെറിയ ബേസിക് ഇൻഫർമേഷൻ ഉണ്ടല്ലോ, ഹെഡർ ടെക്സ്റ്റിലെ ഈ 2 കാര്യങ്ങളും ഒക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രം. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ ഇതാണ് പാർക്കിംഗ്. ടെമ്പററി നോൺ അക്കൗണ്ടിങ് ഡോക്യുമെൻ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് ഒരു രീതിയാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി ആ ഒരു ടെക്നിക്കൽ കോൺസെപ്റ്റ് പറയുന്നുണ്ട്. മേക്കർ ചെക്കർ എന്ന കോൺസെപ്റ്റാണ് എന്ന് SAP പറയുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം, ഇപ്പോൾ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സ് വന്നു, അപ്പം അത് ചിലപ്പോൾ അഡ്വാൻസ് ആയിട്ട് കിട്ടിയ ഡോക്യുമെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ കൊടുക്കേണ്ട മന്ത്ലി പേയ്മെൻറ്റിൻ്റെ ഡോക്യുമെൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഡോക്യുമെൻ്റ് വന്ന സമയത്ത് നിങ്ങളത് മറന്നു പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഡോക്യുമെൻ്റ് മെമ്മറൈസ് ചെയ്ത് വെക്കാം. തൽക്കാലം വേണമെങ്കിൽ ടെമ്പററി പോസ്റ്റ് ചെയ്ത് വെക്കാം. പക്ഷേ അത് നമുക്ക് എവിടെയും കാണിക്കേണ്ട, റിപ്പോർട്ടിൽ കാണിക്കേണ്ട, മറ്റൊരു യൂസർക്കും കാണണ്ട. ഒരു കാര്യം കൂടി ഉണ്ട്, ഈ ഡോക്യുമെൻ്റ് മറ്റൊരു യൂസർക്കും കാണും. ഇപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്ത ഡോക്യുമെൻ്റ് വേണമെങ്കിൽ ഡെഫിന് പോസ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഈ പാർക്കിങ്ങിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. മറ്റൊരു യൂസർക്ക് ഈ ഡോക്യുമെൻ്റ് ആക്സസ് ചെയ്യാൻ പറ്റും. കാരണം ഇത് സെർവറിലുണ്ട് ഈ ഡോക്യുമെൻ്റ്, പക്ഷേ അത് ഫൈനലായില്ല എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് മറ്റൊരു ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കണം, പക്ഷേ ഇത് ആർക്കും എനിക്ക് ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് എനിക്ക് ജസ്റ്റ് എൻ്റെ ഇൻറ്റേർണൽ പർപ്പസിന് വേണ്ടി ഞാൻ ചെയ്ത് വെക്കുന്നത്. കാരണം ഒരു ഡോക്യുമെൻ്റ് വന്നിട്ടുണ്ട്, അതായത് മറന്നു പോകാതിരിക്കാൻ വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ അതിന് ടെമ്പററി ഒന്ന് സേവ് ചെയ്ത് വെക്കാം. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് കൂടി ഇവിടെയുണ്ട്. അതിനും ഇതേ ടി കോഡ് തന്നെ ഉപയോഗിക്കുന്നത്. ഒന്നുകിൽ FB50 അല്ലെങ്കിൽ FR02 തന്നെ ഉപയോഗിക്കാം. അപ്പോൾ അവിടെയും ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിന് ഇതേ ഡോക്യുമെൻറ്റിനെ ഒന്നും കൂടെ പ്രോസസ്സ് ചെയ്യുക. GL ഡീറ്റെയിൽസൊക്കെ അത് തന്നെ കൊടുക്കുന്നു. മീൻസ് ഒരു ഡോക്യുമെൻ്റ് ഞാൻ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഡോക്യുമെൻറ്റിൻ്റെ കേസ് ഇത് ഈ ഡോക്യുമെൻ്റ് പ്രോസസ്സ് ചെയ്യേണ്ട ടൈം ആയിട്ടില്ല. അപ്പോൾ ഞാനത് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് മെമ്മറൈസ് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇൻഫർമേഷൻ കൊടുത്തു, ടെക്സ്റ്റും ഇൻഫർമേഷൻ കൊടുത്തു. ഇവിടെയും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വേണം നിർബന്ധമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഫില്ല് ചെയ്തത് മാത്രമേ ഉള്ളൂ. ഡോക്യുമെൻ്റ് എല്ലാം ഓക്കെയാണ്. പക്ഷേ ഇത് ഇപ്പോൾ പാർക്ക് ചെയ്യാനായിട്ടില്ല. കാരണം പാർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് അടുത്തയാൾ പോസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പാർക്ക് ചെയ്യാനായിട്ടില്ല. അതുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ ഈ ഡോക്യുമെൻറ്റിനെ തൽക്കാലത്തേക്ക് ടെമ്പററി ചെയ്ത് വെക്കാം. അത്
ഈ FB50 തന്നെ ചെയ്യണം. FB50 ചെയ്യാൻ പറ്റില്ല, FB50 തന്നെ ഉപയോഗിക്കണം. അതായത് ഡോക്യുമെൻ്ററി തന്നെ ചെയ്യണം. FB50 എടുത്തിട്ട് ഇതേ ഡോക്യുമെൻ്റ് ചെയ്യണം. ഇൻഫർമേഷൻ വേണ്ട ഇൻഫർമേഷൻസ് കൊടുക്കുക. ബാങ്കിന് വാല്യൂ ഡേറ്റ് വേണം. ടെക്സ്റ്റും ഫില്ല് ചെയ്യണം. റിക്വയർഡ് എല്ലാ ഇൻഫർമേഷനും ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് അങ്ങനെ വേണമെന്നുമില്ല. മീൻസ് അത് നേരത്തെ ചെയ്ത പോലെ പാർക്ക് ചെയ്ത പോലെ നമുക്ക് വേണമെങ്കിൽ അത് ഹാഫ് ഇൻഫർമേഷൻ ആയിട്ടും ചെയ്യാം. അപ്പോൾ ഇതിന് ശേഷം ഞാനത് സേവ് ചെയ്യുന്നതിന് പകരം ഞാനിവിടെ ചെയ്യുന്നത് ഹോൾഡ് എന്ന ഓപ്ഷൻ ചെയ്യുന്നു. ഹോൾഡ് ക്ലിക്ക് ചെയ്തു. ഹോൾഡ് ക്ലിക്ക് ചെയ്ത സിസ്റ്റം ചോദിക്കും ടെമ്പററി ഡോക്യുമെൻറ്റ് നമ്പർ എന്താണ്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു എൻ്റെ പേര് ഇപ്പം ജേക്കബ് 1 എന്ന് കൊടുക്കാം തൽക്കാലം. എൻ്റെ പേരിൽ ഞാൻ ഇങ്ങനെ ഒരു ഇടാം. അപ്പോൾ ഇത് ഇവിടെ കാര്യം ശ്രദ്ധിക്കണം, ഞാനിവിടെ ആൽഫബറ്റും ന്യൂമറിക്കലും കമ്പൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ കേസിലൊക്കെ എന്തുണ്ട്, ന്യൂമറിക്കൽ മാത്രമേ ഉള്ളൂ. ഇവിടെ ആൽഫബറ്റിക്കൂടെ കമ്പൈൻ ചെയ്ത് കൊടുത്തു. ഞാൻ ഡോക്യുമെൻറ്റ് ഹോൾഡ് ചെയ്ത് വെച്ചു. അപ്പം ഡോക്യുമെൻറ്റ് ജേക്കബ് 1 എന്ന് പറയുന്ന ഡോക്യുമെൻറ്റ് ഹെൽഡാണ്. മീൻസ് അത് ടെമ്പററി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. ഈ ഡോക്യുമെൻറ്റിനെ നമുക്കൊന്ന് റിപ്പോർട്ടിലേക്ക് എടുത്ത് നോക്കാം. FBL1 ഇവിടെ ഇത് ഒരിക്കലും റിഫ്ലക്റ്റ് ചെയ്യില്ല. ഇനി ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇത്, പക്ഷേ നോട്ടഡ് ഐറ്റത്തിൽ ഇത് വരില്ല. ഇതിവിടെ നമുക്ക് റിപ്പോർട്ടിൽ ഇത് ഉൾപ്പെടുത്താനും പറ്റില്ല. കാരണം ഇവിടെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ നോട്ടഡ് ഐറ്റം എന്ന് പറയുന്ന ഐറ്റം മാത്രമേ, നോട്ടഡ് ഐറ്റം എന്ന് പറയുന്നത് വേറെ ടൈപ്പാണ്. നമുക്കതിനെ ഈ എന്താ പറയുക, റിക്വസിഷനൊക്കെ വരുന്നൊരു കേസുണ്ട്. അത് പിന്നീട് വരുന്നൊരു ടോപ്പിക്കാണ്. അപ്പം ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന, റിപ്പോർട്ടിൽ വേണം നമുക്ക് ഉൾപ്പെടുത്താനും പറ്റില്ല. കാരണം ഇത് ഈ ഒരു ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് പ്യുവർലി റഫറൽ ഡോക്യുമെൻ്റ് മാത്രമാണ്. അപ്പം ഇതിനെ പിന്നീട് നമുക്ക് ഓൾഡ് ഡോക്യുമെന്റ് ഡിസ്പ്ലേ. ഡോക്യുമെന്റ്സ് ഒന്നുമില്ലല്ലോ. ഓക്കെ, നമ്മൾ ഈ നേരത്തെ FB01 എന്നൊരു ടീ കോഡ് ഉണ്ട്, FB01. ഈ FB01 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നമ്മൾ നോർമലി പോസ്റ്റ് ചെയ്യുന്ന അതേ ടീ കോഡ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഹെൽഡ് ഡോക്യുമെൻ്റ് എന്ന ഓപ്ഷൻ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഹെൽഡ് ഡോക്യുമെൻ്റ്, ഈ ഹെൽഡ് ഡോക്യുമെൻ്റ് എടുത്തു കഴിയുമ്പോൾ ഡോക്യുമെൻ്റ് ലിസ്റ്റിൽ നമ്മുടെ യൂസർ സ്പെസിഫിക് ആയിട്ട് ലിസ്റ്റ് കിട്ടും. ഈ യൂസർ സ്പെസിഫിക് ലിസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഡോക്യുമെൻറ്റിനെ റീകോൾ ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഡോക്യുമെൻ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാം. അല്ലെങ്കിൽ അഗൈൻ അതിനെ ഹെൽഡ് ചെയ്ത് തന്നെ വെക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഡോക്യുമെൻ്റ് റീകോൾ ചെയ്യാൻ പറ്റുന്നത് ചെയ്യുന്നത്. FB01 എടുത്താൽ മതി.
റീകോൾ ചെയ്യുന്ന കാര്യമായിട്ട് ഈ കൂടി ഞാൻ മറന്നുപോയിരുന്നു. അപ്പം FB01 എടുത്ത് നിങ്ങൾക്ക് ഈ ഡോക്യുമെൻ്റ് കാണാൻ വേണ്ടി പറ്റും. പക്ഷേ ഈ ഡോക്യുമെൻ്റ് എവിടെയും ഒരു സ്ഥലത്തും ഈ ഡോക്യുമെൻ്റ് എഫക്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് ഡോക്യുമെൻ്റ് നമ്പർ ഇൻറ്റേർണൽ ആണ് അതിൻ്റെ നമ്പർ 01. ഓക്കെ, അതോടെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആ നമ്പർ തന്നെ നേരെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഡിലീറ്റ് കൊടുത്താൽ ആ ഡോക്യുമെൻറ്റ് ഡിലീറ്റ് ആയിക്കോളും. അതിന് FB01 എന്ന T കോഡ് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഈ രണ്ട് ഡോക്യുമെൻ്റ് ഈ ഡോക്യുമെൻ്റ് പ്യുവർലി നോൺ അക്കൗണ്ടിങ് ഡോക്യുമെൻ്റ് ആണ്. അത് നിങ്ങൾ എപ്പോഴാണോ കൺവേർട്ട് ചെയ്യുന്ന ആ സമയത്ത് മാത്രമേ അത് ഒരു പാർക്ക് ഡോക്യുമെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു റിയൽ ഡോക്യുമെൻ്റ് ആയിട്ടോ മാറുകയുള്ളൂ. അല്ലാത്ത സമയം വരെ ഈ ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് റെഫറൽ ഡോക്യുമെൻ്റ് മാത്രം നിങ്ങളുടെ യൂസർ സ്പെസിഫിക് ആയിട്ട് നിങ്ങളത് സേവ് ചെയ്ത് വെക്കുന്നതാണ്. ഈ പാർക്ക് ഡോക്യുമെൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതും ഒരു നോൺ അക്കൗണ്ടിങ് ഡോക്യുമെൻ്റ് തന്നെയാണ്. പക്ഷേ അത് കുറച്ചുകൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. പാർക്ക് ഡോക്യുമെൻറ്റും പോസ്റ്റ് ഡോക്യുമെൻറ്റും ഹോൾഡ് ഡോക്യുമെൻറ്റ് നമ്പറും ഇല്ല, നമ്പർ നിങ്ങൾ തന്നെയാണ് കൊടുക്കുന്നത്. ഇനി മറ്റൊരു കോൺസെപ്റ്റ്, ഇത് രണ്ടും ഓക്കെയാണ്. നമുക്ക് അടുത്ത കോൺസെപ്റ്റിലേക്ക് പോകാം. അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞു ഓൾറെഡി നമുക്ക് ഡോക്യുമെൻ്റ് പോസ്റ്റ് ചെയ്യാൻ നമ്മൾ കണ്ടു, അതിനകത്ത് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ ഓപ്ഷൻസ് ആണെന്ന് കണ്ടു. ഇനി അങ്ങനെയല്ല നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് പാർക്ക് ചെയ്ത് വെക്കാമെന്ന് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഡോക്യുമെൻ്റ് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്ത് വെക്കാമെന്നും കണ്ടു. ഇനി മറ്റൊരു കേസ്, നിങ്ങൾ ഇൻ കേസ് ഒരു ഡോക്യുമെൻ്റ് നിങ്ങൾ പ്രോസസ്സ് ചെയ്ത് തെറ്റിപ്പോയി, മീൻസ് അതിനകത്ത് എന്തോ ഒരു കറക്ഷൻ വന്നു. അപ്പോൾ അതിനെ എങ്ങനെയാണ് നിങ്ങൾക്ക് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുക? അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞ ഡിലീഷൻ ഓപ്ഷൻ ഇല്ല. അപ്പം ഡിലീഷൻ ഓപ്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് അക്കൗണ്ട്സിൽ അതിൻ്റെ എഫക്റ്റ് നമുക്ക് നല്ലിഫൈ ചെയ്ത് കളയണം, അല്ലെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്ത് കളയണം. അപ്പോൾ അതിനെന്താണ് ഓപ്ഷൻ? അതിനാണ് സിസ്റ്റം റിവേഴ്സൽ എന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഡോക്യുമെൻ്റ് റിവേഴ്സൽ. അപ്പോൾ ഡോക്യുമെൻ്റ് റിവേഴ്സലാണ് റിവേഴ്സൽ. ഈ റിവേഴ്സൽ എന്ന് പറയുന്നതിന് നമ്മൾ ചെയ്ത എൻട്രിക്ക് ഒരു ഓപ്പോസിറ്റ് എൻട്രി പോസ്റ്റ് ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ് റിവേഴ്സൽ എന്ന് പറയുന്നത്. നമ്മൾ ചെയ്തതിന് ആസ് ഇറ്റ് ഈസ് സിസ്റ്റം ഒരു റിവേഴ്സ് എൻട്രി പോസ്റ്റ് ചെയ്യുന്നു. നമുക്ക് ഒരു പുതിയ 2 GL അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടതൊന്ന് കാണിച്ചു തരാം, എങ്കിലേ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ 2 GL അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ഒന്ന് 1000002 എന്നൊരു അക്കൗണ്ടും അതുപോലെ തന്നെ 100003 എന്ന അക്കൗണ്ടും. അപ്പോൾ ഇതിന് ഞാൻ അക്കൗണ്ടിന് പേര് കൊടുക്കുന്നത് പെറ്റി ക്യാഷ് 1 എന്ന് കൊടുക്കാം. 1 എന്നും ഇതിന് പെറ്റി ക്യാഷ് 2 എന്നും കൊടുക്കുന്നുണ്ട്. പെറ്റി ക്യാഷ് 1 ഓൾറെഡി അവിടെ പെറ്റി ക്യാഷേ ഉള്ളൂ. പെറ്റി ക്യാഷ് 1 ഉം പെറ്റി ക്യാഷ് 2 എന്ന് കൊടുക്കാം. ഈ 2 ടെമ്പററി അക്കൗണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തത്, കാരണം നമുക്കത് ബ്ലാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ മൂവ്മെൻറ്റ് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഒരു അക്കൗണ്ട് ഡെബിറ്റ് ചെയ്ത് മറ്റേ അക്കൗണ്ട് ഞാൻ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇതാണ് എൻ്റെ ട്രാൻസാക്ഷൻ നടന്നിട്ടുള്ളത്. ഞാൻ അത് ആ GL അക്കൗണ്ടുകളൊന്ന് ക്രിയേറ്റ് ചെയ്യട്ടെ. FS00 എടുത്തിട്ട് ക്രിയേറ്റ് കൊടുത്തു. കമ്പനി കോഡിൽ 1000002 നമ്പർ കുറഞ്ഞു പോയി. കോപ്പി എടുത്തിട്ട് 2 പെറ്റി ക്യാഷ് 1 എന്ന് പേര് കൊടുത്തിട്ടുണ്ട്, സേവ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കോപ്പി എടുത്തിട്ട് പെറ്റി ക്യാഷ് 2 എന്ന് പറഞ്ഞ അക്കൗണ്ടിൻ്റെ നമ്പർ കൊണ്ട് ചെയ്യുന്നുണ്ട്. 3 കൊടുക്കാം. പെറ്റി ക്യാഷ് 2 സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 അക്കൗണ്ടുണ്ട്. ഞാൻ ഈ അക്കൗണ്ട് വെച്ചിട്ടൊരു ട്രാൻസാക്ഷൻ ചെയ്യും. ഒരു ടെമ്പററി ഒരു എന്താ പറയുക ഒരു
ഡമ്മി ട്രാൻസാക്ഷനാണ്. അപ്പോൾ ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ ഡോക്യുമെൻ്റ് പോസ്റ്റ് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഡോക്യുമെൻ്റ് ഡേറ്റ് ഞാൻ ഇന്നത്തെ ഡേറ്റ് തന്നെ കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ ഡേറ്റ് തന്നെ കൊടുത്ത് ബാക്കി ടേംസ് ഒക്കെ ഞാൻ ടെസ്റ്റ് ഡോക്യുമെൻ്റാണ് ചെയ്യുന്നത്. ഇതും ടെസ്റ്റ് ഡോക്യുമെൻ്റാണ്. ഡെബിറ്റ് ചെയ്യുന്നത് 100,002, പെറ്റി ക്യാഷ് 1. ക്രെഡിറ്റ് ചെയ്യുന്നത് 100,003, പെറ്റി ക്യാഷ് 2. ഇത് ഞാൻ ഡെബിറ്റ് ചെയ്തു. പെറ്റി ക്യാഷ് 1 ഡെബിറ്റ് ചെയ്തു, പെറ്റി ക്യാഷ് 2 ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. എമൗണ്ട് ഞാൻ 1000 റുപ്പീസാണ് കൊടുക്കുന്നത്. 1000. ടെക്സ്റ്റ് ഞാൻ ടെസ്റ്റ് ഡോക്യുമെൻ്റാണ് ടെസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റ്. ഓക്കെ, എൻട്രി സിസ്റ്റം ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് ഞാനത് പോസ്റ്റ് ചെയ്തു. ഡോക്യുമെൻ്റ് 6th ഡോക്യുമെൻ്റ് പോസ്റ്റ് ആയിട്ടുണ്ട് കമ്പനി കോഡിൽ. നമുക്ക് അതിൻ്റെ റിപ്പോർട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. FBL3N എടുത്തിട്ട് റിപ്പോർട്ട്സ് ഒന്ന് ചെക്ക് ചെയ്യാം. 2 അക്കൗണ്ടിൻ്റെ റിപ്പോർട്ടാണ് നമുക്കിപ്പോൾ വേണ്ടത്, 3ഉം 2ഉം. $100,002, $100,003. ഈ 2 GL അക്കൗണ്ടിൽ റിപ്പോർട്ട് നമുക്ക് വേണം. 2 അക്കൗണ്ടിലും 1000 റുപ്പീസ് വീതം ബാലൻസ് ഉണ്ട്. നമ്മൾ ഈ ചെയ്ത ഡോക്യുമെൻ്റ് മിസ്റ്റേക്കിൽ നമ്മൾ പോസ്റ്റ് ചെയ്താൽ, അപ്പം അത് എനിക്ക് ഈ ഡോക്യുമെൻ്റ് ആക്ച്വലി വേണ്ടാത്തതായിരുന്നു. ഒന്നുകിൽ ഞാൻ ടെസ്റ്റ് ചെയ്യേണ്ട പ്രൊവിഷൻ ഇല്ല നോർമലി, പക്ഷേ ഞാനത് ബൈ മിസ്റ്റേക്കിൽ പോസ്റ്റ് ചെയ്താണ്. എനിക്ക് ഈ ഡോക്യുമെൻ്റ് വേണ്ട. അപ്പം എനിക്ക് ഡിലീറ്റ് ചെയ്യാനും പറ്റില്ല. ഓൾറെഡി എഡിറ്റ് ചെയ്യാൻ നോക്കിയാൽ നമുക്ക് ബേസിക് ഇൻഫർമേഷൻ മാത്രമേ എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഡിലീറ്റ് ചെയ്ത് കളയാൻ എനിക്ക് പറ്റുകയില്ല. അപ്പോൾ ഇതിനുള്ള സൊല്യൂഷനാണ് ഈ ഡോക്യുമെൻ്റ് റിവേഴ്സൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അപ്പോൾ ഡോക്യുമെൻ്റ് 6 ആണ്. ഇത് ഓർത്തിരിക്കുക, ഡോക്യുമെൻ്റ് നമ്മൾ പോസ്റ്റ് ചെയ്ത ഡോക്യുമെൻ്റ് 6th ഡോക്യുമെൻ്റ് ആണ്, അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് നമ്പർ 1 സീരീസിൽ 6 ആണ്. ഈ ഡോക്യുമെൻ്റ് റിവേഴ്സൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേ പാത്തിൽ തന്നെ അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ജനറൽ ലെഡ്ജർ, അതിൽ ഡോക്യുമെൻ്റ് എന്ന് പറയുന്ന ഫോൾഡറിൽ റിവേഴ്സ് എന്ന ഓപ്ഷൻ കാണാം, ഫോൾഡർ കാണാം. അതിനകത്ത് ഇൻഡിവിജ്വൽ റിവേഴ്സൽ FB08 ആണ് T കോഡ്. FB08 എടുക്കുമ്പോൾ നിങ്ങളോട് ചോദിക്കുന്ന ഡോക്യുമെൻ്റ് നമ്പർ ചോദിക്കും. അപ്പോൾ നമുക്കറിയാമല്ലോ ഏത് ഡോക്യുമെൻ്റ് റിവേഴ്സ് ചെയ്യണമെന്ന് നമുക്കറിയാം. ആ നമ്പർ നിങ്ങൾ സെർച്ച് ചെയ്തിട്ടോ മാനുവലി ടൈപ്പ് ചെയ്തിട്ടോ എടുക്കുക. അപ്പോൾ എനിക്ക് 6th ഡോക്യുമെൻ്റാണ് റിവേഴ്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ആ ഡോക്യുമെൻ്റ് നമ്പർ സെലക്ട് ചെയ്തു. കമ്പനി കോഡും ഫിസിക്കൽ ഇയറും അവിടെ വന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് വേണം. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ വേണം, നിങ്ങൾ അതിൻ്റെ റിവേഴ്സൽ റീസൺ കൊടുക്കണം. എന്തുകൊണ്ടാണ് ഈ ഡോക്യുമെൻ്റ് റിവേഴ്സ് ചെയ്യുന്നത്? അപ്പം അത് തെറ്റിപ്പോയെന്നൊന്നും അല്ല പറയേണ്ടത്. 2 കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. ഒന്നിക്കിൽ റിവേഴ്സൽ ഇൻ തെറ്റിയാണ് കൊടുത്തേക്കുന്നത്. ഈ 2 റീസണുണ്ട്, 01ഉം 02. ഈ കൊടുത്ത നറേഷൻ തെറ്റാണ്. ഇത് എഡിറ്റ് ചെയ്ത് മാറ്റിയതാണ്. റോങ് പോസ്റ്റിങ്ങും റോങ് പീരീഡും നല്ല ഉണ്ടാവുക. റിവേഴ്സൽ ഇൻ കറണ്ട് പീരീഡും റിവേഴ്സൽ ഇൻ പ്രീവിയസ് പീരീഡും. 01 മീൻസ് റിവേഴ്സൽ ഇൻ കറണ്ട് പീരീഡ്, 02 മീൻസ് റിവേഴ്സൽ ഇൻ പ്രീവിയസ് ക്ലോസ്ഡ് പീരീഡ്. അപ്പം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കറണ്ട് പീരീഡിലാണെങ്കിൽ സിസ്റ്റത്തിന് പ്രശ്നമൊന്നുമില്ല, അത് നോർമലായിട്ട് തന്നെ പോയിക്കോളും. ക്ലോസ്ഡ് പീരീഡ് എന്ന് പറയുമ്പോൾ ആ ട്രാൻസാക്ഷൻ വരേണ്ടത് കറണ്ട് പീരീഡില്ല. കാരണം ക്ലോസ്ഡ് പീരീഡിൽ ആ റിവേഴ്സൽ എൻട്രി ഇടാൻ വേണ്ടി പറ്റില്ല. കാരണം നിങ്ങൾ ചെയ്ത ട്രാൻസാക്ഷൻ ആസ് ഇറ്റ് ഈസ് സിസ്റ്റം റിവേഴ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റിവേഴ്സൽ ഇൻ ക്ലോസ്ഡ് പീരീഡ് ആകുമ്പം സിസ്റ്റം എന്ത് ചെയ്യണം, കറണ്ട് പീരീഡിൽ ആ ട്രാൻസാക്ഷൻ ഇടാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം 01 എന്ന് പറയുന്നത് 02, ബാക്കി ഇതൊക്കെ നോർമലി ഇല്ലാത്ത നറേഷൻസ് ആണ്. അപ്പം നമുക്ക് രാവിലെ നോർമലി 2 എണ്ണം ഉണ്ടാവുക, റിവേഴ്സൽ ഇൻ കറണ്ട് പീരീഡും റിവേഴ്സൽ ഇൻ ക്ലോസ്ഡ് പീരീഡും. അപ്പോൾ 01 ആണ് കറണ്ട് പീരീഡിൻ്റെ കേസിൽ. ഞാൻ ആ റീസൺ എടുത്തിട്ടുണ്ട്. ഈ ടെക്സ്റ്റുകളൊക്കെ അറിയാത്തൊരു മാറ്റി കൊടുക്കുന്നതാണ്. അപ്പം 01 എടുത്തു ഞാൻ. എന്നിട്ട് അത് സിംപിളി ഞാനതിന് പോസ്റ്റ് എന്ന ഓപ്ഷൻ കൊടുത്തു. അപ്പം സിസ്റ്റം പറയുക നെക്സ്റ്റ് ഡോക്യുമെൻറ്റ് 7th ഡോക്യുമെൻറ്റ് ജനറേറ്റ് ആയി എന്നാണ് പറയുക. ഈ 7th ഡോക്യുമെൻറ്റ് ജനറേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട്സിൽ എന്താണ് എഫക്റ്റ് എന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് നമുക്ക് ആദ്യം ഒന്ന് നമ്മുടെ റിപ്പോർട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. റിപ്പോർട്ടിൽ അതിൻ്റെ എഫക്റ്റ് ആണല്ലോ നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് 2ഉം 3ഉം ആണ് അറിയേണ്ടത്. ഡോക്യുമെൻ്റ് 2ഉം GL അക്കൗണ്ട് 2ഉം 3ഉം എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ബാലൻസ് 0 ആയി. പെറ്റി ക്യാഷ് 1ൻ്റെയും പെറ്റി ക്യാഷ് 2ൻ്റെയും ബാലൻസ് 0 ആയി. മീൻസ് ആ അക്കൗണ്ടുകൾക്ക് ഇപ്പോൾ ബാലൻസ് ഇല്ല. അപ്പോൾ നമ്മുടെ ബുക്സിന് അത് എഫക്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ബുക്സിലെ ബാലൻസിന് അത് എഫക്റ്റ് ചെയ്യുന്നില്ല. പിന്നെ സിസ്റ്റം എന്താ ചെയ്തെന്ന് നോക്കിയേ. 6th ഡോക്യുമെൻ്റ് SA ഡോക്യുമെൻ്റ് ആണ്, 7th ഡോക്യുമെൻ്റ് AB ഡോക്യുമെൻ്റ് ആണ്. ഞാൻ ഈ ഡോക്യുമെൻ്റ് ടൈപ്പ് പറഞ്ഞപ്പോൾ തന്നെ AB എന്ന ഡോക്യുമെൻ്റ് ടൈപ്പിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
എ ബി എന്ന് പറയുന്നത് നോർമലി റിവേഴ്സലിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഡോക്യുമെൻ്റാണ്. സിസ്റ്റം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പോസ്റ്റ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി എങ്ങനെയാണ് സിസ്റ്റം അത് എ ബി ആയിട്ട് പോസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ സിസ്റ്റത്തിന് അത് റിവേഴ്സൽ എന്നുള്ള ടൈപ്പ് എടുക്കുമ്പോൾ അത് എ ബി എടുക്കണമെന്ന് നമ്മൾ തന്നെയാണ് ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. അതായത് നിങ്ങൾ ഈ ഡോക്യുമെൻ്റ് ടൈപ്പ് എടുക്കുമ്പോൾ ഡോക്യുമെൻ്റ് ടൈപ്പ് ഞാൻ നേരത്തെ എടുത്ത അതേ ഡോക്യുമെൻ്റ് ടൈപ്പിൽ തന്നെ ഈ ഡോക്യുമെൻ്റ് റിവേഴ്സൽ ടൈപ്പ് അതിൽ തന്നെ ഡിഫോൾട്ടായിട്ട് മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എസ് എ ഡോക്യുമെൻ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. ഡോക്യുമെൻ്റ് നമ്പറിന് തൊട്ട് താഴെ കണ്ടോ റിവേഴ്സ് ഡോക്യുമെൻ്റ് ടൈപ്പ്. അതായത് സിസ്റ്റം പറയുന്നുണ്ട് ഈ ഡോക്യുമെൻ്റ് ഇൻ കേസ് റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ അത് എ ബി ടൈപ്പ് ആയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് ഈ സിസ്റ്റം ആ ഡോക്യുമെൻറ്റിൻ്റെ ടൈപ്പ് പിക്ക് ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ എ ബിൻ്റെ ടൈപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ എ ബിക്കകത്ത് അത് കൊടുത്തിട്ടുണ്ടാവും. എ ബിൻ്റെ നമ്പർ റേഞ്ച് എന്തായിരിക്കണം എന്നൊക്കെ എ ബിക്കകത്ത് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ സിസ്റ്റം പ്രോസസ്സ് ചെയ്യുമ്പോൾ എ ബി പ്രോസസ് ചെയ്യും. അപ്പോൾ 01 ആണ് ഇത് സീരീസ് എന്ന് പറഞ്ഞു സിസ്റ്റം അതിൽ നിന്ന് എടുത്തിട്ട് പ്രോസസ്സ് ചെയ്യും. അത് അത്രയേ ഉള്ളൂ എ ബി എന്ന് പറയുന്ന ഡോക്യുമെൻ്റ് ടൈപ്പ്. അപ്പോൾ ഇങ്ങനെയാണ് സിസ്റ്റം നമ്പർ റേഞ്ച് എടുത്തത്, അല്ല ഡോക്യുമെൻ്റ് ടൈപ്പ് എടുത്തത്. അപ്പോൾ ഇങ്ങനെ സിസ്റ്റം എന്ത് ചെയ്തു, ആ ഡോക്യുമെൻറ്റിനെ സിസ്റ്റം ക്യാൻസൽ ചെയ്തിട്ടൊരു എൻട്രി പ്രിപ്പയർ ചെയ്തു. അപ്പം ഇങ്ങനെയാണ് ചെയ്യുക. എന്ത് ഡെബിറ്റ് ചെയ്തു അതിനെ ക്രെഡിറ്റ് ചെയ്യും, എന്ത് ക്രെഡിറ്റ് ചെയ്തു അതിനെ ഡെബിറ്റ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെ 50യും 40യും വന്നു. 40ക്ക് അഗേൻസ്റ്റ് 50 ഇട്ടു, 50ക്ക് അഗേൻസ്റ്റ് 40 ഇട്ടു. ഇനി ആ ഡോക്യുമെൻ്റ് ഒന്ന് ചെക്ക് ചെയ്താലോ, നമ്മൾ ചെയ്ത ഡോക്യുമെൻ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാലോ. ഇവിടെ ഞാൻ ഫസ്റ്റ് ലൈനായിട്ട് ഡെബിറ്റ് ആയിരുന്നു, ഇവിടെ ഫസ്റ്റ് ലൈനിൻ്റെ ക്രെഡിറ്റ് ആയി. അതായത് 2 ഞാൻ ഡെബിറ്റാണ് ചെയ്ത്, ഇവിടെ 2 ക്രെഡിറ്റ് ചെയ്തു. 3 ക്രെഡിറ്റാണ് ചെയ്ത്, അതിനോട് സിസ്റ്റം ഡെബിറ്റ് ചെയ്തു. അപ്പം സിസ്റ്റം എന്ത് ചെയ്യുന്നത്, ആസിറ്റീസ് തന്നെ തിരിച്ച് റിവേഴ്സ് പാസ് ചെയ്യുന്നതാണ് സിസ്റ്റം ചെയ്യുന്നത്. അപ്പം ഇതാണ് ഈ റിവേഴ്സൽ എന്ന് പറഞ്ഞത്. ഇത് നോർമലി നടക്കുന്ന കാര്യമാണ്. ഇതും മിസ്റ്റേക്ക് വരാം, നമ്മൾ മനുഷ്യരല്ലേ, അപ്പം നമ്മൾ ചെയ്യുമ്പോൾ മിസ്റ്റേക്കുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പം വന്നു കഴിഞ്ഞാൽ നമുക്ക് SAP ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, റിവേഴ്സൽ എന്ന ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ റിവേഴ്സൽ ചെയ്ത് കഴിഞ്ഞാൽ ബുക്സിൽ വാല്യൂ പോകും. അപ്പം നമുക്ക് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, കാരണം ബുക്സിൽ വാല്യൂ പോകുന്നു. നിങ്ങൾ ഈ ഡോക്യുമെൻറ്റ്സ് കീപ്പപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ഹാർഡ് കോപ്പീസ് ഫയൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ബുക്ക് കീപ്പിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 3 ഡോക്യുമെൻറ്റും, അതായത് ഒറിജിനൽ ഡോക്യുമെൻറ്റ് നിങ്ങൾ കീപ്പ് ചെയ്യും, ഇതിൻ്റെ റിവേഴ്സൽ ഡോക്യുമെൻറ്റ് നിങ്ങൾ കീപ്പ് ചെയ്യും. മൂന്നാമത് അതിൻ്റെ പുതിയ ഇതിന് പകരം വന്ന ഒരു നോർമൽ ഡോക്യുമെൻ്റ് ഉണ്ടല്ലോ, ആ ഡോക്യുമെൻ്റ് കീപ്പ് ചെയ്യും. അപ്പോൾ ഒരു ഡോക്യുമെൻ്റ് പകരം 3 ഡോക്യുമെൻ്റ് ജനറേറ്റ് ആവും. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. അല്ലാതെ വേറെ അതുകൊണ്ട് നമുക്ക് നോർമലി ഉള്ള പ്രശ്നങ്ങളൊന്നുമില്ല. 2 ഡോക്യുമെൻ്റ്, ഒറിജിനൽ ഡോക്യുമെൻ്റ് മീൻസ് ആദ്യം ചെയ്ത തെറ്റിപ്പോയ ഡോക്യുമെൻ്റ്, അതിൻ്റെ റിവേഴ്സൽ ഡോക്യുമെൻ്റ്, മൂന്നാമതിന് ശരിക്കും ചെയ്യാൻ വേണ്ടി പോകുന്ന ഡോക്യുമെൻ്റ്, ഇങ്ങനെ 3 ഡോക്യുമെൻറ്റും അവിടെ ഉണ്ടാവും. അപ്പോൾ ഇനി നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഈ ഡോക്യുമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ, ഈ ഡോക്യുമെൻ്റ് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഹെഡർ ഇൻഫർമേഷൻ എടുത്തു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഡോക്യുമെൻ്റ് ഹെഡർ വ്യൂ എടുത്തു കഴിഞ്ഞാൽ, ഓവർവ്യൂ അല്ല, സോറി, ഹെഡർ വ്യൂ ആണ്. ഡോക്യുമെൻ്റ് ഹെഡർ വ്യൂ ഞാനിത് ഇവിടെ നിന്ന് എടുത്തുകൊണ്ടാണ് ഈ ഓപ്ഷൻ നിന്ന് കിട്ടുന്നത്. നമുക്ക് ആ ഡോക്യുമെൻ്റ് ഡിസ്പ്ലേ തന്നെ പോകും, അതായത് FB03 തന്നെ പോകും. ഞാൻ ഈ ഡോക്യുമെൻറ്റിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ഡോക്യുമെൻ്റ് ഓവർവ്യൂ എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അവിടെ പക്ഷേ നമുക്ക് ഫുൾ വ്യൂ കിട്ടില്ല. FB03 എടുത്താൽ അവിടെ 7th ഡോക്യുമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഇൻഫർമേഷൻ കിട്ടും. ഇവിടെ അതിൻ്റെ ഡോക്യുമെൻ്റ് ഹെഡറിൽ നിങ്ങൾക്കിത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ആ ഇൻഫർമേഷൻ വന്നിട്ടുണ്ടാവും. ഇവിടെ റിവേഴ്സൽ ഡോക്യുമെൻ്റ് ഡീറ്റെയിൽസിൽ ആ 6th ഡോക്യുമെൻ്റ് റിവേഴ്സൽ ഡോക്യുമെൻ്റ് അതിവിടെ കാണിച്ചിട്ടുണ്ടാവും. റിവേഴ്സൽ റീസൺ 01 ആണെന്നിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇനി നിങ്ങൾ 6th ഡോക്യുമെൻ്റ് എടുക്കുന്നെങ്കിലോ, അപ്പോൾ 2 ഡോക്യുമെൻറ്റിൽ ആ റെഫറൻസ് വരും. സിസ്റ്റം അത് ഓട്ടോമാറ്റിക്കായിട്ട് പോസ്റ്റ് ചെയ്യും. ഇതിൻ്റെ ഹെഡർ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, റിവേഴ്സ്ഡ് ബൈ, ഈ ഡോക്യുമെൻ്റ് വെച്ചത് റിവേഴ്സ് ചെയ്തിട്ടുണ്ട് എന്ന് കാണിച്ചിട്ടുണ്ടാവും. റീസൺ 01 എന്ന് കാണിച്ചിട്ടുണ്ടാവും. ലൈൻ ഐറ്റത്തിൽ ഇൻഫർമേഷൻസ് ഒന്നും വരുന്നില്ല എന്ന് തോന്നുന്നു. ലൈൻ ഐറ്റം ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ലൈൻ ആയിട്ട് നമ്മൾ ചെയ്യുന്ന റീസൺ ഇങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ ഈ 6th ഡോക്യുമെൻറ്റിനെ നമുക്കിനി ഈ ഡോക്യുമെൻ്റ് നമുക്ക് ശരിക്കും ഒരു അക്കൗണ്ടിങ് ഡോക്യുമെൻ്റ് അല്ലല്ലോ, നമുക്ക് നോർമലി ഈ ഡോക്യുമെൻ്റ് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ നോർമലി ഞങ്ങൾക്ക് ചെയ്തുകൊണ്ടിരുന്ന രീതി ഇങ്ങനെയാണ്. കാരണം അത് റിവേഴ്സലാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. കാരണം ഇതിപ്പോൾ ഓഡിറ്റർ ചിലപ്പം അവർ പിക്ക് ചെയ്യുന്ന കൂടെ ചിലപ്പോൾ ഈ നമ്പർ ഇത് വന്നു കഴിഞ്ഞാൽ, അപ്പോൾ ആ ഡോക്യുമെൻറ്റിൻ്റെ റെഫറൻസിലേക്ക് അവർ പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇത് ഇങ്ങനെ ഒരു റീസൺ ചെയ്യും. നമ്മൾ ഈ ഡോക്യുമെൻ്റ് എടുത്തിട്ട് അതിനകത്ത് ടെക്സ്റ്റ് ഇങ്ങനെ കൊടുക്കും, റിവേഴ്സ്ഡ് ബൈ 7 എന്നിങ്ങനെ ടെക്സ്റ്റ് കൊടുക്കും.
നെക്സ്റ്റ് ഐറ്റം. അപ്പോൾ 6th ഡോക്യുമെന്റിൽ റിവേഴ്സ്ഡ് ബൈ 7 എന്നും 7th ഡോക്യുമെന്റിൽ റിവേഴ്സൽ ഓഫ് 6 എന്നും കൊടുക്കും. റിവേഴ്സൽ ഓഫ് 6. നെക്സ്റ്റ് ലൈൻ ഐറ്റം മനസ്സിലായി. എല്ലാ ലൈൻ ഐറ്റത്തിലും നമ്മൾ ആ ടെക്സ്റ്റ് കൊടുക്കും, എന്നിട്ടത് സേവ് ചെയ്യും. അപ്പോൾ ഇതെന്തിനാ കൊടുക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ നമ്മുടെ ഈ ഡോക്യുമെൻ്റ് ലിസ്റ്റ് എടുക്കുമ്പോൾ, ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ റിപ്പോർട്ട് എടുക്കുമ്പോൾ റിപ്പോർട്ടിൽ അത് വരാൻ വേണ്ടിയിട്ടാണ്. FBL 3N ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ റിപ്പോർട്ടിൽ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇത് FBL 3N ഇപ്പോൾ GL അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കറക്റ്റായിട്ട് ഇങ്ങനെ ഈ ഡീറ്റെയിൽസ് ഇങ്ങനെ കിട്ടും. അതായത് ഇതിപ്പോൾ ലൈവ് അല്ല, ഇത് റിവേഴ്സലാണ്, ഇത് റിവേഴ്സലാണ്. അപ്പം ഈ ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ ഈ 2 ഡോക്യുമെൻ്റ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് നോർമലി ആവശ്യമില്ലല്ലോ, കാരണം ആ 2 ഡോക്യുമെൻ്റ് ക്യാൻസൽഡ് ഡോക്യുമെൻ്റ് ആണ്. റിവേഴ്സൽ മീൻസ് ക്യാൻസൽഡ് ആണ് എന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. അതിന് വേറെ വരുന്ന 3ാമത് വരുന്ന ഡോക്യുമെൻ്റ് ആയിരിക്കും അതിൻ്റെ ശരിക്കുള്ള അക്കൗണ്ടിങ് ഡോക്യുമെൻ്റായിട്ട് മാറും. അപ്പം ഇങ്ങനെയാണ് നമുക്ക് ഇൻ കേസ് SAP നിങ്ങൾ ചെയ്യുന്ന ഡോക്യുമെൻ്റ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ അതിനെ ക്യാൻസൽ ചെയ്യുന്നത് ഈ രീതിയിലാണ്. അതിന് FB08 എന്ന T കോഡാണ് ഉപയോഗിക്കുക റിവേഴ്സലിന് വേണ്ടിയിട്ട്. റിവേഴ്സൽ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു പുതിയ ഡോക്യുമെൻ്റ് ജനറേറ്റ് ആകും. അതൊരു AB ഡോക്യുമെൻ്റ് ആയിരിക്കും. SA ഡോക്യുമെൻ്റ് അഗെയിൻസ്റ്റ് വരുമ്പോൾ അതൊരു AB ഡോക്യുമെൻ്റ് ആയിരിക്കും. പിന്നെ നിങ്ങൾ ആ നറേഷൻ ഒന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ അത് ഫേമിൻ്റെ റിക്വയർമെൻ്റ് ആണ്. മാറ്റിയിട്ടില്ലെങ്കിലും നറേഷൻ മാറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് ഓഡിറ്റിങ്ങിൻ്റെ പർപ്പസിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നറേഷൻ മാറ്റിയിടുന്നത്. കാരണം ഓഡിറ്റേഴ്സ് അത് ചെക്ക് ചെയ്യുമ്പോൾ അവർക്കത് ആ ഡീറ്റെയിൽസ് കണ്ടിട്ട് അത് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ നമ്മൾ റിവേഴ്സൽ ഡോക്യുമെൻ്റൊക്കെ നമ്മൾ അതൊക്കെ പരിധിയില്ല കണ്ടുപിടിക്കും. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഈ റിവേഴ്സലിൻ്റെ നറേഷൻ കൂടെ അങ്ങ് പോസ്റ്റ് ചെയ്തിട്ടേക്കും. അപ്പോൾ ആ ഡീറ്റെയിൽസ് അവിടെ കിട്ടും. കാരണം ലൈൻ ഐറ്റത്തിൽ ആ ഇൻഫർമേഷൻ കിട്ടാൻ സാധ്യതയില്ല, അത് ഹെഡർ ഇൻഫർമേഷനിലേ കിട്ടുള്ളൂ. അപ്പോൾ ഹെഡർ ഇൻഫർമേഷൻ നോർമലി ഈ ലിസ്റ്റുകളിൽ വരില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് ആ റീസൺസ് ഒന്ന് ഇട്ടിട്ടുണ്ടാവും. അപ്പം ഇതാണ് നോർമലി ഉള്ള GL അക്കൗണ്ട് ഡോക്യുമെൻ്റ് പ്രോസസ്സിലുള്ളത്. ഇതിപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞതെല്ലാം ബാലൻസ് ഷീറ്റ് അക്കൗണ്ടുകളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം ബാലൻസ് ഷീറ്റ് അക്കൗണ്ട് അല്ലാത്ത അക്കൗണ്ടുകളും വരില്ല ട്രാൻസാക്ഷനിൽ. ഇപ്പോൾ എക്സാമ്പിൾ പറയാം, നമ്മൾ നേരത്തെ ആ റെഫറൻസ് തന്നതിനകത്ത് അതിലേക്ക് തന്നെ ഒന്ന് പോകാം. അപ്പോൾ ഇത് കുറേ അതൊക്കെ തന്നതെല്ലാം ബാലൻസ് ഷീറ്റ് അക്കൗണ്ടുകളാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഇതെല്ലാം ബാലൻസ് ഷീറ്റ് അക്കൗണ്ട് തന്നെയാണ്. അപ്പോൾ ഞാനത് നെക്സ്റ്റ് ഓപ്ഷൻ നമ്മൾ GL അക്കൗണ്ടിലേക്ക് പോകാം. GL അക്കൗണ്ട് ലിസ്റ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ കൺട്രോളിങ് ഏരിയ GL അക്കൗണ്ട് മാസ്റ്റർ ഡാറ്റ. ഇവിടെ ബാലൻസ് ഷീറ്റ് അക്കൗണ്ടുകളുണ്ട് നമുക്ക്, അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചേഴ്സും റവന്യൂ ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് അക്കൗണ്ടുകൾ നമുക്കുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്കിനി ഇതേ രീതിയിൽ തന്നെ വരുന്ന മറ്റൊരു ടൈപ്പാണ് നമ്മുടെ ഈ അക്കൗണ്ട് ടൈപ്പിനകത്ത് സെക്കൻഡറി കോസ്റ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ സെക്കൻഡറി കോസ്റ്റ് അല്ല, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം എന്ന് പറയുന്ന കാറ്റഗറി. ഇത് സെക്കൻഡറി കോസ്റ്റ് അല്ല, ഇവിടെ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം തന്നെയാണ് ഈ ഒരു കാറ്റഗറി. സെക്കൻഡറി കോസ്റ്റ് എന്നല്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയാം, നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ എന്താ വന്നിട്ടുള്ളത്, മിസ്സലേനിയസ് എക്സ്പെൻസസ് ഉണ്ട്, പ്രൈമറി കോസ്റ്റ് ആണ്. അതർ എക്സ്പെൻസസ് എന്നുള്ള കാറ്റഗറി, ലോസ് ഓഫ് അസറ്റ്, അല്ലെങ്കിൽ ഇതിന് അതർ എക്സ്പെൻസ് ഉണ്ടാവും. ഓക്കെ, എന്താണ് കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാറ്റഗറി ഉണ്ടാവും. ഈ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എക്സ്പെൻസ് പറയുമ്പോൾ പ്രൈമറി കോസ്റ്റും ഉണ്ട്, സെക്കൻഡറി കോസ്റ്റും ഉണ്ട്, അല്ലെങ്കിൽ പ്രൈമറി കോസ്റ്റും ഉണ്ട്, നോൺ ഓപ്പറേറ്റിംഗ് ഉണ്ട്, ഓപ്പറേറ്റിംഗ് നോൺ ഓപ്പറേറ്റിംഗ്. അപ്പോൾ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻഡിച്ചറോ റവന്യൂ ആണെങ്കിൽ നമ്മൾ ഈ രീതി തന്നെ ചെയ്യും. അപ്പോൾ നമുക്ക് ആ ഒരു ടൈപ്പ് കൂടെ ഒന്ന് നോക്കാം. അപ്പം ഞാൻ ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, ഞാൻ ഈ അക്കൗണ്ട് GL അക്കൗണ്ട് ആദ്യം ഒന്ന് ക്രിയേറ്റ് ചെയ്യട്ടെ. സോറി, FS00 ആണ്. FS00 ക്രിയേറ്റ് കൊടുത്തിട്ട് ഞാൻ 550000 എന്ന GL അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ടൈപ്പ് അതിൻ്റെത് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ് ടൈപ്പ്. ഇവിടെ ക്ലാസ് കൊടുത്തപ്പോഴും ഞാൻ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന ക്ലാസ് കൊടുത്തിട്ടുണ്ട്.
ഇനി അതിൻ്റെ ഷോർട്ട് ടെക്സ്റ്റിൽ അവിടെ എന്താ കൊടുത്തത്, ആ ടെക്സ്റ്റ് തന്നെ കൊടുക്കാം. ഞാൻ അതർ എക്സ്പെൻസസ് എന്ന് കൊടുക്കുന്നുണ്ട്. അതർ എക്സ്പെൻസസ് സോറി അതർ എക്സ്പെൻസസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് നോർമലി ഒരു അക്കൗണ്ടാണ്. ഇവിടെ ഈ ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ 001 കൊടുക്കാം. ഇതിന് G001 കൊടുക്കാം. സേവ് ചെയ്യും. ഇത്രയും മതി. അപ്പോൾ ഈ ഒരു അക്കൗണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 50,000 നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ഒരു ഗസ്റ്റ് നമ്മുടെ ഓർഗനൈസേഷൻ വന്ന് ഇപ്പോൾ അവരുടെ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റുകളും എയർപോർട്ടിൽ നിന്നുള്ള പിക്കപ്പും അതുപോലെ തന്നെ സ്റ്റേയും ഒക്കെ ആയിട്ട് നമുക്കൊരു 50,000 നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റിന് നമുക്ക് ഇത് പറയാൻ പറ്റില്ല. കാരണം ചിലപ്പം പ്രീ ബിഡിങ്ങിൻ്റെ മുമ്പ് വന്ന എക്സ്പെൻസുകളായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ ബിഡിങ്ങിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ആരെങ്കിലും അപ്രോച്ച് ചെയ്ത എക്സ്പെൻസ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ നോർമലി ഉള്ള നമ്മുടെ ഏതെങ്കിലും ക്ലയൻറ്റ് വിസിറ്റോ ഇങ്ങനെ എന്തെങ്കിലും കാര്യമായിരിക്കും. അപ്പോൾ നമുക്ക് എവിടെയും ഒരു പ്രൊജക്റ്റിലും അത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ലോസോ അങ്ങനെ എന്തെങ്കിലും വന്നതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെയാണ് ഈ അതർ എക്സ്പെൻസ് എന്ന കാറ്റഗറി നമ്മൾ നോർമലി ഉൾപ്പെടുത്തുന്നത്. അപ്പം ഇവിടെ ഞാൻ ഇതിൻ്റെ ഡോക്യുമെൻ്റ് ഡേറ്റ് അതിനകത്ത് ഡേറ്റ് കൊടുക്കുന്നുണ്ട്. ഇവിടെ എക്സ്പെൻസിൽ ഞാൻ കൊടുക്കുന്നത് ക്യാഷ് പേയ്മെൻറ്റ് CPV എന്ന് കൊടുക്കാം. ക്യാഷ് പേയ്മെൻറ്റ് വൗച്ചർ 001. ആ പേയ്മെൻറ്റ് ക്ലെയിം ചെയ്ത വൗച്ചറിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, നമ്പർ കൊടുത്തിട്ടുണ്ട്. അവിടെ ടെക്സ്റ്റിൽ ഗസ്റ്റ് എക്സ്പെൻസസ് 072025. ഡെബിറ്റ് ചെയ്യുന്നത് 550000. ക്രെഡിറ്റ് ചെയ്യുന്നത് ക്യാഷ് ബാങ്ക് 100,100. ബാങ്ക് ത്രൂ ആണ് പേയ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. ഡെബിറ്റ് ചെയ്തു, ഇത് ക്രെഡിറ്റ് ചെയ്തു. എമൗണ്ട് 50,000 സ്റ്റാർ കൊടുത്താൽ മതി. ബാങ്ക് ഉണ്ടെങ്കിൽ വാലിഡേറ്റ് കൊടുക്കണം. ഞാൻ വാലിഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റിൽ ഗസ്റ്റ് എക്സ്പെൻസസ് നോക്കാം. ക്ലയൻറ്റ് വിസിറ്റ് നടക്കാം. 072025. ഓക്കെ, സിമുലേറ്റ് ചെയ്യാം ഡോക്യുമെൻറ്റ്. അപ്പോൾ ഡെബിറ്റ് ചെയ്തേക്കുന്ന അതർ എക്സ്പെൻസസും ക്രെഡിറ്റ് ചെയ്തേക്കുന്നത് SBI അക്കൗണ്ടും. സേവ് ചെയ്തിട്ടുണ്ട്. ഡോക്യുമെൻ്റ് ജനറേറ്റ് ആയിട്ടുണ്ട്. ഡിസ്പ്ലേ എടുത്ത് നോക്കാം. ഓക്കെ, നമുക്ക് അതർ എക്സ്പെൻസസ് ഡെബിറ്റായി, അതുപോലെ തന്നെ SBI അക്കൗണ്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ അതർ എക്സ്പെൻസസ് അല്ലെങ്കിൽ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന കാറ്റഗറി നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ അക്കൗണ്ട് നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ അത് FIയിൽ മാത്രമേ റിപ്പോർട്ട് ചെയ്യുള്ളൂ, CO റിപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സിസ്റ്റം എന്ത് ചോദിക്കുന്നില്ല, CO റിലേറ്റഡ് ആയ കോസ്റ്റ് സെൻറ്ററോ പ്രോഫിറ്റ് സെൻറ്ററോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചോദിക്കില്ല. അപ്പം അതൊന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ അക്കൗണ്ട് എടുത്ത് കാണിച്ചത്. അതായത് നിങ്ങൾ പ്രൈമറി കോസ്റ്റ് എന്ന് പറഞ്ഞ കാറ്റഗറി നമ്മളിപ്പോൾ അതിലേക്ക് പോകുന്നത്. ആ ഒരു പ്രൈമറി കോസ്റ്റ് എന്ന ടൈപ്പ് എടുക്കുമ്പോൾ മാത്രമേ സിസ്റ്റം എന്ത് ചെയ്യുള്ളൂ, നിങ്ങൾക്ക് ഈ പറയുന്ന എന്തെങ്കിലും ഒരു കോസ്റ്റ് നമ്മൾ നേരത്തെ ചെയ്ത പ്രോഫിറ്റ് സെൻറ്ററോ കോസ്റ്റ് സെൻറ്ററോ ഒക്കെ നിങ്ങൾ സിസ്റ്റം എടുക്കുകയുള്ളൂ. കാരണം നമ്മളതൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കോസ്റ്റ് സെൻറ്റേഴ്സും പ്രോഫിറ്റ് സെൻറ്റേഴ്സും ഒക്കെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കാറ്റഗറിക്ക് എടുക്കണമെങ്കിൽ അത് പ്രൈമറി കോസ്റ്റ് ആയിരിക്കണം. അങ്ങനെ അല്ലാത്ത ടൈപ്പ് ഉണ്ടെങ്കിൽ, ഈ നോൺ ഓപ്പറേറ്റിംഗ് എന്ന് പറയുന്ന കാറ്റഗറി ചെയ്ത അക്കൗണ്ടുകൾ എടുക്കുമ്പോഴും ബാലൻസ് ഷീറ്റിൻ്റെ സെയിം കാറ്റഗറി തന്നെ അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ ചെയ്യുന്നത്. അവിടെ നമുക്ക് വേറെ ഇൻഫർമേഷൻസ് ഒന്നും ആവശ്യമില്ല. വേറെ ഇൻഫർമേഷൻ മീൻസ് അവിടെ നിങ്ങൾക്ക് പ്രോഫിറ്റ് സെൻറ്റേഴ്സിൻ്റെ കോസ്റ്റ് സെൻറ്റേഴ്സിൻ്റെ ആവശ്യമുള്ള സിസ്റ്റം എന്ത് ചെയ്തോളും, അതൊന്നും ചോദിക്കില്ല. അത് ബൈ ഡിഫോൾട്ട് അത് അങ്ങനെ ആയിരിക്കും. അപ്പം അതുകൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഈ ടൈപ്പ് അക്കൗണ്ടിനകത്ത് നമുക്ക് അങ്ങനെയുള്ള ഇൻഫർമേഷൻ ഒന്നും ആവശ്യമില്ല. നോർമലി ബാലൻസ് ഷീറ്റ് അക്കൗണ്ട് കൊടുക്കുന്ന അത്രയും തന്നെ ഇൻഫർമേഷനെ ഇവിടെ ആവശ്യമുള്ളൂ. നോർമലി GL അക്കൗണ്ടും അതിൻ്റെ പോസ്റ്റ് കീയും, അല്ലെങ്കിൽ അത് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ എന്നുള്ള ആവശ്യവും അതിൻ്റെ നറേഷനും എമൗണ്ട് മാത്രമേ നിങ്ങൾക്ക് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ നമ്മളിനി അടുത്ത് നോക്കാൻ വേണ്ടി പോകുന്ന പ്രൈമറി കോസ്റ്റും റവന്യൂ ആണ്. ഈ പ്രൈമറി കോസ്റ്റ് റവന്യൂ അക്കൗണ്ടുകൾക്ക് മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം, അതിന് അഡീഷണൽ ഡീറ്റെയിൽസ് കൊടുക്കണം. ഈ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, ഇത്രയും ഓക്കെ ആണെന്ന് വിചാരിക്കും. നമുക്കൊരു ചെറിയ ടോപ്പിക്കിൽ കൂടെ ഇന്ന് പോകണം. നമുക്ക് നെക്സ്റ്റ് ഡേയിൽ നമുക്ക് ഈ പറയുന്ന കോസ്റ്റ് സെൻറ്റർ കണക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൺട്രോളിങ് കണക്റ്റഡ് ആയിട്ട് ഡോക്യുമെൻ്റ് നോക്കണം. അപ്പോൾ അവിടെ നമുക്ക്
നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ച ജി എൽ അക്കൗണ്ടിനകത്ത് നമുക്ക് ചെറിയ കറക്ഷൻസ് വരുത്താനുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ജി എൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ. അപ്പോൾ അവിടെ ഈ അക്കൗണ്ടിൽ ചെറിയൊരു കറക്ഷൻസ് വരുത്താനുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ജി എൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന വിൻഡോയിലേക്ക് തന്നെ പോകുന്നു. അതിനകത്ത് ഓൾറെഡി നമുക്ക് ബാലൻസ് ഷീറ്റ് അക്കൗണ്ടിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ അറിയാം. അതിന് പുറമെ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ സെയിൽസ് ഡൊമസ്റ്റിക് എന്ന് പറയുന്ന അക്കൗണ്ട് അതിൻ്റെ റവന്യൂ അക്കൗണ്ടാണ്. അതിന് പ്രൈമറി കോസ്റ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് ഇത് വരുന്നത്. റവന്യൂ അക്കൗണ്ടാണ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് ഇൻകം ആണ് ഇതിൻ്റെ കാറ്റഗറി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു അക്കൗണ്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. 400000 ന്യൂ എൻട്രി കൊടുത്തിട്ടുണ്ട്. 400000 എന്ന് ജി എൽ അക്കൗണ്ട് കൊടുത്തു. കമ്പനി കൊടുത്ത് കണ്ടിന്യൂ കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് ഡിസ്ക്രിപ്ഷനിൽ പോയി ഇവിടെ അതിൻ്റെ കോസ്റ്റ് ടൈപ്പ് എടുക്കുന്നത് പ്രൈമറി കോസ്റ്റ് ഓർ റവന്യൂ. അക്കൗണ്ട് ടൈപ്പിൽ ഓപ്പറേറ്റിംഗ് ഇൻകം. ഷോർട്ട് ടെക്സ്റ്റിൽ സെയിൽസ് ഡൊമസ്റ്റിക്. ഷോർട്ട് ടെക്സ്റ്റ്, ലോങ് ടെക്സ്റ്റ് ബ്ലാങ്ക് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൺട്രോൾ ഡാറ്റ എടുത്തിട്ട് ഓൾറെഡി അക്കൗണ്ട് കറൻസി കൊടുത്തിട്ടുണ്ട്. അതിന് താഴേക്ക് വന്ന് ബാക്കി ഇവിടുത്തെ നമുക്ക് ഈ ബാലൻസിൽ ലോക്കൽ കറൻസി നമുക്ക് ഈ ഒരു കേസിൽ ആവശ്യമില്ല. കാരണം അത് ബാലൻസ് ഷീറ്റ് അക്കൗണ്ടുകൾ ആണെങ്കിൽ മാത്രമേ നമ്മൾ കൊടുക്കാറുള്ളൂ. അപ്പോൾ നമുക്ക് ബ്ലാങ്ക് ആയിട്ട് വിട്ടേക്കാം. ബാക്കി ഓപ്ഷൻസ് സോർട്ട് കീ നമ്മൾ നോർമലി ഫില്ല് ചെയ്യുന്നതാണ്. അപ്പോൾ സോർട്ട് കീയും കൂടെ കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ ഇപ്പോൾ പുതിയതായിട്ടൊരു ഓപ്ഷൻ കൂടെ താഴെ വന്നിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അക്കൗണ്ട് സെറ്റിംഗ് ഇൻ കൺട്രോളിംഗ് ഏരിയ TT01 കൺട്രോളിംഗ് ഏരിയ ടാറ്റ. ഇത് നേരത്തെ നമ്മളിപ്പോൾ ചെയ്ത ഓരോ അക്കൗണ്ടിനും ഈ ഡീറ്റെയിൽസ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എടുത്ത ഈ ഒരു കാറ്റഗറി മാത്രമേ എടുത്തുള്ളൂ. കാരണം അത് വരാൻ കാരണം നിങ്ങൾ ഇത് അക്കൗണ്ട് സെലക്ട് ചെയ്തപ്പോൾ നിങ്ങളിവിടെ പ്രൈമറി കോസ്റ്റ് എന്ന ടൈപ്പ് സെലക്ട് ചെയ്തുകൊണ്ടാണ് സിസ്റ്റം പുതുതായിട്ടൊരു ഓപ്ഷൻ ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളിപ്പോൾ ഓൾറെഡി അക്കൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അക്കൗണ്ട് പോയിട്ടൊന്ന് എഡിറ്റ് ചെയ്തിട്ട് ഈ ഒരു ഫീച്ചർ കൂടി അവിടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ നേരത്തെ അത് ഇല്ലാത്തതിൻ്റെ കാരണം നിങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ കൺട്രോളിംഗ് ഇൻ്റഗ്രേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നില്ല. കൺട്രോളിംഗ് ഇൻ്റഗ്രേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് സിസ്റ്റം അവിടെ അത് കാണിക്കാത്തത്. അപ്പോൾ കൺട്രോളിംഗ് ഇൻ്റഗ്രേഷൻ നടത്തിയപ്പോൾ കൺട്രോളിങ്ങിൻ്റെ ഓപ്ഷൻ കൂടെ വന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ജി എൽ അക്കൗണ്ട് എന്ന് പറയുന്നത് FIയുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ ജി എൽ അക്കൗണ്ട് എന്ന് വിളിക്കുന്നത്. അതിന് സിഒയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പറയുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന പേര് കോസ്റ്റ് എലമെൻ്റ് എന്നാണ്. അപ്പോൾ അതാണ് സിസ്റ്റം ഇവിടെ ചോദിക്കുന്നത്. അക്കൗണ്ട് സെറ്റിങ്ങിനകത്ത് കൺട്രോളിങ് ഏരിയയിൽ അതിൻ്റെ കോസ്റ്റ് എലമെൻറ്റിൻ്റെ കാറ്റഗറി ഏതാണെന്ന് ചോദിക്കുന്നത്. ഇവിടെ നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ച് ലിസ്റ്റുകൾ കാണാൻ പറ്റും. അതിൽ 01, 03, 04, 11, 12, 22. അപ്പോൾ അവിടെ നിങ്ങൾക്ക് 01 എന്ന് പറയുന്നത് പ്രൈമറി കോസ്റ്റ് ഓർ റവന്യൂ. പിന്നെ അക്രൂവൽ ഡെഫറൽ ഉണ്ട്. അക്രൂവൽ ഡെഫറലിൽ പെർ ഡെബിറ്റ് ആക്ച്വൽ ഉണ്ട്. പിന്നെ റവന്യൂ അക്കൗണ്ട് ഉണ്ട്. സെയിൽസ് ഡിഡക്ഷൻസ് ഉണ്ട്. അതുപോലെ എക്സ്റ്റേണൽ സെറ്റിൽമെൻ്റ് ഉണ്ട്. ഇതിൽ 2 അക്കൗണ്ടുകളാണ് നമ്മൾ കോമൺലി ഉപയോഗിക്കാറ്. ബാക്കിയൊക്കെ CO സ്പെസിഫിക് ആണ്. അപ്പം നമുക്ക് നോർമലി FI CO കണക്ഷനിൽ നമ്മൾ 2 അക്കൗണ്ട് ഉപയോഗിക്കും. ഒന്നുകിൽ 01 ആയിരിക്കും, അല്ലെങ്കിൽ 11 ആയിരിക്കും. അപ്പോൾ 01 എന്ന് പറയുന്നത് പ്രൈമറി കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് റെഡ്യൂസിങ് റവന്യൂ എന്നാണ് 01ൻ്റെ എക്സ്പ്ലനേഷൻ. 11ൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് റവന്യൂ ആണ്. അപ്പം ഇത് റവന്യൂ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ റവന്യൂ എന്ന കാറ്റഗറി, അതായത് റവന്യൂ അക്കൗണ്ടുകൾക്ക് നമ്മൾ 11 എന്ന കാറ്റഗറി സെലക്ട് ചെയ്യണം. ബാക്കി നമ്മുടെ എന്താ പറയുക ക്രിയേറ്റ് ബാങ്ക് ഇൻട്രസ്റ്റ് ടാബിനകത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ G004 ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്ന അക്കൗണ്ട് ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നിട്ട് സേവ് ചെയ്താൽ മതി. ഇത് സേവ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കൺട്രോളിങ്ങിനകത്ത് കൺട്രോളിങ്ങിൽ കോസ്റ്റ് എലമെൻ്റ് അക്കൗണ്ടിങ് എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ മാസ്റ്റർ ഡാറ്റ എന്ന ഓപ്ഷൻ കാണാം. കോസ്റ്റ് എലമെൻ്റ് എന്ന് കാണാം. ഇൻഡിവിജ്വൽ പ്രോസസ്സിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ഇതേ T കോഡുണ്ട് FS00 എടുത്തു കഴിഞ്ഞാൽ ഈ ഓപ്പറേറ്റിംഗ് ഇൻകത്തിനകത്ത് ഇതെല്ലാം അവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വന്നിട്ടുണ്ടാവും. പക്ഷേ ഇതൊന്നും ഇവിടെ എന്തായിരിക്കില്ല, കോസ്റ്റ് എലമെൻ്റ് ആയിരിക്കില്ല. കാരണം ഇത് കോസ്റ്റ് എലമെൻ്റ് അല്ല. ഈ ഒരു ഐറ്റമാണ് കോസ്റ്റ് എലമെൻ്റ് ആയിട്ട് റെക്കോർഡ്. അപ്പോൾ രണ്ടും ഓൾറെഡി പറഞ്ഞ രണ്ടും ഒരേ ഐറ്റം തന്നെയാണ്.
അതിനകത്ത് ഈ ഒരു ഐറ്റം സിസ്റ്റം എന്തുകൊണ്ട് ചെയ്തിട്ടുണ്ട്, കോസ്റ്റ് എലമെൻറ്റ് കൂടിയായിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ സെയിം ടി കോഡ് ആയതുകൊണ്ട് നിങ്ങൾക്കത് വ്യത്യാസം മനസ്സിലാകില്ല. പക്ഷേ അത് FI റിപ്പോർട്ടിങ്ങിൻ്റെ സമയത്ത് ഇത് കറക്റ്റായിട്ട് കോസ്റ്റ് എലമെൻ്റായിട്ട് അത് റിപ്പോർട്ട് ചെയ്ത് വെക്കും. അപ്പോൾ ആ ഒരു അക്കൗണ്ടുകൾ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഈ പ്രൈമറി കോസ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറി വരുന്ന എല്ലാ അക്കൗണ്ടും കോസ്റ്റ് എലമെൻറ്റ് കൂടിയായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കും. അപ്പോൾ ഇത് ഇപ്പോൾ നമ്മുടെ ഈ ഹനയിൽ അത് തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ടാണ് അതിന് സെയിം ടി കോഡ് തന്നെ FS00 തന്നെ ഉപയോഗിക്കുന്നത്. മുമ്പ് നമ്മളതിന് സെക്കൻഡ് സ്റ്റേജിലായിരുന്നു, 2 സ്റ്റെപ്പായിട്ട് ചെയ്തത്. നിങ്ങൾ ആദ്യം GL അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം, പിന്നീട് പോയിട്ട് കോസ്റ്റ് എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കോസ്റ്റ് എലമെൻറ്റ് കൺവേർട്ട് ചെയ്തിട്ട് സേവ് ചെയ്യുന്ന രീതിയായിരുന്നു. ഇപ്പോൾ നമുക്ക് അത്രയും ടഫായിട്ടുള്ള ജോബില്ല, നേരിട്ട് തന്നെ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ കാറ്റഗറി ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ചിലപ്പോൾ നിങ്ങളത് കൊടുക്കാതെ സേവ് ആയി കഴിഞ്ഞാലും നിങ്ങൾക്കത് എങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നേരത്തെ സേവ് ചെയ്ത് വെച്ചപ്പോൾ ചിലപ്പോൾ അത് കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് എങ്ങനെ ചെയ്യാൻ വേണ്ടി നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം. അതായത് ഈ ഇതിൽ തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ തന്നെ ഞാൻ ഇതിൻ്റെ കോപ്പി എടുത്തിട്ട് എക്സ്പെൻസ് കൂടെ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പുതിയതായിട്ട് ചെയ്യാം. 500000 എക്സ്പെൻസസ് ആണ്, ടൈപ്പ് പ്രൈമറി കോസ്റ്റ് ആണ്, ഗ്രൂപ്പ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്, ടെക്സ്റ്റ് പർച്ചേസസ് ആണ്, ഇതിപ്പോൾ എനിക്കതില്ലാതെ സേവ് ചെയ്യാൻ പറ്റില്ല, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. 4 ആണ് കാറ്റഗറി, ജസ്റ്റ് സേവ് ചെയ്ത് നോക്കാം. അപ്പോൾ നോർമലി എന്ത് ചെയ്യും, സിസ്റ്റം ഇതിങ്ങനെ പോസ്റ്റ് ചെയ്യും. ഇപ്പോൾ നിങ്ങളുടെ സ്റ്റാറ്റസിൽ സിസ്റ്റം ഓൾറെഡി നിങ്ങൾ പർച്ചേസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഈ പർച്ചേസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താലും ഈ ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഇത് നിങ്ങൾ ഈ കൺട്രോളിങ് ഏരിയ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ കോസ്റ്റ് എലമെൻറ്റുകൾ ക്രിയേറ്റ് ചെയ്തു. അതാണ് ഇഷ്യൂ പറ്റിയത്. നമ്മൾ GL അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് GL അക്കൗണ്ട് FIയുടെ കേസിൽ നമ്മൾ എന്ത് ചെയ്തു, GL അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ഇത് കൺട്രോളിംഗും കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്തപ്പോൾ അത് കോസ്റ്റ് എലമെൻറ്റ് കൂടി ആയി മാറേണ്ടതായിരുന്നു. പക്ഷേ നമുക്ക് GL അക്കൗണ്ട് ആയതുകൊണ്ട് നമ്മളത് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ആ ഒരു സ്റ്റാറ്റസിലാണ് ഇപ്പോൾ ഞാനിപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ചെയ്തേക്കുന്നത്. ഞാൻ സെയിൽസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കോസ്റ്റ് എലമെൻറ്റ് ഡിഫൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കൺട്രോളിംഗ് ഏരിയയിൽ ഞാൻ കോസ്റ്റ് എലമെൻറ്റ് ഡിഫൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ 11 കൊടുത്തിട്ട്, പക്ഷേ പർച്ചേസ് അക്കൗണ്ട് എടുത്താൽ അവിടെ ഇത് ബ്ലാങ്ക് ആയിട്ടുണ്ടാവും. ഈ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് ഇത് റെക്കോർഡ് ഫീൽഡ് കൂടിയാണ്. ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, സിസ്റ്റത്തിന് അത് ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ട്രാൻസാക്ഷനിൽ ഇതെടുക്കുന്ന സമയത്ത് ലോക്ക്ഡ് ആണെന്ന് കാണിക്കും. അപ്പോൾ അതിനെ എങ്ങനെ നിങ്ങൾക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നിങ്ങൾ ഈ പർച്ചേസ് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. ഫസ്റ്റ് പർച്ചേസ് അക്കൗണ്ട് സെലക്ട് ചെയ്തിട്ട് അതിനെ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, നിങ്ങൾ അതിൻ്റെ കോസ്റ്റ് എലമെൻറ്റ് ഡിഫൈൻ ചെയ്യണം. അപ്പോൾ അതിനിവിടെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ എഡിറ്റ് എന്ന ഓപ്ഷൻ കൊടുത്താൽ മതി. നിങ്ങൾ എന്തെങ്കിലും ഓപ്ഷൻ മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഡിറ്റ് എന്ന ഓപ്ഷൻ കൊടുക്കുക. എഡിറ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾ നേരെ കൺട്രോൾ ഡാറ്റയിൽ വരിക. കൺട്രോൾ ഡാറ്റയിൽ വന്നിട്ട് നിങ്ങളത് ആദ്യം അതിൻ്റെ കോസ്റ്റ് എലമെൻറ്റ് നിങ്ങൾ ഡിഫൈൻ ചെയ്തോളൂ. ഡിഫൈൻ ചെയ്ത് കൊടുത്ത് നിങ്ങളോട് 01 എന്നൊക്കെ കൊടുത്ത് നിങ്ങളിതിനെ സേവ് ചെയ്തു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. അതിൻ്റെ കാരണം ഇവിടെ നിങ്ങൾക്കിവിടെ ഒരു ലോക്ക് എന്ന ഓപ്ഷൻ കാണുന്നുണ്ട്, ബ്ലോക്ക് എന്ന ഓപ്ഷൻ. ഈ ബ്ലോക്ക് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോർമലി ഇത് കണ്ട് ഈ ഓപ്ഷൻ ചെക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ബ്ലോക്ക് ഇൻ കമ്പനി കോഡ്. അതായത് ഈ കമ്പനി കോഡ് ഈ ഐറ്റം പോസ്റ്റിങ്ങിന് ബ്ലോക്ക് ചെയ്യും. കാരണം എന്തുകൊണ്ടാണ്, നമ്മളവിടെ കോസ്റ്റ് എലമെൻറ്റ് ഡിഫൈൻ ചെയ്യാതെ അത് സേവ് ചെയ്തതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിത് സിംപിളി ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ച അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾ അതിനകത്ത് കോസ്റ്റ് എലമെൻറ്റ് എഡിറ്റ് ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്കത് ട്രാൻസാക്ഷൻ പോസ്റ്റിങ്ങിലേക്ക് കിട്ടില്ല. അപ്പോൾ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഈ ലോക്ക് അൺചെക്ക് ചെയ്യണം. അപ്പോൾ അതിന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി വെച്ചാൽ നിങ്ങളിവിടെ വരിക, ആദ്യം എഡിറ്റ് കൊടുക്കുക. ഫസ്റ്റ് നിങ്ങൾ ആദ്യം എഡിറ്റ് മോഡിലേക്ക് മാറുക. എഡിറ്റ് മോഡിലേക്ക് വന്നതിന് ശേഷം ലോക്ക് ബട്ടൺ സെലക്ട് ചെയ്യുക. ലോക്ക് ബട്ടണിൽ ഇവിടെ ഇതിനെ അൺചെക്ക് ചെയ്യുക. എഡിറ്റ് കൊടുത്തിട്ട് ഇതിനെ അൺചെക്ക് ചെയ്തിട്ട്
കമ്പനി കോഡ് TT01 തന്നെയാണല്ലോ. എനിക്കത് കമ്പനി കോഡ് ലോക്കിൻ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് നോക്കട്ടെ. ആരെങ്കിലും എവിടെയെങ്കിലും ഓപ്പണായി നിൽക്കുന്നു നോക്കട്ടെ. നോർമലി അത് നമുക്ക് അൺചെക്ക് ചെയ്യാൻ പറ്റാറുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ കമ്പനിക്ക് അതിന് എന്തെങ്കിലും ആക്സസിൻ്റെ റേറ്റ് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ചെക്ക് നോർമലി നമ്മളിത് എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഓപ്ഷൻ കൂടെ അൺചെക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കമ്പനി കൊണ്ടകത്ത് പറ്റും, നിങ്ങളുടെ സെർവറിലത് പറ്റും. എനിക്കത് ഈ സെർവറിൽ ചിലപ്പോൾ എനിക്ക് എഡിറ്റിൻ്റെ പെർമിഷൻ കുറച്ച് ലിമിറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ടാണോ എന്നറിയില്ല, ഞാൻ നോക്കണം എന്തായാലും. അപ്പോൾ നോർമലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഇതും കൂടെ ചെക്ക് ചെയ്യണം, അൺചെക്ക് ചെയ്യണം. നമ്മൾ നിങ്ങൾ അടിച്ചു കൊടുക്കുമ്പോൾ ഇതും കൂടെ ഓപ്പൺ ആവും. അപ്പോൾ ഓപ്പൺ ആയി കഴിയുമ്പോൾ നിങ്ങൾ ആ ഒരു ഓപ്ഷൻ കൂടെ അൺചെക്ക് ചെയ്തിട്ട് വേണം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസാക്ഷനിലേക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എനിക്കിപ്പോൾ ഈ ഒരു ഐറ്റം ട്രാൻസാക്ഷൻ ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ഇത് ഓൾറെഡി ബ്ലോക്ക്ഡ് ആണ് സിസ്റ്റം. ഇതിപ്പോൾ എനിക്കത് എങ്ങനെയാണ് നോക്കിയിട്ടത് കറക്റ്റ് ചെയ്താലേ എനിക്ക് ട്രാൻസാക്ഷൻ ലെവലിലേക്ക് അതിന് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. അപ്പം നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട കാര്യത്തിൽ ഒരു കാര്യം ഇതാണ്, ഈ നിങ്ങളുടെ GL അക്കൗണ്ടുകളെല്ലാം എഡിറ്റ് ചെയ്തിട്ട് ആ GL അക്കൗണ്ടിൽ അതിൻ്റെ കോസ്റ്റ് എലമെൻറ്റുകൾ നിങ്ങൾ ആദ്യം ആഡ് ചെയ്യണം. കോസ്റ്റ് എലമെൻറ്റുകൾ ആഡ് ചെയ്യണം. അപ്പം നമ്മൾ ഈ ഒരു അക്കൗണ്ട് ആണെങ്കിൽ അത് 01 ആണ് കൊടുക്കേണ്ടത്. 01 കൊടുത്ത് സേവ് ചെയ്തതിന് ശേഷം ഇത് G004 ഓൾറെഡി നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. സേവ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഈ ലോക്ക് ബട്ടൺ എടുത്തിട്ട് ഈ ബ്ലോക്ക് ഫോർ പോസ്റ്റിംഗ് എന്ന ഓപ്ഷൻ അൺചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ സേവ് ചെയ്യാൻ പറ്റും. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ട്രാൻസാക്ഷനൊക്കെ അത് എടുക്കാൻ പറ്റുള്ളൂ.